അവർ പറഞ്ഞ് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആവണമെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം സൗന്ദര്യമൊക്കെ വേണം, എന്നാലേ പറ്റുള്ളൂ. അടിസ്ഥാനപരമായിട്ട് അതാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ നമുക്ക് പെട്ടെന്ന് മുഖത്തൊക്കെ പറഞ്ഞു വാട്ട് ഡു യു മീൻ ബൈ സൗന്ദര്യം എന്ന് അവരോട് തിരിച്ചു ചോദിച്ചില്ലേ? അല്ല, അങ്ങനെ ചോദിക്കാനുള്ള ഗട്സ് എനിക്ക് തന്നില്ല. ഞാൻ കൊച്ചു വെച്ചാണ്, എനിക്ക് പേടിയാണ്. ഒരു ദിവസം ഞാൻ വർക്ക് ചെയ്യുന്ന ടൈമിൽ ഒരു ക്ലയന്റ് വന്നിട്ട് ഞങ്ങളുടെ ഓണറിനോട് പറയാം, കറുത്ത ആ കുട്ടി ചെയ്യണം. അപ്പൊ ഞാൻ അത് കേട്ടോണ്ട് നിൽക്കും. അപ്പൊ എന്റെ കൂടെയുള്ള ചേച്ചി കറുത്ത ഒരു ചേച്ചിയുണ്ട്, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ കേട്ടപ്പോൾ ഭയങ്കര വിഷമായി. കാരണം എന്താ വെച്ചാൽ എല്ലാവരും ഈ പറയുന്ന മേക്കപ്പ് ആർട്ടിസ്റ്റ്, ബ്യൂട്ടീഷ്യൻ സുന്ദരിയായിരിക്കണം, നല്ല ഫീച്ചേഴ്സ് ആയിരിക്കണം, നല്ല ഭംഗിയായിരിക്കണം, നല്ല വടിവത്ത ശരീരം, ഇതെല്ലാവർക്കും കാണത്തില്ല. ഒരു മനുഷ്യനെ നോക്കി നിന്ന് അവൻ നന്നായിട്ട് വർക്ക് ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് വർക്ക് ചെയ്താലേ പറ്റത്തുള്ളൂ. അത് എവിടെ ചെന്നാലും എനിക്കൊരു വർക്ക് കിട്ടാതെ പോകുന്നതും കാണാൻ ഭംഗിയില്ല, കറുത്തതാണ്. പിന്നെ എന്റെ കാസ്റ്റ് ഒരു വലിയ പ്രശ്നമായിരുന്നു. അപ്പൊ SC കാസ്റ്റ് എന്ന് പറഞ്ഞ ആൾക്കാർക്ക് ഭയങ്കര പുച്ഛമാണ്. എന്നോട് മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്തു. അപ്പം ക്ലീനിങ് സെക്ഷൻ വരും, ഇവരെല്ലാം എന്നെ അംഗീകരിപ്പിക്കും. അതായത് ഇന്ന കാസ്റ്റ് അല്ലേ, നീ കറുത്തല്ലേ, നീ ഇന്ന പണി ചെയ്യും. അപ്പൊ ആ സെക്ഷനായി. അപ്പൊ എനിക്ക് ഭയങ്കര വിഷമമായി. അപ്പം ഇത് പറയാനും പേടി, അതൊരു ഭയങ്കര പേടിയായിരുന്നു എനിക്ക്. എല്ലാവരും ഞാൻ തുറന്നു പറഞ്ഞാൽ എന്നെ ഒഴിവാക്കും എന്നുള്ള പേടിയായിരുന്നു എനിക്ക്. വിദ്യ ഇപ്പൊ എവിടെയാണോ നിൽക്കുന്നത്, അത് വിദ്യയുടെ അച്ചീവ്മെന്റ് ആണ്, വിദ്യയുടെ കഴിവാണ്. വിദ്യയുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത ഒരു ഇൻസൾട്ട് എന്തായിരുന്നു? എന്നോട് ഒരിക്കൽ ഒരാൾ എന്നോട് പറഞ്ഞു, നിനക്ക് പറയത്തക്ക പേരുണ്ടോ, പറഞ്ഞാൽ അറിയപ്പെടുന്ന ഒരു പേരുണ്ടോ, ഒരു ലേബലില്ല എന്ന് പറഞ്ഞ വിഷമമായി. കാരണം എന്റെ വീട്ടുപേര് പറഞ്ഞാൽ ആർക്കും അറിയത്തില്ല, എന്റെ അപ്പന്റെ പേര് പറഞ്ഞാൽ അറിയത്തില്ല, എന്റെ പേര് പറഞ്ഞാലും അറിയത്തില്ല. ശരി, ഒരു വലിയ ലേബൽ ഇല്ലായിരുന്നു. അതെനിക്കൊരു വിഷമമായിരുന്നു. അങ്ങനെ ഒരു സമയത്ത് എന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് ബ്ലെസ്സി എന്ന് പറഞ്ഞ ചേച്ചിയാണ് എന്നോട് പറയുന്നത്, പക്ഷെ നിനക്ക് നല്ല തൊഴിലറിയാം, ആ തൊഴിലിലൂടെ നിനക്ക് ഇതെല്ലാം തിരിച്ചു കിട്ടും. ശരിയാണ്, ആ തൊഴിൽ ഞാൻ മുന്നോട്ട് വെച്ചു, സ്ഥാപനം ഇട്ടു, ഞാൻ തന്നെ ഇത് പ്രൊമോട്ട് ചെയ്തു. ഇപ്പൊ എന്റെ പേര് പറഞ്ഞ അത്യാവശ്യം ആൾക്കാർക്ക് അറിയാം. അപ്പൊ ഇവര് പറഞ്ഞ ആ ഒരു ലേബൽ എനിക്ക് തിരിച്ചു പിടിക്കാൻ പറ്റി. അതെനിക്ക് വലിയൊരു ഇൻസൾട്ട് ആയിരുന്നു. നമസ്കാരം, ചാർട്ടഡ് ഭക്തന്റെ പുതിയൊരു പോഡ്കാസ്റ്റിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ ഒപ്പം വന്നിരിക്കുന്നത് കുറച്ച് കഥകളൊക്കെ പറയാൻ വേണ്ടി ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. വിദ്യ എന്നാണ് മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ പേര്. അപ്പോൾ വിദ്യ എൻ്റെ ഒപ്പം ഇരിക്കുന്നു. വെൽക്കം വിദ്യ ടു ചാർട്ടഡ് ഭക്തൻ. ഞങ്ങൾ തമ്മിൽ ഭയങ്കര പരിചയമാണ്. കാരണം വിദ്യ എൻ്റെ നാട്ടുകാരിയാണ്. എൻ്റെ നാട്ടിലാണ് ഇപ്പോൾ താമസിക്കുന്നത്, കോഴഞ്ചേരിയിലാണ് താമസിക്കുന്നത്. പ്ലസ് ഞങ്ങളുടെ കോഴഞ്ചേരിയിലെ വീട്ടിൽ ഇപ്പോൾ താമസിക്കുന്നത് വിദ്യയാണ്. അങ്ങനെ ഒരു ഭാഗ്യം എനിക്ക് കിട്ടി. കാരണം എന്താ വെച്ചാല് സുജിത്തേട്ടനെ കാണാൻ വേണ്ടി ഞാൻ പണ്ട് ബസ്സിൽ പോകുമ്പോൾ എത്തിക്കുത്തി നോക്കുമായിരുന്നു. കാരണം യൂട്യൂബർ നമ്മുടെ നാട്ടില്. പക്ഷെ കാണാൻ പറ്റത്തില്ലായിരുന്നു. കാരണം മതിൽ അന്ന് പൊക്ക കൂടുതലായതുകൊണ്ട് കാണാൻ പറ്റത്തില്ലായിരുന്നു. അല്ല, അന്ന് ഞാൻ കൊച്ചായിരുന്നല്ലോ. അപ്പൊ ഞാൻ എപ്പോഴും ഇങ്ങനെ നോക്കും, ചേട്ടനെയൊക്കെ ഒന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ ആ വീട്ടിലുള്ളവരൊക്കെ കാണാൻ, അങ്ങനെ നോക്കുമായിരുന്നു. പക്ഷെ അതുവരെ കണ്ടിട്ടില്ലായിരുന്നു. പക്ഷെ ദൈവം എനിക്കൊരു ഭാഗ്യം തന്ന വീട്ടിൽ താമസിക്കാനായിട്ട്. ഓക്കെ, വിദ്യക്ക് സ്വന്തമായിട്ട് ഇപ്പം സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്, പിന്നെ സ്വന്തമായിട്ട് വർക്കൊക്കെ ചെയ്യുന്നു, അങ്ങനെ പല പരിപാടികൾ ചെയ്യുന്നു. ശ്വേതയുടെ ആസ്ഥാന എന്താ പറയുക മേക്കപ്പ് ആർട്ടിസ്റ്റാണ് വിദ്യ എന്ന് പറയുന്നത്. അതിലുപരി വിദ്യനെ ഞാൻ വിളിക്കാൻ ഒരു കാരണം എന്ന് പറയുന്നത്, വിദ്യക്ക് കുറേ സ്റ്റോറീസ് പറയാനുണ്ട്. അത് പല ആളുകളും കേൾക്കേണ്ടതായിട്ടുള്ളതും വിദ്യ പലപ്പോഴും പറഞ്ഞ് കേട്ടിട്ടുള്ളതുമായിട്ടുള്ള ധാരാളം സ്റ്റോറീസ് ഉണ്ട്. അപ്പോൾ ആ സ്റ്റോറീസൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ വിദ്യയെ ഇങ്ങോട്ട് വിളിച്ചത്. ഞാനിവിടെ വിദ്യനെ വിളിച്ചിരുത്തിയപ്പോഴത്തേക്കും വിദ്യ എന്നെ ചെയ്യുന്നത് ഞാൻ ആരാ എന്നൊക്കെ എന്നോട് ചോദിക്കുന്നത്, ഇവിടെ വന്നിരുന്നിട്ട് അങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നത്. അങ്ങനെയൊന്നുമില്ല. ദിസ് ഈസ് എ പോഡ്കാസ്റ്റ്. ഇതൊരു പോഡ്കാസ്റ്റാണ്. ഇതിനകത്ത് കഥകൾ പറയാനുള്ള ആർക്കും നമുക്ക് ഈ ഒരു കസേരയിൽ വന്നിരിക്കാം. നല്ല കഥകൾ പറയുന്ന, നല്ല രീതിയിൽ സംസാരിക്കാൻ അറിയാവുന്ന, എന്തെങ്കിലുമൊക്കെ സ്റ്റോറീസ് പറയാൻ സാധിക്കുന്ന ആളുകൾക്ക് എപ്പോഴും ഒരു പോഡ്കാസ്റ്റ് എന്ന് പറയുന്നത് അത് വലിയൊരു കാര്യമാണ്. ഇപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ എന്നെക്കാട്ടി കൂടുതൽ സംസാരിക്കാൻ പോകുന്നതും വിദ്യയായിരിക്കും. കാരണം അങ്ങനെയാണ്, വി ലെറ്റ് ദ ഗസ്റ്റ് ടോക്ക് എന്നാണ്. അപ്പോൾ വിദ്യ, ഞാൻ വെൽക്കം ടു ചാർട്ടഡ് ഭക്തൻ പറഞ്ഞായിരുന്നോ? പറഞ്ഞായിരുന്നല്ലേ? എന്നാലും പറഞ്ഞേക്കാം. വെൽക്കം ടു ചാർട്ടഡ് ഭക്തൻ. സുഖമല്ലേ? ഓക്കെ. ഇപ്പൊ ഇന്ന് രാവിലെയാണ് ഇങ്ങോട്ട് വന്നത്? ഇന്നലെ വന്ന് ഞാൻ അവിടെ ചേച്ചിയുടെ അടുത്ത് നിന്ന് അതിനുശേഷം ഇങ്ങോട്ട് വന്നത്. ഓക്കെ, ശരി. ശരിക്കും വിദ്യയുടെ സ്ഥലം എവിടെയാ? എൻ്റെ സ്വന്തം വീട് ആറന്മുള നാൽക്കാലിക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടുന്ന് പിന്നെ ഒരു 14 വർഷമായിട്ട് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നതും മൊത്തം കോഴഞ്ചേരി എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം പണ്ട് മുതലേ ആഗ്രഹമാണ് കോഴഞ്ചേരി താമസിക്കണം, കോഴഞ്ചേരി വീട് വെക്കണം, ഇതൊക്കെ എൻ്റെ ആഗ്രഹങ്ങളായിരുന്നു. പക്ഷേ അതിനുള്ള അന്നൊന്നും വകുപ്പില്ലായിരുന്നു. പക്ഷേ എൻ്റെ ഈ ഒരു മേക്കപ്പ് ഫീൽഡിൽ വന്നപ്പോഴാണ് ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങിയ ഒരു കോഴഞ്ചേരി സ്ഥാപനത്തിലാണ്. അതിനുശേഷം പിന്നെ സ്വന്തമായിട്ട് ഫ്രീലാൻസായിട്ട് സ്റ്റാർട്ട് ചെയ്തതും കോഴഞ്ചേരിക്കാരുടെ സപ്പോർട്ടാണ്. പിന്നെ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇപ്പോൾ കോഴഞ്ചേരി താമസിക്കുന്ന സ്വന്തമായിട്ട് സ്ഥാപനമായി. അതൊക്കെ എനിക്ക് ദൈവാനുഗ്രഹമായിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, വെരി ഗുഡ്. വിദ്യ എങ്ങനെയാണ് ഈ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഫീൽഡിലേക്ക് വരുന്നത്? മെയിൻ കാരണം എൻ്റെ ഒരു ടീച്ചർ തന്നെയാണ്. ടീച്ചറിന് പോലും ഇത് അറിയത്തില്ലായിരിക്കും. ഈ ഒരു വീഡിയോ കാണുമ്പോഴായിരിക്കും
കിടങ്ങന്നൂർ. നാൽക്കാലിക്കല്ലേ? ഓക്കെ. അപ്പം കിടങ്ങന സ്കൂളിലാണ്. അപ്പം അഞ്ജന എന്ന ടീച്ചറിൻ്റെ പേര്. ടീച്ചർ നല്ല ഭംഗിയായിട്ട് സാരി ഉടുക്കും, നല്ല ഭംഗിയായിട്ട് മുടി കെട്ടും. അപ്പോൾ ഇത് കാണുമ്പോൾ എനിക്ക് എപ്പോഴും ഒരു ആഗ്രഹമാണ്, ഈ ടീച്ചറിനെ ആരാ സാരി ഉടുപ്പിക്കുന്നത്, അപ്പം എനിക്ക് ഇതുപോലൊക്കെ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ. അപ്പോൾ അതൊരു കോഴ്സാണെന്നൊന്നും എനിക്കറിയാനുള്ള അറിവൊന്നും എനിക്കില്ല. കാരണം ക്ലാസ്സിൽ അങ്ങനെ പഠിക്കാത്ത അലമ്പായിട്ട് പുറകിലൊക്കെ പോയിരിക്കുന്ന ഒരാളാണ്. അപ്പം പൊതുവേ എല്ലാവരും പറയുന്നത് പുറകിലത്തെ ബെഞ്ചിൽ ഇരിക്കുന്ന ആരും പഠിക്കില്ല, മാർക്ക് കുറഞ്ഞാൽ നല്ല ജോലി കിട്ടില്ല എന്നാണ് നമ്മളെ പറഞ്ഞ് വെച്ചാൽ നമ്മുടെ വീട്ടിലാണെങ്കിലും ചുറ്റുപാടുള്ള ആളുകളാണ് അങ്ങനെയാണ് പറഞ്ഞ് പഠിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ടീച്ചറിൻ്റെ സാരിയുടെ ഭംഗിയും ഹെയർ സ്റ്റൈലിൻ്റെ ഭംഗിയൊക്കെ നോക്കി അങ്ങിരുന്നു. അങ്ങനെ ഒരു +1 കയറിയപ്പോൾ മുതലേ എനിക്ക് ആദ്യം കൊമേഴ്സാണ് കിട്ടിയത്. കൊമേഴ്സ് എടുത്തിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ. അപ്പോൾ എല്ലാവരും ഡ്രീമുകൾ പറഞ്ഞപ്പം എന്നോട് ചോദിച്ചു വിദ്യക്ക് എന്താവണം എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് +2 കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു ജോലിക്ക് പോകണം. അടിസ്ഥാനപരമായിട്ട് നമുക്ക് വേണ്ട പൈസയാണ്. അപ്പം പിന്നെ എനിക്ക് അന്ന് മനസ്സിലായത് നന്നായിട്ട് പെരുമാറാൻ പഠിച്ചാൽ എവിടെ ചെന്നാലും ജീവിക്കാൻ പറ്റും. നന്നായിട്ട് പെരുമാറാൻ പഠിക്കണം. ഒരു കാര്യം ഒരു സബ്ജക്റ്റ് നമുക്ക് അവതരിപ്പിക്കാൻ അറിയണം. അപ്പം അത് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്കറിയാതെ. പിന്നെ എൻ്റെ ഒരു 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ സ്കൂളിലൊരു ചലച്ചിത്രോത്സവം നടന്നു. അന്ന് അതിന് 15 രൂപ ടിക്കറ്റായിരുന്നു. അപ്പോൾ എൻ്റെ വീട്ടിൽ ഞാനത് പറഞ്ഞ് 20 രൂപയാണെന്ന് പറഞ്ഞു. അപ്പം എൻ്റെ ആങ്ങളെ പറഞ്ഞ് എല്ലാവരും അവിടെ സ്കൂളിലാണ് പഠിക്കുന്നത്. അപ്പോൾ എൻ്റെ ആങ്ങളെ പറഞ്ഞ് 20 അല്ല 15 പറഞ്ഞു. അപ്പം ഞാൻ ഒന്നും മിണ്ടിയില്ല. അപ്പോൾ എന്നോട് എൻ്റെ ആങ്ങളെ പറഞ്ഞെന്ന് നീ ഇപ്പോൾ 5 രൂപയ്ക്ക് കള്ളം പറഞ്ഞാൽ ഈ കള്ളം പറയാൻ നീ എത്ര കള്ളം പറയേണ്ടി വരും, അപ്പോൾ മാക്സിമം അത് കള്ളം പറയാതിരിക്കുന്നത് നല്ലതെന്ന് പറഞ്ഞു. അന്ന് മുതൽ അത് എനിക്ക് ഒരു ചെറിയ കള്ളം പറഞ്ഞാൽ പോലും ടെൻഷനാണ്. അയ്യോ ഇനി ഇത് പറഞ്ഞതിൻ്റെ പേരിൽ ഇനി ഇത്രയും പേരെ കൺവിൻസ് ചെയ്യണ്ടേ. അപ്പോൾ മാക്സിമം ഞാനൊരു അങ്ങനെ കള്ളം ആവശ്യമില്ലാതെ പറയാറില്ല. അത് നല്ലൊരു സ്വഭാവമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതെൻ്റെ ബിസിനസ്സിനെയും ഞാനത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. കാരണം കള്ളം പറഞ്ഞാൽ ഒരു കച്ചവടം പിടിക്കാറില്ല. ഉള്ള കാര്യം പറയുമ്പം ആളുകൾക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെടത്തില്ല. അതായത് പൊതുവെ ആളുകൾക്ക് കള്ളം പറഞ്ഞ് കൺവിൻസ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞാൻ കള്ളം ആവശ്യമില്ലാതെ പറയാറില്ല, ഒരാവശ്യമില്ല. എനിക്ക് നിങ്ങളുടെ മേഖലയിൽ കള്ളം പറയാൻ സാധിക്കുന്നത് ഇപ്പം ഒരു ക്ലയൻറ്റ് പറഞ്ഞൊരു മേക്കപ്പ് പാറ്റേൺ ഓക്കെ ഇത് നിങ്ങൾക്ക് മാച്ച് ആവില്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടില്ല. അല്ലെങ്കിൽ ഒരു ഈ കോസ്റ്റ്യൂം നിങ്ങൾക്ക് മാച്ച് ആവില്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടില്ല. അപ്പോൾ അതിനെ ഗ്ലോറിഫൈ ചെയ്ത് ഇത് ഭയങ്കര സുന്ദരിയായിരിക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാവരും പറയും അങ്ങനെ പറഞ്ഞാലേ കച്ചവടം. ഞാൻ അങ്ങനെയല്ല. കുറച്ച് ആൾക്കാർക്കുണ്ട് ഈ കറുത്തതായതുകൊണ്ട് ചില കളേഴ്സ് ചേരില്ല. പക്ഷെ ഞാൻ അങ്ങനല്ല. ഞാൻ എല്ലാവരും പണ്ട് വീണാക്കണ്ണൻ ഈ ഒരു കാര്യം പറഞ്ഞിട്ട് എയറിലായതാ. തടിയുള്ള ആൾക്കാർക്ക് ഇന്നത് ചേരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എയറിലായതാ. ഞാൻ പറയുന്ന ഒരു സാധനം നമുക്കൊരു കാര്യം ഇഷ്ടമാണെങ്കിൽ അത് നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യാനുള്ള കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഏത് കളർ വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം. ഞാൻ പണ്ട് വെള്ള ഡ്രസ്സ് എന്തിട്ടാലും എല്ലാവരും പറയും അയ്യോ വിദ്യ ചേരത്തില്ല കറുത്താട്ടോ. അപ്പോൾ ഈ സാധനം കുഞ്ഞുനാൾ മുതലേ ഞാൻ കേട്ട് അപ്പോൾ എനിക്കിനി ഇതൊന്നും ചേരത്തില്ല. അതുപോലെ എനിക്ക് മഞ്ഞ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ മഞ്ഞ നെയിൽ പോളിഷൊക്കെ അടിക്കാൻ പറയും അയ്യോ വിദ്യയുടെ കൈ കറുത്തായതുകൊണ്ട് ചേരത്തില്ല. അപ്പോൾ ഇത് കേട്ട് ഞാൻ പറയും എന്താണ് ഇങ്ങനെ. പക്ഷേ ഇതിൽ നിന്ന് മാറ്റി പിടിക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു. അപ്പം ഞാൻ പണ്ട് ലിപ്സ്റ്റിക് ഇടുമ്പോൾ എന്നോട് പറയും വിദ്യയ്ക്ക് ചേരത്തില്ല, വിദ്യയുടെ ഫീച്ചേഴ്സ് കൊള്ളാത്തതുകൊണ്ട് ചേരത്തില്ല എന്ന്. അപ്പം ഞാൻ പറഞ്ഞാൽ ശരി. പക്ഷേ ഞാൻ ഡെയിലി ലിപ്സ്റ്റിക് യൂസ് ചെയ്ത് ഈ പറഞ്ഞ ആൾക്കാരുടെ മുന്നിൽ ചെന്നപ്പം ഇവരെന്നെ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായൊരു സത്യം, നമുക്കൊരു കാര്യം ഇഷ്ടമാണ് അത് ആരൊക്കെ പറഞ്ഞാലും സ്റ്റോപ്പ് ചെയ്ത് നമുക്ക് ശരിയെന്ന് തോന്നുന്നു അങ്ങ് ചെയ്തേക്കണം. ഞാനങ്ങനെയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം മറ്റുള്ളവർക്ക് വേദനിക്കാത്ത രീതിയിൽ ഞാൻ ചെയ്യാറുണ്ട്. കാരണം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകില്ല എന്ന് എനിക്ക് ഉറപ്പായി ഞാൻ അത് ചെയ്യും. ഓക്കെ. അപ്പോൾ അങ്ങനെ ടീച്ചർ ഇൻസ്പയർ ചെയ്തു. അതെ, ടീച്ചറാണ്. ടീച്ചറിനെ കണ്ടപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു കോഴ്സ് ഉണ്ടോ തപ്പാൻ തുടങ്ങിയത്. പക്ഷേ എനിക്ക് അത് ചോദിക്കാൻ അറിയുള്ളൂ. നമ്മൾ ബ്യൂട്ടി പാർലറൊന്നും പോയിട്ടില്ല, എനിക്ക് അറിയത്തില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും. അങ്ങനെ ഞാൻ നമ്മുടെ നാട്ടിൽ തന്നെ അടുത്തുള്ള പാർലറിലൊക്കെ ചോദിച്ചു. അങ്ങനെ ഒരു പാർലർ ചോദിച്ചപ്പം പുള്ളിക്കാരൊക്കെ എനിക്ക് അറിയാവുന്നതാണ്. ഞാൻ അതിൻ്റെ ബേസിലാണ് ചോദിച്ചത്. അപ്പോൾ പുള്ളിക്കാർ പറഞ്ഞു അങ്ങനെ പഠിക്കാൻ പറ്റത്തില്ല വിദ്യ. കാരണം ഒന്നാമത്തെ കാര്യം അത്യാവശ്യം നമുക്ക് സൗന്ദര്യത്തെ പറ്റി ഒരു ധാരണയും പിന്നെ സൗന്ദര്യം വേണമെന്നാണ് പറഞ്ഞ ധോനി. അത് നമുക്ക് മനസ്സിലായി. അപ്പോൾ എനിക്ക് പെട്ടെന്ന് അങ്ങ് വിഷമമായിപ്പോയി. അതായത് അവർ പറഞ്ഞ് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആവണമെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം സൗന്ദര്യമൊക്കെ വേണം, ഉദ്ദേശിക്കുന്നത് അടിസ്ഥാനപരമായിട്ട് അതാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ നമുക്ക് പെട്ടെന്ന് മുഖത്തൊക്കെ പറഞ്ഞില്ല. വാട്ട് ഡു യു മീൻ ബൈ സൗന്ദര്യം എന്ന് അവരോട് തിരിച്ചു ചോദിച്ചില്ലേ? അല്ല, അങ്ങനെ ചോദിക്കാനുള്ള ഗട്സ് എനിക്ക് തന്നില്ല. ഞാൻ കൊച്ചു വെച്ചാണ്, എനിക്ക് പേടിയാണ്. +2 എക്സാം കഴിഞ്ഞാൽ പിറ്റേ ദിവസമാണ് ഞാൻ പോകുന്നത്. കാരണം ഈ എക്സാം കഴിഞ്ഞ് നമുക്കൊരു അവധി ടൈമുണ്ട്. ഞാനപ്പുറത്ത് എന്തായാലും +2 ബാക്കി ഡിഗ്രി പഠിക്കാൻ ഞാൻ പോകത്തില്ല. കാരണം ഡിഗ്രി പഠിക്കാൻ ഞാൻ ജയിച്ചാലേ പോകാൻ പറ്റത്തുള്ളൂ. അപ്പം തോക്കും എന്നുള്ളത് കൺഫേം ആയതുകൊണ്ട് ഞാനത് അപ്പോൾ പോകാനുകൊണ്ട് ഞാൻ ഓർത്ത് എന്തിനാ സമയങ്ങളും 1 മിനിറ്റ് പോലും എനിക്ക് തോന്നിയിട്ടുള്ള നമ്മുടെ ലൈഫിൽ ഏറ്റവും വേണ്ടപ്പെട്ട സമയമാണ്. ഇന്ന് പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞാൽ പിന്നെ അത് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഞാൻ ഓർത്ത് +2 കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ ഇറങ്ങി. എൻ്റെ അമ്മ വീടുകളിലൊക്കെ ജോലിക്ക് പോകുന്ന ഒരാളാണ്. അപ്പം അമ്മ പറഞ്ഞു നമുക്ക് നോക്കാം, ഭയങ്കര റേറ്റ് ആവുമോ, ഫീസൊക്കെ അമ്മ അന്വേഷിക്കാമെന്ന് പറഞ്ഞു. അപ്പം അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴത്തെ പുള്ളിക്കാരി ഇത് പറഞ്ഞപ്പോൾ വിഷമമായി. പിന്നെ ഞാൻ കുറേ അന്വേഷിച്ചു. അങ്ങനെ ചെങ്ങന്നൂർ ഒരു നമ്മീസ് എന്ന് പറഞ്ഞ പാർലറിലാണ് ഞാൻ പഠിക്കുന്നത്. അപ്പോൾ കുഞ്ഞൊരു പാർലറാണ്, സജിത എൽസ എന്ന് പറഞ്ഞ ചേച്ചിമാരെന്നെ പഠിപ്പിക്കുന്നത്.
അപ്പം ചേച്ചിമാരെ പഠിപ്പിച്ച് നല്ല വ്യക്തിത്വമുള്ള ഒരു സ്ത്രീയായിരുന്നു. ഞാൻ ഇപ്പോഴും എപ്പോൾ എവിടെ എന്ത് കാര്യം സംസാരിച്ച് ഞാൻ ചേച്ചിയുടെ പേര് പരാമർശിക്കുന്നത് വെച്ചാൽ അവർ ഫാമിലി ലൈഫ് നന്നായിട്ട് നോക്കുമായിരുന്നു, ബിസിനസ് നന്നായിട്ട് നോക്കുമായിരുന്നു. അപ്പോൾ രണ്ട് കാര്യം ഒരുപോലെ ചെയ്യുന്ന ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ അവരെ കണ്ടുപിടിക്കാൻ തന്നെ ഉണ്ട്. അപ്പോൾ എനിക്ക് അവർ ഭയങ്കര ഇൻസ്പിറേഷനാണ്. എനിക്കിപ്പം 32 വയസ്സായി. ഈ പ്രായത്തിലും ആ വ്യക്തിനെ ഞാൻ എന്നും ഓർക്കാറുണ്ട്. അവർ നന്നായിട്ടാണ് അവരുടെ കുടുംബം നോക്കിയത്. അപ്പോൾ അതെൻ്റെ ലൈഫിൽ ഭയങ്കര ഇൻസ്പിറേഷൻ ആയിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ ഒരു ഫീൽഡിലോട്ട് വരാൻ ഉദ്ദേശിക്കും. ചേച്ചിയാണ് എന്നെ പഠിപ്പിക്കുന്നത്. പിന്നെ പഠിക്കാൻ പോകുന്ന സമയത്തൊക്കെ എന്ന് വെച്ചാൽ 18 വയസ്സായില്ല, അതിന് മുമ്പ് പഠിക്കാൻ പോയി. അപ്പോൾ അങ്ങനെ ഞാൻ പോകുന്ന സമയത്ത് എൻ്റെ കൂടെ സ്കൂളിലും ഒക്കെ പഠിച്ച കുട്ടികളൊക്കെ തൊട്ടപ്പുറത്ത് എഞ്ചിനീയറിംഗ് കോളേജ് അവിടോട്ടൊക്കെ പോകുന്ന കാണുമ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കും, പക്ഷേ അവരെ കാണാനൊക്കെ എന്ത് രസം, യൂണിഫോം ഒക്കെ ഇട്ട് കോളേജ് ബസ്സിലൊക്കെ പോകുന്നത്. അപ്പം ഞാൻ മറ്റേ ബക്കറ്റും ചൂലും ഒക്കെ ആയിട്ട് നിൽക്കും. കാരണം നമുക്ക് ആദ്യം ഈ ബ്യൂട്ടീഷ്യൻ കോഴ്സിൻ്റെ അടിസ്ഥാനം പഠിപ്പിക്കുന്നത് ക്ലീനിങ് തന്നെയാണ്. കാരണം ക്ലീനിങ് പഠിച്ചാലേ നമുക്ക്, അതായത് ഒരു മുടി തറയിൽ കിടന്ന് അത് ക്ലീൻ ചെയ്തിട്ട് അടുത്താളെ ഇരുത്താവൂ എന്ന് നമ്മളാണ് ചെയ്യേണ്ടത്. അപ്പം ക്ലീനിങ് എപ്പോഴും അത്യാവശ്യമാണ്. അപ്പം ഞാൻ അവിടുത്തെ തറ തുടയ്ക്കും, കണ്ണാടിയെല്ലാം തുടയ്ക്കും, ബാത്റൂം കഴിയും, എല്ലാ പണിയും ഞാൻ ചെയ്യും. ഞാൻ ഓക്കെ ആയിരുന്നു. ആദ്യത്തെ ഒരു 2 ദിവസം എനിക്കൊരു മടിയുണ്ടെങ്കിലും 3-ാമത്തെ ദിവസം തൊട്ട് എനിക്ക് മനസ്സിലായി ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പം നേരെ പോയി നമ്മൾ കസേര ഇരുന്ന് ഇന്ന ജോലി ചെയ്യൂ എന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് അച്ചീവ് ചെയ്യാൻ പറ്റത്തില്ല. എല്ലാത്തിനും അടിസ്ഥാനം പഠിക്കണം. അങ്ങനെ ഞാൻ ക്ലീനിങ് നന്നായിട്ട് പഠിച്ചു. പിന്നെ ഞാൻ പഠിച്ചത് ക്ഷമയാണ്. കാരണം സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ചെറിയ കാര്യങ്ങൾ ഞാൻ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുമായിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായി ദേഷ്യം കൊണ്ട് നമുക്ക് ലൈഫിലൊന്നും നേട്ടമില്ല എന്നുള്ളത്. പിന്നെ കുറേയൊക്കെ ഞാൻ കൺട്രോൾ ചെയ്തെന്നു. ദേഷ്യമില്ല എന്നല്ല, ദേഷ്യമുണ്ട്, പക്ഷേ എന്നാലും ഞാൻ കൺട്രോൾ ചെയ്യാൻ പഠിച്ചു. ആവശ്യമില്ലാതെ ചെറിയ ചെറിയ കാര്യങ്ങൾ ദേഷ്യപ്പെടാതെയൊക്കെയായി. പിന്നെ അവിടുന്ന് ഞാൻ കോഴ്സ് പഠിച്ചിറങ്ങി. ഞാൻ ആദ്യമായിട്ട് ഒരു ചേച്ചിക്ക് വാക്സ് ചെയ്തു. അപ്പോൾ ആ ചേച്ചിയുടെ കയ്യിലെ തൊലി അങ്ങ് പോയി. ഞാൻ ഭയങ്കര ടെൻഷനായി, ഇനി എന്ത് ചെയ്യും, കാരണം എനിക്കിനി കസ്റ്റമറിനെ തന്നില്ല, എന്ത് ചെയ്യുമെന്ന്. അന്ന് കോഴ്സിന് 8000 രൂപയുള്ളൂ കേട്ടോ. അപ്പം അമ്മ പറയും 8000 രൂപ എന്നാലും കുഴപ്പമില്ല, നീ പഠിക്കുക. അപ്പോൾ ചേച്ചി അന്ന് ലാബ് ടെക്നീഷ്യനായിരുന്നു. അപ്പോൾ ചേച്ചിയും കുറച്ച് ഫണ്ട് തന്ന്, അമ്മയും തന്ന്, എല്ലാവരും അച്ഛനും എല്ലാവരും കുറേശ്ശെ. പിന്നെ തികയാതെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ചേച്ചി ഞാനിവിടെ വർക്ക് ചെയ്തിട്ട് കുറച്ച് പൈസ തരാം. അപ്പോൾ ചേച്ചി പറഞ്ഞു ഓക്കെ അന്ന് അങ്ങനെ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഈ വാക്സ് ചെയ്ത് തൊലി പോയി കഴിയുമ്പോൾ ടെൻഷനായി. പക്ഷേ ആ ചേച്ചി ഒരു കുഴപ്പമില്ല, ചേച്ചി വിദ്യ കുഴപ്പമില്ല, നീ കൂളായിട്ടിരിക്കുക. ആ ക്ലയൻറ്റ് ഒരു മാസം കഴിഞ്ഞ് പിന്നെ വന്നപ്പോൾ പിന്നെ വിദ്യ എന്ത് ചെയ്യുന്നു ചോദിച്ചു. അപ്പോൾ ഞാൻ ദൈവമിനി വഴക്ക് പറയുന്നു, വിദ്യ തന്നെ ചെയ്യട്ടെന്ന്. അപ്പോൾ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയി. അങ്ങനെ ഞാൻ വാക്സ് ചെയ്യാൻ നന്നായിട്ട് പഠിച്ചു. അതുപോലെ പല നമ്മുടെയൊക്കെ സ്റ്റാഫുകൾ വന്നപ്പോഴും പെഡിക്യൂർ ചെയ്യുന്ന ഒരു നാണംകേട എന്നൊരു മെൻറ്റാലിറ്റി വന്നു. ഞാൻ ചോദിച്ചു, ഒരാളുടെ കാല് വൃത്തിയാക്കുന്ന അത്ര കുറഞ്ഞ കാര്യമല്ല. കാലെന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ ഏറ്റവും ഭംഗിയുള്ള ഒരു പാട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം ഞാൻ നന്നായിട്ട് പെഡിക്യൂർ ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക്, അതായത് ഏറ്റവും മനുഷ്യൻ എപ്പോഴും താഴേന്ന് എല്ലാം തുടങ്ങണ്ടേ, മേളിൽ നിന്ന് തുടങ്ങണമെന്ന് അത് പറ്റുന്ന കാര്യമൊന്നുമല്ല. അപ്പോൾ ഒരിക്കലും നമുക്ക് ഡൗൺ അറിയാതെ പോകും. അപ്പം ഞാനെപ്പോഴും ആ പെഡിക്യൂറ്, വാക്സിങ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്തതാണ്. പിന്നെ അവിടെ നിന്ന് പഠിച്ചിറങ്ങി. പിന്നെ ഞാൻ 2-3 സ്ഥലത്തൊക്കെ പ്രാക്ടീസിനൊക്കെ നിന്നു. അതിനുശേഷം ഞാൻ എറണാകുളത്ത് ജോലിക്ക് വന്നു. അപ്പോൾ എൻ്റെ ഒരു വിചാരം എന്താ വെച്ചാൽ, എറണാകുളത്ത് വന്നാൽ പിന്നെ ഞാൻ ഭയങ്കര കാശുകാരിയാവും. പിന്നെ കാശുകാരിയായി പിന്നെ എല്ലാം ആയല്ലോ. അപ്പം എറണാകുളത്ത് വന്നാൽ അതിലും വലിയ ട്രാജഡി ആയിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പം പുള്ളിക്കാരൻ പറഞ്ഞു, പുള്ളിക്കാരൻ എന്തോ സിനിമ ഫീൽഡൊക്കെ ആയിരുന്നു. എവിടെയെങ്കിലും ഒരു ക്ലിനിക്കിൽ കയറി, അപ്പം വലിയൊരു പാലം, ഒരു 6 റൂമുണ്ട്. അതായത് സ്ട്രെയിറ്റ് നേരെയുള്ള 6 റൂം, ഒരു റൂം 2 റൂം അങ്ങനെ. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേന് ഏറ്റവും ലാസ്റ്റ് റൂമിലാണ് ഞാൻ താമസിക്കുന്നത്. അപ്പം തൊട്ട് ഫ്രണ്ടിലോട്ട് പാർലറും. അപ്പം എനിക്കന്നേരം 18 വയസ്സ് അങ്ങോട്ട് കഴിഞ്ഞതേ ഉള്ളൂ. അതിനകത്ത് തന്നെ താമസം. അപ്പോൾ ആദ്യം ഞാൻ ചെന്നപ്പോൾ ഒരു ചേച്ചി ഉണ്ടായിരുന്നു. പിന്നെ ഒരു 2 മാസം കഴിയുമ്പോൾ ആ ചേച്ചി അങ്ങ് പോയി. അപ്പോൾ എനിക്ക് പേടിയുണ്ട് ഒറ്റയ്ക്ക് താമസിക്കാനൊക്കെ. അപ്പോൾ പുള്ളിക്കാരി വലിയ സ്നേഹം ആദ്യമൊക്കെ ചെന്നപ്പോൾ. അപ്പോൾ ഫുഡ് നമുക്കൊരു ചേച്ചി കൊണ്ടുതരുക, പുറത്തുനിന്നുള്ളൊരു ചേച്ചി. അപ്പം ചില ദിവസമൊന്നും കൊള്ളത്തില്ല ഫുഡ്. അപ്പോൾ എനിക്കിത് പറയാൻ പേടിയാണ്. പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരി ഇനി ഈ ഫുഡ് കൂടെ കട്ട് ചെയ്യുന്നൊരു പേടിയുണ്ട്. അപ്പം ഞാനത് പറഞ്ഞില്ല. അങ്ങനെ ആയി കുറേ നാൾ കഴിഞ്ഞപ്പം എനിക്ക് ഒരു 4 ജോഡി ഡ്രസ്സേ ഉള്ളൂ മൊത്തത്തിൽ. അപ്പം ഈ 4 ജോഡി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഇടുന്നത്. അപ്പം എന്നോട് പറഞ്ഞു സാലറി അപ്പോൾ തരുന്നില്ല, 1 മാസം 2 മാസം സാലറി തരുന്നില്ല. അങ്ങനെ ആയപ്പോഴത്തേന് ഞാൻ ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു 10-14 വർഷമായി ഞാൻ ഫീൽഡ്, കുറേ വർഷം മുമ്പുള്ള കഥ കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ. അപ്പോൾ ചേച്ചിയുടെ പറഞ്ഞു, ചേച്ചി എനിക്ക് സാലറി ഇപ്പം അതിന് വിറ്റ് നാട്ടിൽ പോകുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞില്ല. അപ്പോൾ പിന്നെ എന്തിനാ ഇപ്പോൾ പൈസ? അപ്പോൾ ഞാനും ചിന്തിച്ചു, ശരിയാണ് ഇപ്പോൾ എന്തിനാ പൈസ, എനിക്കിതിൻ്റെ ആവശ്യം. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് പോലും നമുക്കില്ല. അപ്പോൾ പുള്ളിക്കാരോട് ഞാൻ ചേച്ചി എനിക്കൊരു ഡ്രസ്സ് എടുക്കാനാന്ന് പറഞ്ഞു. അതിനെന്താ ഞാൻ മേടിച്ചു തരാമെന്ന് പറഞ്ഞു. പുള്ളിക്കാരി അങ്ങനെ എന്നെ ലുലുവിൽ കൊണ്ടുപോയി. ഞാൻ ആദ്യമായിട്ട് ലുലു മാൾ അങ്ങനെ കാണുന്നത്. അവിടെ കൊണ്ടുവന്ന് എനിക്ക് കുറേ ഡ്രസ്സൊക്കെ എടുത്തുനിന്ന് ഫുഡൊക്കെ മേടിച്ച് ഭയങ്കര സന്തോഷമായി എനിക്ക്. അപ്പോൾ ഞാൻ ഓർത്ത് എന്ത് നല്ല മനുഷ്യത്തിയാണ്. അതെല്ലാം കഴിഞ്ഞ് ഒരു 2 ദിവസം കഴിയുമ്പോൾ ഞാൻ പറഞ്ഞു, ചേച്ചി എനിക്കൊരു 1000 രൂപ തരുമോ വീട്ടിലൊന്ന് കൊടുക്കാനെന്ന്. അയ്യോ വിദ്യയുടെ സാലറി എല്ലാം തീർന്നു കേട്ടോ, 2 മാസത്തെ സാലറി എല്ലാം തീർന്നു. ഞാൻ ചോദിച്ചാൽ അതെങ്ങനെ? അത് വിദ്യക്ക് ഡ്രസ്സൊക്കെ വാങ്ങി ഫുഡൊക്കെ കഴിച്ച് പൈസ തീർന്നു പോയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ ശരിക്കും ആദ്യം ഒന്ന് ഷോക്കായിപ്പോയി. കാരണം പൈസയില്ല, ഈ ഡ്രസ്സ് മേടിച്ച് തന്ന റീസൺ പറഞ്ഞുകൊണ്ട് നമ്മുടെ കയ്യിൽ ഒന്നും ഇല്ലാതായിപ്പോയി. അതിനുശേഷം പിന്നെ ഞാൻ ഭയങ്കര വിഷമമായി. കുറേ ആയപ്പോഴത്തെ പുള്ളിക്കാരുടെ ടോർച്ചറിങ് കൂടിക്കൊണ്ടേ ഇരുന്ന് ഈ പറഞ്ഞ പോലെ നമ്മൾ എന്ത് ചെയ്താലും പുള്ളിക്കാരിക്ക് ഓക്കെ അല്ല. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് അവിടെ എപ്പോഴും മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഈ ക്ലാസ്സുകൾ
ഹെയർ സ്പൈയുടെ സ്മൂത്തനിങ്ങിൻ്റെ ഒക്കെ. അപ്പം ഒരു 13 പേരുള്ള ഒരു ക്ലാസ്സായിരുന്നു. അപ്പോൾ ആ ക്ലാസ്സിൽ ഈ ചേച്ചി ഞാനും ചേച്ചി ഉൾപ്പെടെ 15 പേരാണ്. അപ്പോൾ പുള്ളിക്കാരി ഉച്ചയായപ്പോൾ എന്നോട് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അവരുടെ വീട്ടിലൊരു ജോലിക്കാരിയെ കണക്കിന് എന്നെ കാണുന്നത്. കാരണം അവരുടെ പിള്ളേരെ നോക്കണം, പിള്ളേരെ അതായത് ബസ്സിൽ ഇറങ്ങുമ്പോൾ ബസ്സിൽ നിന്ന് തിരിച്ച് വിളിച്ചുകൊണ്ട് വന്ന് പാല് തിളപ്പിച്ച് കൊടുക്കണം. ഈ കുഞ്ഞു പിള്ളേർ ഭയങ്കര മെനയാണ്. അപ്പം തിളച്ച പാലൊക്കെ എൻ്റെ കയ്യിലൊഴിക്കും. അപ്പോൾ ഇതൊന്നും എനിക്ക് തിരിച്ച് പറയാൻ പറ്റത്തില്ല. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ കാരണം പുള്ളിക്കാരി എന്നോട് തിരിച്ച് പിന്നെ കുഞ്ഞല്ലെന്ന് വെച്ചാൽ ഞാനും അങ്ങ് ക്ഷമിക്കും. അങ്ങനായി എന്നോട് പോയി 14 ബിരിയാണി മേടിച്ചോണ്ട് വന്നു. അപ്പം ഞാൻ പോയി ബിരിയാണിയൊക്കെ മേടിച്ചോണ്ട് വന്നു. അപ്പം ഞാൻ നല്ല മെലിഞ്ഞുണങ്ങിയാണ് ഇരിക്കുന്നത്. അപ്പം ഇതെല്ലാം മേടിച്ചോണ്ട് വന്നു. അപ്പോൾ ഇവരെല്ലാവരും ഫുഡ് കഴിച്ച്. അപ്പം ഞാൻ നിൽക്കും, എനിക്ക് ഫുഡില്ല. അപ്പം 2 മണിയായി 3 മണിയൊക്കെ അടുക്കാറായപ്പോൾ എനിക്ക് നല്ല വിശന്ന്. എനിക്ക് ഫുഡില്ല, എനിക്ക് എനിക്ക് തന്നില്ല. അന്ന് ഫുഡ് വന്നുമില്ല, അതൊന്നും എനിക്കറിയില്ല. അപ്പം ഞാനപ്പോൾ ഒന്നും മിണ്ടിയില്ല. ഞാനിങ്ങനെ ഇരുന്ന് കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേന് ഇതിലൊരു ചേച്ചി കോൾ അതാണ് ചെയ്തുകൊണ്ടിരുന്നത്. പുള്ളിക്കാരി എന്ന് ഫുഡ് കഴിച്ചില്ല, അവിടെ എന്ന് വെച്ചാൽ കുറച്ച് കഴിച്ചു, കൈയിട്ടിളക്കിയിട്ട് അവിടെ അങ്ങ് വെച്ചു. ഞാനിപ്പോഴും ആ ചേച്ചിയുടെ പേര് ഓർക്കുന്നുണ്ട്, ശ്രീജ എന്നാണ്. ഞാൻ ആ ചേച്ചിയോട് എപ്പോഴും ഭയങ്കര നന്ദിയുണ്ട് എനിക്ക് ആ ചേച്ചിയോട്. കാരണം ആ ചേച്ചി അത് വെച്ചത് കൊണ്ടാണ് എനിക്ക് കഴിക്കാൻ പറ്റിയത്. അപ്പം ഞാൻ എന്ത് ചെയ്തു, കുറേ നേരം വെയിറ്റ് ചെയ്ത് വേസ്റ്റിൻ്റെ തൊട്ടിപ്പുറത്തായിരിക്കും. ഞാനപ്പോൾ അതെടുത്ത് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും അപ്പോൾ പുള്ളിക്കാരി പുള്ളിക്കാരി കണ്ടു. വിദ്യക്ക് ഫുഡില്ല. ഞാൻ പറഞ്ഞു ചേച്ചി ഞാൻ ഇത് കഴിച്ചോളാം എന്ന് പറഞ്ഞു. പുള്ളിക്കാരിക്ക് ആകെ വിഷമമായിപ്പോയി. ആ ഒരു പുറത്തുനിന്ന് വന്ന ഒരാൾ കേട്ടോ. ഞാനത് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. കാരണം ഞാനിങ്ങനെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് വേസ്റ്റ് കഴിക്കുക എന്ന് പറഞ്ഞാൽ. നമുക്ക് ആ സിറ്റുവേഷൻ വരും നമ്മൾ ചിന്തിക്കുന്നില്ല. മറ്റൊരാളുടെ വേസ്റ്റ് കഴിക്കുക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും മോശപ്പെട്ട ഒരു കാര്യമായിട്ട് അന്ന് വരെ ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ അന്ന് എനിക്ക് മനസ്സിലായത് നമുക്ക് വിശന്നാൽ നമ്മൾ എന്തും കഴിച്ചു പോകും. അതിന് ഉപ്പുണ്ടോ മുളകുണ്ടോ രുചിയുണ്ടോ എന്ന് നമ്മൾ നോക്കത്തില്ല. അപ്പം ഞാനത് കഴിച്ചു. അന്നേരം എനിക്ക് ഭയങ്കര ഒരു സങ്കടമുണ്ട്. എന്നാലും ഇവരെന്താ എന്നോട് ഇങ്ങനെ കാണിക്കുന്നത്, നന്നായിട്ട് ഞാൻ ജോലി ചെയ്യുന്നില്ല, ഞാൻ മോശമായിട്ട് പെരുമാറുന്നില്ല. ഇതെല്ലാം കഴിഞ്ഞിട്ട് കുറേ ദിവസമായപ്പോൾ ഞാൻ പറഞ്ഞു ചേച്ചി എനിക്ക് പറ്റുന്നില്ല, ഒന്നെങ്കിൽ എനിക്ക് സാലറി തരണം. അതിവിടെ വർക്കില്ലാതെ അങ്ങനെ തരുന്നത്. അത്യാവശ്യം നല്ല വരുമാനമുള്ള സ്ഥാപനമാണ്. അങ്ങനെ എന്തൊക്കെയോ എനിക്കറിയില്ല. അവിടെ നാട്ടിലോട്ട് വരാൻ എനിക്ക് 1 രൂപ വണ്ടിക്കൂലി പോലും ഇല്ലായിരുന്നു. അങ്ങനെ ആയപ്പോൾ ഒരു ക്ലയൻറ്റ് വന്നു. അവർക്ക് എന്നെ ഭയങ്കര കാര്യമാണ്. പിന്നെ ഈ വിശപ്പ് ഒരു വലിയ പ്രശ്നമായിരുന്നു എനിക്ക്. ആക്ച്വലി രാവിലെയും കഴിക്കാനില്ല. അങ്ങനെ ഞാൻ തൊട്ടടുത്തൊരു അമ്പലമുണ്ട്. ആ അമ്പലത്തിൽ രാവിലെ ഭിക്ഷാടനക്കാർക്ക് ഫുഡ് കൊടുക്കുന്നുണ്ട്. അതായത് വണ്ടിയിൽ ഇങ്ങനെ ആൾക്കാർ കൊണ്ട് ഫുഡ് കൊടുക്കും. ഞാനും ആ ക്യൂ നിൽക്കാൻ തുടങ്ങി. അവിടുന്ന് ഫുഡ് മേടിച്ച് കഴിക്കാൻ തുടങ്ങി. അപ്പം 1-2 ദിവസമായപ്പോൾ എനിക്ക് ആകെ ഒരു സെറ്റും ഉണ്ട് കയ്യിലുള്ളത്. അത് കൊടുത്തോണ്ട് എന്നും പോകുന്നത്. അമ്പലത്തിൽ പോകുന്ന ഫീൽ വേണമല്ലോ, അതുകൊണ്ട് അങ്ങനെ അങ്ങ് പോകും. എന്നും പോയി അവിടുന്ന് ക്യൂ നിന്ന് ഫുഡ് മേടിച്ച് കഴിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ ഇരിക്കുന്ന സ്വാമിമാരൊക്കെ എന്നെ നോക്കാൻ തുടങ്ങി. കാരണം അവർക്കുള്ള ഫുഡാണല്ലോ നമ്മളും പോയി ക്യൂ നിന്ന് മേടിക്കുന്നത്. പിന്നെ ഞാൻ അതങ്ങ് നിർത്തി. അവരൊന്നും പറഞ്ഞിട്ടല്ല, മോശമല്ലേ ചെയ്യുന്നതെന്നൊരു തോന്നൽ. അങ്ങനെ അമ്പലത്തിൽ നിന്ന് പരിചയപ്പെട്ട ഒരു ആൻറ്റി എൻ്റെ കൂടെ സ്ഥാപനത്തിൽ വന്ന് ത്രെഡ് ചെയ്യാനൊക്കെ തുടങ്ങി. അപ്പം ഞാനിങ്ങനെ പറഞ്ഞ് കുറേ ആയപ്പോൾ ഞാൻ ഒരു ത്രെഡ് ചെയ്യാൻ വരുന്നത് ചേച്ചി എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുമോ. അപ്പം 3 ദിവസം അടുപ്പിച്ചായി. നല്ല ആഹാരം കഴിക്കാൻ കൊതി കൊണ്ട് ഭക്ഷണം പോലും തരാതെ ആൾക്കാർ അങ്ങനെയുള്ള അങ്ങനെയൊക്കെ ചെയ്യോ? ഇഷ്ടം പോലെ ചെയ്യാൻ പറ്റുമോ? അയ്യോ. അതിനുശേഷം ഞാൻ ആ ചേച്ചിയോട് പറഞ്ഞു ചേച്ചി എനിക്ക് നല്ല വിശക്കുന്നുണ്ട്, എനിക്ക് എന്തെങ്കിലും ആഹാരം തരുമെന്ന് ചോദിച്ചു. അപ്പോൾ ഈ പുള്ളിക്കാർ എന്ത് ചെയ്യും, വർക്കുണ്ടെന്ന് പറഞ്ഞാൽ അങ്ങ് പോകും. നമ്മൾ കഴിച്ചോ, നമ്മൾ എങ്ങനെയാണ് വേണമെന്ന് വെച്ചാൽ എനിക്ക് അവിടെ വരുന്ന വർക്കിൻ്റെ പൈസ എടുക്കാം. പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കാണിക്കുന്ന നെറുകേടാണ്. പക്ഷെ ഞാൻ അങ്ങനെ ഒരിക്കലും പോലും ചെയ്തിട്ടില്ല. എന്നിട്ട് ആ ചേച്ചി എന്ത് ചെയ്തു, എനിക്ക് വീട്ടിൽ നിന്ന് ചോറും സാമ്പാറും അന്ന് എപ്പോഴും ഓർക്കുന്നുണ്ട് മെഴുക്കുവരട്ടിയൊക്കെ കൊണ്ടുവന്നു. ഞാനത് കഴിച്ചു വന്നപ്പോഴൊക്കെ എൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം വരുക. കാരണം എൻ്റെ ഗതികേട് ഇതായി പോയല്ലോ എന്ന് ഓർത്തിട്ട്. അപ്പോൾ ചേച്ചി പറഞ്ഞു വിദ്യ നീ വീട്ടിൽ അറിയിക്കും. ഞാൻ പറഞ്ഞു ചേച്ചി എനിക്ക് വീട്ടിൽ അറിയിക്കാൻ പറ്റത്തില്ല, കാരണം അവർക്ക് വിഷമാവും, ജോലി കളഞ്ഞിട്ട് ചെന്നാലെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞ് ഓക്കെ. പക്ഷേ എന്നിട്ടും പറഞ്ഞില്ല വീട്ടിൽ അറിയിക്കണം. അങ്ങനെ ഇരുന്നപ്പം എനിക്കറിയാവുന്ന ഒരു പുള്ളിക്കാരൻ ആ റോഡിൽ കൂടെ പോയി. അപ്പം ഞാൻ ഓടിപ്പോയ ചേട്ടാ പുള്ളിക്കാരൻ പാർലറാണ്. ഞാൻ പറഞ്ഞു ചേട്ടാ എന്നെ ഓർക്കുന്നുണ്ട് വിദ്യ. ഞാൻ പറഞ്ഞു ചേട്ടാ എനിക്ക് അവിടെ എന്തെങ്കിലും ജോലി റെഡിയാക്കി തരുമോ. അപ്പം നമ്മുടെ പുതിയ സ്ഥാപനം വരുന്നത് നീ വരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ. അങ്ങനെ ഞാൻ നേരെ ഇവിടുന്ന് ജോലി നിർത്തി. ഞാൻ ഇവരോട് എടുത്തടിച്ച് പറയാൻ പറ്റത്തില്ല. അപ്പോൾ പുള്ളിക്കാർ പറഞ്ഞു, എന്നോട് പറഞ്ഞ വാക്ക് ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്, നീ ഇവിടുന്ന് ഇറങ്ങിയാൽ നിന്നെ കേരളത്തിൽ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യാൻ സമ്മതിക്കത്തില്ല. ശരി. അത്രയ്ക്ക് അപ്പോൾ കേരളത്തിൽ ഈ ഭക്ഷണം തരാത്ത ചേച്ചിയുടെ സ്ഥാപനം ഇപ്പോൾ ഇവിടെ ഉണ്ടോ? ചേച്ചിയുടെ സ്ഥാപനം എനിക്ക് സത്യം പറഞ്ഞാൽ ഒരുപാട് തവണ എറണാകുളത്ത് വന്നപ്പോൾ കഴിഞ്ഞിടയ്ക്ക് ഞാൻ ചുമ്മാതെ പോയി നോക്കിയപ്പം അങ്ങനെ ഒരു ബിൽഡിംഗ് ഞാൻ അവിടെ കാണുന്നില്ല, സ്ഥാപനവും കാണുന്നില്ല. അതിനുശേഷം ഞാൻ അവിടുന്ന് നമുക്കറിയാവുന്ന ഒരു ചേട്ടനെ റോഡിൽ കൂടെ പോയ ടൈമിൽ ഞാൻ ഓടിപ്പോയി പുള്ളിയോട് സംസാരിച്ചു. വീട്ടിലോട്ട് വിളിക്കാൻ വേണ്ടി നമ്പർ കുത്തി അതിനകത്തൊന്ന് വിളിച്ച് വീട്ടിൽ പറഞ്ഞു ഒന്ന് എന്നെ വിളിക്കാൻ വരുമോ. അപ്പോൾ ഞാൻ ചേട്ടനോട് ചോദിച്ചു ചേട്ടാ ജോലി എന്തെങ്കിലും റെഡിയാക്കാൻ പറ്റുമോ. പുള്ളി തന്നെ നമ്മുടെ പുതിയ സ്ഥാപനം വരുന്നുണ്ട്, അതിനെന്താ നീ ധൈര്യമായിട്ട് പോരാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയി. അപ്പോൾ നാട്ടിൽ ചെന്നാൽ ജോലി ഇല്ലാതെ നിൽക്കണ്ടല്ലോ. അപ്പോൾ എനിക്ക് ജോലി ഒരു വലിയ പ്രശ്നമായിരുന്നു. കാരണം ജോലി ഇല്ലാതെ വീട്ടിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് ചിന്തിക്കാൻ പറ്റത്തില്ലായിരുന്നു. അങ്ങനെ ഞാൻ അവിടുന്ന് എങ്ങനെയൊക്കെയോ നാട്ടിലോട്ട് വരാൻ നേരം പുള്ളിക്കാരുടെ അന്നേരമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ പുള്ളിക്കാരി എന്നോട് എടുത്ത് ഉടനെ പറഞ്ഞു
നീ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ കേരളത്തിലൊരു സ്ഥാപനത്തിൽ നിനക്ക് ജോലി തരാൻ പറ്റാതാക്കും. അതുപോലെ തന്നെ നിൻ്റെ ഈ ഒരു പ്രൊഫഷൻ പിന്നെ നീ സ്വപ്നത്തിൽ മാത്രം കാണേണ്ടി വരുമെന്ന്. അപ്പം ഞാൻ പറഞ്ഞു ശരി, കാരണം ഞാൻ ശരിക്കും അവർക്ക് സംഭവിച്ചു. ഇപ്പം അവർക്ക് അതൊക്കെ സംഭവിച്ചു. ഞാൻ ശരിക്കും പേടിച്ചു പോയി. കാരണം എന്താണെന്ന് വെച്ചാൽ ജോലി ഇല്ലാതെ ആക്കുമോ, കാരണം അവർ എന്ന് വെച്ചാൽ വലിയ സിനിമ ഫീൽഡിലെ ആളാണെന്നാണ് പുള്ളിക്കാരി പറയുന്നത്. പിന്നീട് ഞാൻ അറിഞ്ഞു അങ്ങനെ വലിയ സംഭവം ഒന്നും അല്ല പുള്ളിക്കാരി എന്നുള്ളത്. അതായത് ഇപ്പം ആർട്ടിസ്റ്റിൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുത്തു എന്ന് കരുതി അവരെ ഒരുക്കിയ ആളെന്നോ അവരുടെ പേഴ്സണൽ ആളാണെന്നോ ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഫോട്ടോ വെച്ച് നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ അന്നത്തെ എൻ്റെ അറിവ് കൊണ്ട് ആ അറിവിൽ അവർ സൂപ്പറായിരുന്നു എനിക്ക്. അപ്പോൾ അതിനുശേഷം പിന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഞാൻ മറ്റൊരു സ്ഥാപനത്തിൽ ജോലിക്ക് ചെയ്യുന്നു. അവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എൻ്റെ കളർ വലിയൊരു പ്രശ്നമായിരുന്നു. അതെല്ലായിടത്തും അത് എവിടെ ചെന്നാലും എനിക്കൊരു വർക്ക് കിട്ടാതെ പോകുന്നതും കാണാൻ ഭംഗിയില്ല. അതായത് കറുത്തതാണ്. പിന്നെ എൻ്റെ കാസ്റ്റ് ഒരു വലിയ പ്രശ്നമായിരുന്നു. അപ്പോൾ SC കാസ്റ്റ് എന്ന് പറഞ്ഞ ആൾക്കാർക്ക് ഭയങ്കര പുച്ഛമാണ്. എന്നോട് മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് എനിക്കത് നന്നായിട്ട് ഫീൽ ചെയ്തു. അപ്പം ഞാൻ ക്ലീനിങ് സെക്ഷൻ വരും, ഇവരെല്ലാം എന്നെ അങ്ങേപ്പിക്കും. അതായത് ഇന്ന കാസ്റ്റ് അല്ലേ, നീ കറുത്തല്ലേ, നീ ഇന്ന പണി ചെയ്യും. അപ്പോൾ ആ സെക്ഷനായി. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. അപ്പം ഇത് പറയാനും പേടി, അതൊരു പേടി, എനിക്ക് ഭയങ്കര പേടിയായിരുന്നു എനിക്ക് എല്ലാവരെയും. കാരണം ഞാൻ തുറന്ന് പറഞ്ഞാൽ എന്നെ ഒഴിവാക്കും എന്നുള്ള പേടിയായിരുന്നു എനിക്ക്. അപ്പം അത് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ അവിടുന്ന് ക്ലീനിങ്ങുമായി അതും ഇത് ഇൻസൾട്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു ജാതി വെച്ചിട്ടുള്ളൊരു സംഭവം ശരിക്കും കേരളത്തിൽ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ധാരാളം ഉണ്ട് എന്നുള്ളത് ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം അവിടെ ഫസ്റ്റ് ഓഫ് ഓൾ ഈ സർനെയിം ഒരു വലിയൊരു ഫാക്ടറാണല്ലോ. എന്താ പറയുക, അവർക്ക് ഭയങ്കര അവർ സർനെയിം ഇല്ലെങ്കിൽ അവർ ചോദിക്കും എന്താണ് സർനെയിം എന്ന് ചോദിച്ചെങ്കിലും മനസ്സിലാക്കുക അവർ. അത് ഭയങ്കരമായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. കേരളത്തിൽ ഈ ഗവൺമെൻറ് ഓഫീസുകളിൽ ഭയങ്കരമായിട്ട് ഈ ഗവൺമെൻറ് ജീവനക്കാർക്കിടയിൽ ഈ ഒരു ഇതുള്ളതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. കുറച്ച് ആൾക്കാരൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ സംഭവം. ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ ഒരു കുഞ്ഞുനാൾ മുതൽ അനുഭവിച്ചിട്ടുണ്ട്. കാരണം എൻ്റെ അമ്മ വീടുകളിൽ ജോലിക്ക് പോകുന്ന ഒരാളായിരുന്നു. അപ്പം ഞാൻ ശനി ഞായറും അമ്മയുടെ കൂടെ പോകും. അപ്പം എനിക്ക് അന്നും എന്തോ ഇഷ്ടമെന്ന് വെച്ചാൽ ഞാനും പോയി പണിയെടുത്താൽ എനിക്കും 100 രൂപ തരും അവർ. അപ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷമാണ്. കൊച്ചു ജോലി ഞാൻ ബാത്റൂം കഴിയുമൊക്കെ കൊടുക്കും. അപ്പോൾ ബാത്റൂം എല്ലാം കഴുകി കഴിയുമ്പോൾ അവരെനിക്ക് 100 രൂപ തരും. അപ്പോൾ എനിക്കത് ഭയങ്കര, അന്നും നമുക്ക് പണിയെടുത്താൽ കാശ് കിട്ടും. തൊട്ടപ്പുറത്തെ വീട്ടിലൊരു അമ്മച്ചിയുണ്ട്. അമ്മച്ചിയുടെ വീട്ടിൽ ഞങ്ങൾ ശനിയും ഞായറും പോയി തൂക്കാനും അന്നൊക്കെ ഈ ചക്കയൊക്കെ പെറുക്കുന്ന ഭയങ്കര വെച്ചാൽ പണിയാണ്. പക്ഷേ അത് നമുക്കിഷ്ടമാണ്. ഞങ്ങളുടെ വീട്ടിൽ പാൽച്ചായ ഇല്ല, കാരണം പാല് മേടിക്കാനുള്ള പൈസ ഇല്ല, അതുകൊണ്ട് പാൽച്ചായ ഇല്ല. അപ്പോൾ ഈ അമ്മച്ചിയുടെ വീട്ടിൽ ഈ ജോലി ചെയ്താൽ ഞങ്ങൾക്ക് പാൽച്ചായയും തരും, 2 മൊണോക്കയുടെ ബിസ്ക്കറ്റും തരും. അപ്പോൾ ഞങ്ങളുടെ സന്തോഷം, അയ്യോ ഇത് കിട്ടുമല്ലോ. അപ്പോൾ ചേച്ചി പറയുമ്പോൾ നമുക്ക് പോവാം. അപ്പോൾ ഞാനും ചേച്ചിയും കൂടെ പോയി ജോലിയെല്ലാം ചെയ്ത് കഴിയുമ്പോൾ അത് ഒരു നല്ല മുറ്റമുണ്ട് കേട്ടോ. തൂത്തെല്ലാം കഴിയുമ്പോൾ നല്ല ബുദ്ധിമുട്ടാണ്, പക്ഷേ എന്നാലും ഞങ്ങൾ ചെയ്യും. അപ്പോൾ അത് 6ാം ക്ലാസ് മുതൽ ഞങ്ങൾ ചെയ്യുന്ന ജോലിയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ജോലി ചെയ്യുന്നതിന് മടിയൊന്നുമില്ലായിരുന്നു. അപ്പം അന്നേരം ചിന്തിക്കണ്ടേ അത്രയും പണിയെടുത്തിട്ടാണെന്നല്ല, അത് തരുമല്ലോ എന്നുള്ള സന്തോഷത്തിലാണ് നമ്മൾ ജോലി ചെയ്യുന്നത്. പിന്നെ ശനിയാഴ്ച ദിവസം ആയിക്കഴിഞ്ഞാൽ തലേദിവസത്തെ ചോറ് കാണും ചിലപ്പോൾ അവിടെ. അപ്പോൾ തലേദിവസത്തെ ചോറും ചക്ക നമ്മൾ പൊളിച്ചു കൊടുത്താൽ ചക്ക വേവിച്ചും തരും, മോരുകറിയും തരും, മെഴുക്കുവരട്ടിയും തരും. ഇത്രയും സാധനം കിട്ടുമ്പോൾ ഞങ്ങൾ ഹാപ്പിയാണ്. കാരണം നമുക്കൊരു നേരം ആഹാരം നല്ലത് കിട്ടിയല്ലോ എന്നൊരു, അതും അന്നും നമ്മൾ പണിയെടുത്തേ നമ്മളൊരിടത്ത് ജീവിക്കാറുള്ളൂ. അപ്പം പിന്നെ അപ്പോൾ അമ്മ ഒരു ദിവസം ജോലിക്ക് പോകാതായപ്പോൾ അവിടുത്തെ ആൻറ്റി പറഞ്ഞ് ഒരു കാര്യം എന്താ അമ്മ വരാത്ത ദിവസം മോളിങ്ങ് ജോലിക്ക് പോരും. അപ്പം വേലക്കാരിയുടെ മകൾ വേലക്കാരി. അപ്പം ആ ഒരു മെൻറ്റാലിറ്റിയാണ്. വേലക്കാരുടെ മകൾ എങ്ങനെ ബിസിനസ് ചെയ്യുന്നത്. എൻ്റെ അപ്പം തയ്യക്കാരനാണ്. അപ്പം അച്ചാച്ചനോട് അതിനും പറയാം മക്കളെ അങ്ങ് തയ്യൽ പഠിപ്പിക്കുക. അപ്പം തയ്യലൊക്കെ കുറഞ്ഞ ജോലിയായിട്ട് ആളുകൾ കാണുന്നത്, അതുകൊണ്ട് അതിൽ കൂടുതലൊന്നും നമുക്ക് പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ എൻ്റെ ആങ്ങളെയായിരുന്നു ഇവരുടെ എല്ലാം ഹോപ്പ്. കാരണം ആങ്ങളെ പഠിച്ചു കഴിഞ്ഞാൽ ജോലിയാകും, അപ്പനെയും അമ്മയും നോക്കും, പെങ്ങന്മാരെ കെട്ടിച്ച് വിടും. എനിക്കിപ്പോഴും മനസ്സിലാവാത്തൊരു കാര്യം, ഈ ആണിൻ്റെ തല ഇതെല്ലാം എന്തിനു വെച്ച് കൊടുക്കുന്നത് എന്നുള്ളതാണ്. എൻ്റെ പെൺപിള്ളേർക്ക് ഇതെല്ലാം ഒന്ന് ചെയ്തുകൂടെ? പെൺപിള്ളേർക്കും സ്വന്തമായിട്ട് വീട് വെക്കാനും വണ്ടി എടുക്കാനും സ്വർണം മേടിക്കാനും കല്യാണം നടത്താനും എല്ലാം പറ്റും. ഇതെല്ലാം ചെയ്ത ഒരാളാണ് ഞാൻ. കാരണം ഞാൻ സ്വന്തമായിട്ട് എൻ്റെ വീടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ കുഞ്ഞു വീടാണ്. അപ്പം ആ വീടൊക്കെ എൻ്റെ പേരിലാണ്. ഇതെല്ലാം സ്വന്തമായിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ പല കാലഘട്ടത്തിലും ആളുകൾ ഇങ്ങനെ ഇന്ന ആളെ ചെയ്യുമെന്നുള്ള ആൺപിള്ളേരുടെ തലേ ഭാരങ്ങൾ അടിച്ചേൽപ്പിച്ചിട്ട് അവൻ തിരിച്ചു പറഞ്ഞ ഉടനെ പറയും നിൻ്റെ കടമയാണെന്ന്. പെൺപിള്ളേർ ചെയ്ത അച്ചീവ്മെൻറ്റും ആൺപിള്ളേർ ചെയ്ത കടമയും അതെനിക്ക് മനസ്സിലാകുന്നില്ല. പെൺപിള്ളേർക്ക് ഈ കടമകളൊക്കെ ഉണ്ട്. അപ്പനെ അമ്മയെ നോക്കാനുള്ള കടമയുണ്ട്, വീട് വെക്കാനുള്ള കടമയുണ്ട്, സ്വന്തം കാര്യങ്ങൾ നോക്കാൻ. പലരും ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ പെണ്ണ് കാണുന്ന ടൈമിലാണെങ്കിലും പറയുന്നൊരു സാധനമുണ്ട്, നല്ല ജോലിയുള്ള ചെറുക്കൻ വേണം, സമ്പാദിക്കുന്നവൻ വേണം, ഇതെല്ലാം ചെറുക്കന് വേണം, എന്തുകൊണ്ട് പെണ്ണിനില്ല? എനിക്കത് ലോജിക്കലി എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പം ഇങ്ങനെ ഒരു കാലഘട്ടത്തിൽ ഞാൻ ജീവിച്ചത്. അപ്പം ഈ കാസ്റ്റ് ഒരു വലിയ പ്രശ്നമായി വന്നപ്പം ഞാൻ അവിടെ ആ ഇൻസൾട്ട് നേരിട്ടപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാൻ നിന്നപ്പം എനിക്ക് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു ആക്ച്വലി.
അപ്പോൾ ആ റിലേഷൻഷിപ്പുള്ള ആൾ വന്ന് ഞാൻ ജോലി റെഡിയാക്കി തരാം, ആൾ എനിക്കൊരു ജോലി റെഡിയാക്കി തന്നു. ഞാനിപ്പോഴും അയാൾ ആ ഒരു കാര്യത്തിൽ നന്ദി പറയുന്നത്. കാരണം അയാൾ ജോലി റെഡിയാക്കി തന്നതുകൊണ്ടാണ് എനിക്ക് ആ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ഞാൻ ആ സ്ഥാപനത്തിൽ ഒരു 8 വർഷത്തോളം വർക്ക് ചെയ്ത്. നല്ല സ്ഥാപനമായിരുന്നു. അത് നമ്മുടെ കോഴഞ്ചേരി തന്നെ ആയിരുന്നു. ഓണറൊക്കെ നല്ല കോപ്പറേറ്റീവ് മനുഷ്യനായിരുന്നു. അപ്പോൾ ആദ്യം ഞാൻ അവിടെ ഇൻ്റർവ്യൂവിന് ചെന്ന സമയത്ത് അവിടുത്തെ ഒരു ചേച്ചി എന്നോട് പറഞ്ഞ്, അയ്യോ ഇപ്പം ആളെ എടുക്കുന്നില്ല, അത് തന്നെയല്ല എക്സ്പീരിയൻസ് ഇല്ലാത്തവരെ എടുക്കുന്നില്ല എന്ന്. ആക്ച്വലി ഇന്നും ആ ചേച്ചിക്ക് പോലും അറിയത്തില്ല ചേച്ചി അങ്ങനെ പറഞ്ഞെന്നുള്ളത്. കാരണം അവർ മറന്നുപോയത്. അപ്പം ഞാൻ പറഞ്ഞു ശരി ഓക്കെ. അപ്പം ഞാനിങ്ങനെ വിഷമിച്ചിങ്ങനെ ഇറങ്ങിപ്പോകുന്ന സമയത്ത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പം ഈ ചേട്ടൻ എന്നെ കോൺടാക്ട് ചെയ്തിട്ട് പറഞ്ഞു, ഓണർ കോൺടാക്ട് ചെയ്തിട്ട്, വിദ്യ ഇതുപോലെ നമുക്ക് ആളെ ആവശ്യമുണ്ട് വരാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ. അങ്ങനെ ഞാൻ ചെന്നു. ഞാൻ നന്നായിട്ട് അത്യാവശ്യം നന്നായിട്ട് ത്രെഡ് ചെയ്യുമായിരുന്നു. അപ്പം ഈ ഒരു സ്ഥാപനത്തിൻ്റെ ഈ ഒരു വർക്കിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ നന്നായിട്ട് ത്രെഡ് ചെയ്യാൻ അറിയണം. അടിസ്ഥാനം അതാണ്. ത്രെഡ് ചെയ്യാൻ പെഡിക്യൂർ, വാക്സിങ്, ഇതാണ് അടിസ്ഥാനം. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ശരിയായിട്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പം ജെൻസും ലേഡീസും കൂടെ ഉള്ള പാർലറാണ്. അപ്പോൾ ഒരുപാട് ചേട്ടന്മാരുണ്ട്. ഞാൻ ഒറ്റയ്ക്ക് ഒരു പെങ്കൊച്ച് നിൽക്കുന്നു. അപ്പോൾ ആ ചേച്ചി അപ്പം ലീവായിരുന്നു. അപ്പോൾ ഒരു 10 ദിവസത്തേക്കാണ് ലീവ് എടുത്തത്. അപ്പോഴാണ് നമ്മളെ വിളിച്ചത്. എനിക്കറിയില്ല, ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് അവിടെ നിന്ന ശേഷം എനിക്ക് കോൺഫിഡൻസ് എന്ന സാധനം കിട്ടിയത്. കാരണം അവിടെ ചെന്നപ്പോൾ എല്ലാവരും കറുത്തവരാണ്. അപ്പോൾ എനിക്ക് ആ ഒരു എന്ന് വെച്ചാൽ വെളുത്തവരുടെ നിൽക്കുമ്പോഴാണ് ഇവരെല്ലാം എന്നെ ഇൻസൾട്ട് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് സമാധാനം, കളറിൻ്റെ കാര്യത്തിൽ സെറ്റായി. അപ്പോൾ അങ്ങനായി കുറേ പോയി നന്നായിട്ട് എന്നെ ഓണറിനെ അസിസ്റ്റ് ചെയ്ത് ഞാൻ എപ്പോഴും. അപ്പോൾ ചേട്ടൻ എന്നെ വഴക്ക് പറയും. ഞാൻ എന്ത് ചെയ്താലും പുള്ളി വഴക്ക് പറയും. അപ്പം ഞാൻ എന്ത് ചെയ്താലും ഞാൻ എന്നെ വഴക്ക് പറയുന്നത്. വേറെ ആർക്കും ഇത്രയും വഴക്ക് കേൾക്കുന്നില്ല. ഇത് അത് ചെയ്ത് ശരി ഇത്. അപ്പം ഞാൻ എന്തൊരു കഷ്ടം. അപ്പം ഞാൻ എന്ത് ചെയ്ത് എപ്പോഴും ഈ വഴക്ക് പറയുന്ന ജോലി ഞാൻ പിന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ വഴക്ക് പറയുന്ന ജോലിയിൽ ഞാൻ നന്നായിട്ട് ചെയ്യാൻ തുടങ്ങി. അന്നേരമാണ് എനിക്ക് മനസ്സിലാവുന്നത് നമ്മൾക്കൊരു ജോലി ചെയ്തിട്ട് ഒരാൾ മിസ്റ്റേക്ക് പറഞ്ഞാൽ നമുക്ക് തിരുത്താനുള്ള മനസ്സ് വേണമെന്ന്. അങ്ങനെ ഞാൻ എന്നിട്ട് ഹെയർ കട്ട് ചെയ്യാൻ പഠിച്ചു. ഉറക്കത്തിൽ വിളിച്ച് ഹെയർ കട്ട് ചെയ്യ വിദ്യ എന്ന് പറഞ്ഞാൽ ഞാൻ കട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പം പുള്ളിയെ അസിസ്റ്റ് ചെയ്യാൻ എല്ലാവർക്കും മടിയാണ്. കാരണം പുള്ളി വഴക്ക് പറയുന്നുണ്ട്. അപ്പോൾ പുള്ളിക്ക് ഹെയർ കട്ട് ചെയ്യാൻ കയറുന്ന സമയത്ത് എന്തൊക്കെ സാധനം വേണം, ഡ്രയർ, റോളർ കോമ്പ്, ഇതെല്ലാം ഞാൻ സെറ്റ് ചെയ്ത് വെക്കും. അന്നാലും പുള്ളി വിദ്യയെ എന്നൊരു വിളി. അപ്പം ഞാൻ ഓടിച്ചെല്ലും. അപ്പോൾ മറ്റവരാരും വരത്തില്ല. പക്ഷേ എനിക്കത് അതിൽ കൂടി ഞാൻ പഠിച്ചത് ബിസിനസ് ചെയ്യാൻ പഠിച്ചു, ക്ഷമ പഠിച്ചു, പിന്നെ എവിടെയൊക്കെ എന്തൊക്കെ സംസാരിക്കണം എന്ന് പഠിച്ചു. പിന്നെ നമുക്ക് വരുന്ന ക്ലയൻറ്റിൻ്റെ അടുത്ത് ഇപ്പോൾ എല്ലാ ക്ലയൻസും സീരിയസ് ആയിട്ടിരിക്കാൻ വരുന്നവരല്ല. പാർലറിലെന്ന് പറഞ്ഞാൽ ചിലർ എൻ്റർടൈൻമെൻറ്റായിട്ട് വരുന്നവരുണ്ട്. കാരണം അവർക്കൊന്ന് റിലാക്സ് ആവണം. അപ്പോൾ എൻ്റെ അടുത്ത് ഞങ്ങളുടെ ഓണർ ഇങ്ങനെ ഭയങ്കര റിലാക്സ് ആയിട്ട് നല്ല രസപുള്ളിയുടെ വർത്തമാനം കേൾക്കും. ഞാനത് കണ്ടാണ് പഠിച്ചത്. അതുവരെ എനിക്ക് ആവശ്യമില്ലാത്തടത്ത് വർത്തമാനം പറയാമായിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായി ആവശ്യമുള്ളിടത്തെ വർത്തമാനം പറയാമെന്ന്. അങ്ങനെ ഞാൻ പുള്ളിയുടെ അടുത്തു നിന്നാണ് ബിസിനസ് ചെയ്യാൻ പഠിച്ചത്. അപ്പോൾ പുള്ളിയുടെ കഥകൾ എനിക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ ആയിരുന്നു ആക്ച്വലി. ഞാൻ എപ്പോഴും തോറ്റ വ്യക്തികളെ നോക്കിയും പഠിക്കാറുണ്ട്, ഹൈ ലെവലിൽ നിൽക്കുന്നവരെ നോക്കാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇടയ്ക്ക് നിൽക്കുന്നവരെ മൈൻഡ് ചെയ്യാറില്ല. കാരണം ഇവർക്ക് പ്ലാനിങ്ങേ ഉള്ളൂ, നടത്താനായിട്ട് ഇറങ്ങിത്തിരിക്കത്തില്ല. തോറ്റ വ്യക്തി എന്ന് പറഞ്ഞാൽ അവൻ ശ്രമിച്ചിട്ടാണ് തോറ്റത്. സക്സസ് ആയെന്ന് പറഞ്ഞാൽ അവൻ എന്തൊക്കെ രീതിയിലാണ് സക്സസ് ആയെന്ന് നോക്കും. അപ്പോൾ ഇത് രണ്ടുമാണ് ഞാൻ എന്നും നോക്കുന്നത്. പിന്നെ ക്ലയൻറ്റിനെ ഡീൽ ചെയ്യുന്നത് എപ്പോഴും ഒരു ബിസിനസ്സിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ക്ലയൻറ്റിനെ ഡീൽ ചെയ്യുന്നത് തന്നെ സമാധാനമായിട്ട് സംസാരിക്കുക. കാരണം നമ്മളെ ചൊറിയാനായിട്ട് 100 പേരുണ്ട്. ഇതെല്ലാം തിരിച്ച് നമ്മൾ ചൊറിയാൻ നിന്നാലും അതിന് നേരം കാണത്തുള്ളൂ. അപ്പം ഞാൻ അടിസ്ഥാനം പഠിച്ചു, ക്ഷമ പഠിച്ചു. ക്ഷമ, പിന്നെ ക്ലയൻറ്റിനെ ഡീൽ ചെയ്യാൻ പഠിച്ചു. പിന്നെ വർക്ക് ചെയ്യാൻ ഹെയർ സെക്ഷൻ ഞാൻ നന്നായിട്ടിരുന്ന് പഠിക്കാൻ തുടങ്ങി. ഞാൻ മേക്കപ്പ് ഒന്നും എനിക്ക് ചെയ്യാൻ അറിയത്തില്ല, ഞാൻ പഠിച്ചതൊന്നുമല്ല. എൻ്റെ കൂടെ നിന്ന ചേച്ചി, എൻ്റെ സീനിയർ ചേച്ചി ഉണ്ടായിരുന്നു. ചേച്ചിയാണ് എന്നെ ആദ്യമായിട്ട് ഹെയർ കേൾ ചെയ്യാൻ പഠിപ്പിക്കുന്നത്. എന്നുവെച്ചാൽ കൈ കൊണ്ട് മൂസ് വെച്ച് സെറ്റ്. അപ്പോൾ അത് വലിയ സംഭവമായിരുന്നു. അപ്പോൾ ഇതൊക്കെ എപ്പോഴും എനിക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും എന്നെ ഹെൽപ്പ് ചെയ്തത് എനിക്ക് ഭയങ്കര ഓർമ്മയാണ്. പിന്നെ എന്നെ ദ്രോഹിച്ചവരെ ഞാൻ ഓർക്കാൻ ആഗ്രഹിക്കാത്തൊരു കാര്യം. കാരണം എല്ലാവർക്കും അവരുടേതായ റീസൺ ഉണ്ട് നമ്മളെ ദ്രോഹിക്കാൻ. കാരണം എല്ലാവർക്കും അവരുടെ നല്ല സൈഡുകൾ കാണും. നമ്മൾ അവരെ കുറ്റപ്പെടുത്തിയിട്ട് നമുക്ക് കാര്യങ്ങളൊന്നും സാധിക്കാനില്ല. അങ്ങനെ ഞാൻ അവിടുന്ന് തൊഴിൽ നന്നായിട്ട് പഠിച്ച് പിന്നെ ഈ പറഞ്ഞ പോലെ എനിക്ക് ഒരു 25 വയസ്സ് വരെ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. 26ാമത്തെ വയസ്സിൽ കയറുമ്പോഴാണ് എന്നെ ഒരു ബ്യൂട്ടി, അതായത് നമ്മുടെ മേക്കപ്പ് കോഴ്സ് പഠിപ്പിക്കാൻ വേണ്ടി ഒരു 5 ദിവസത്തെ ക്ലാസ്സിനൊരു ചേച്ചി വന്നു. ആ സ്ഥാപനത്തിൽ അഞ്ജലി എന്ന പുള്ളിക്കാരുടെ പേര്. അപ്പോൾ ചേച്ചി എന്നോട് ചോദിച്ചു വിദ്യ. അപ്പം ചേച്ചി നോക്കുമ്പോൾ എല്ലാം അവിടെയുള്ള, അതായത് നമ്മുടെ കോഴഞ്ചേരി എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് അവിടുത്തെ എല്ലാ ആൺപിള്ളേരും വരുന്ന ഷോപ്പാണ്. അപ്പം ഞാൻ എൻ്റെ ഒരു 19 വയസ്സിലെങ്ങാണ്ട് അവിടെ ജോലിക്ക് കയറുന്നത്. ആ പ്രായം മുതൽ ഞാൻ ഒരു 25 വയസ്സ് വരെ അവിടെ നിന്നിട്ട് ഒരാൾക്ക് പോലും എന്നോട് അല്ല വിദ്യ ആളത്ര ശരിയല്ല. പൊതുവെ പാർലറിൽ നിൽക്കുന്ന പെൺപിള്ളേർക്ക് അങ്ങനെ ഒരു ദുഷ്പേരുണ്ട്. മീൻസ് ആൾ ശരിയല്ല അങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം ഞാൻ ഈ കോഴ്സ് പഠിക്കാൻ പോകുന്ന സമയത്ത് ഞങ്ങളുടെ നാട്ടിലുള്ള ഒരാൾ പറഞ്ഞു, പെൺപിള്ളേർക്ക് പറ്റിയ കോഴ്സൊന്നും അല്ല ഇത്, അത്ര മോശപ്പെട്ട പെണ്ണുങ്ങൾ പഠിക്കുന്ന കോഴ്സാണ് ഇത് പറയുമായിരുന്നു. അപ്പോൾ എനിക്കതൊക്കെ പേടിയായിരുന്നു. കാരണം പണ്ടും വലിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ നാട്ടുകാരെന്ത് പറയും,
ഇതൊരു പ്രശ്നമായിരുന്നു. അതെപ്പോഴും ഒരു പ്രശ്നമാണ്. നാട്ടുകാരൻ നമ്മൾ, അതായത് എല്ലാവരും പോകുന്ന ജോലിക്ക് നമ്മൾ പോകാവൂ. അതെ അതെ. പിന്നെ ഗവൺമെൻറ് ജോലി ദ ബെസ്റ്റ് ജോബ്. അതെ. ആദ്യം കഴിഞ്ഞ് ബിസിനസ് എന്നൊക്കെ വേറെ പണിയൊന്നുമില്ല എന്നൊരു ചോദ്യമാണ്. അപ്പം ഞാനിങ്ങനെ പോകുന്ന സമയത്ത് ഞാൻ ബസ്സിൽ കയറി, അപ്പം ഞാൻ എന്നും ബസ് കയറാൻ നിൽക്കുന്ന സമയത്ത് എൻ്റെ കൂടെ കുറേ ചേച്ചിമാർ ബസ് കയറാനുണ്ട്. അപ്പോൾ ഇവരെല്ലാം ബസ് കയറുന്നു. അപ്പം അങ്ങനെ കുറേ ഒരു 2 വർഷത്തോളം ഞാൻ ബസ്സിനാണ് ജോലിക്ക് പോയിക്കൊണ്ട്. പിന്നെ ഞാൻ 2 വീലർ മേടിച്ചു. അപ്പോൾ 2 വീലർ മേടിച്ച് ഞാൻ 2 വീലറിനായി. പിന്നെ പതുക്കെ എൻ്റെ ഗ്രോത്ത് തുടങ്ങി. നല്ല സാലറി ഉണ്ടായിരുന്നു അവിടെ. ഒരു 10-50,000 മേലെ സാലറി നമുക്കുണ്ടായിരുന്നു. ആദ്യം നമുക്ക് 4,000 വരെ സാലറി, പിന്നെ നമുക്ക് ഇൻസെൻറ്റീവ് ഉണ്ടായിരുന്നു. നല്ല സാലറി കിട്ടാൻ തുടങ്ങിയപ്പം, അതായത് ഈ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന എവിടെ ചെന്നാലും നമുക്ക് വിലയായിരുന്നു. അതെനിക്ക് ഞാനിപ്പോഴും ഭയങ്കരമായിട്ട് എൻ്റെ പ്രാർത്ഥനയിലൊക്കെ ഓർക്കുന്ന ഒരു സാധനം, നന്നായിട്ട് ഇരിക്കണമെന്നേ ഞാൻ ഓർക്കാറുള്ളൂ. അങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് അവിടെ നിന്ന് റിസൈൻ ചെയ്യേണ്ട ഒരു കാര്യം. ഒരു ചേച്ചി വന്ന കാര്യം പറഞ്ഞു. ഈ ചേച്ചി വന്ന് എന്നെ കോഴ്സ്, ബ്യൂട്ടീഷ്യൻ ഇത് പഠിപ്പിച്ചു, നമ്മുടെ മേക്കപ്പ് കോഴ്സ് പഠിപ്പിച്ചപ്പോൾ ചേച്ചി എന്നോട് പറഞ്ഞു. അപ്പോൾ 3 ദിവസം കൊണ്ട് പുള്ളിക്കാരി എൻ്റെ ഒരു ഏകദേശം എന്നെപ്പറ്റി ഒരു ധാരണ കിട്ടി. എന്നോട് പറഞ്ഞു, ഇതേ നിനക്ക് കുറേ നാൾ കഴിയുമ്പോൾ നീ ഫ്രീലാൻസ് ആയിട്ട് തുടങ്ങണം, നല്ല ഫണ്ട് കിട്ടുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ചേച്ചി അതെങ്ങനെ, നമുക്കിതൊന്നും പ്രൊഡക്റ്റ് ഒന്നും ഇല്ലല്ലോ, ഇങ്ങനെ ഇറങ്ങി തിരിച്ചാൽ എങ്ങനെയാണെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അങ്ങനെയല്ല വിദ്യ, നീ ഒന്ന് പിന്നീട് ഭാവിയിൽ ആലോചിക്കാം. ഞാൻ പറഞ്ഞു ശരി ചേച്ചി എന്നാൽ. അപ്പോൾ പുള്ളിക്കാരി ക്യാഷ്വലായിട്ട് പറഞ്ഞ പോയ കാര്യം പിന്നെ നമ്മളതങ്ങ് വിട്ട് കഴിഞ്ഞു. ഒരു സ്പാർക്ക് നമുക്ക് ഇട്ട് തന്നിട്ട് പുള്ളിക്കാരി അങ്ങ് പോയി. അപ്പോൾ 5 ദിവസം കൊണ്ട് പുള്ളിക്കാരി മേക്കപ്പ് എല്ലാം പഠിപ്പിച്ച് എല്ലാം കഴിഞ്ഞ് പുള്ളിക്കാരി അങ്ങ് പോയി. മേക്കപ്പ് വിളിക്കാൻ വന്നാൾ പാര വെച്ചു പുള്ളിക്കാരൻ. അങ്ങനെ എന്തായാലും എനിക്ക് ആളുകൾ പറയുന്ന ഒരു 100 കാര്യം പറഞ്ഞാൽ ഒരു കാര്യം എൻ്റെ തലയിൽ കയറി എപ്പോഴും. ആ ഒരു കാര്യമായിരിക്കും എൻ്റെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് കാര്യം. അങ്ങനെ ഈ പുള്ളിക്കാരി പറഞ്ഞ കാര്യം എപ്പോഴും മൈൻഡിൽ കിടന്ന് അപ്പം എനിക്ക് ആ സ്ഥാപനത്തിൽ നിന്ന് ഞാൻ പതുക്കെ ഇറങ്ങേണ്ട ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ, മീൻസ് ഓണറൊന്നും അല്ല കേട്ടോ, കാരണം നമുക്ക് അവിടെ എപ്പോഴും എല്ലാ സ്ഥാപനത്തിലും മാനേജർമാരാണ് സ്ഥാപനം നശിപ്പിക്കുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അവരുടെ സജഷൻസാണ് എപ്പോഴും. ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയൻ പറഞ്ഞാൽ, ബിസിനസ് എപ്പോഴും റൺ ചെയ്യേണ്ട ഓണർ തന്നെയാണ്. എല്ലാ കാര്യവും മാനേജ് ചെയ്യേണ്ടത്. എവിടെ സൈൻ ചെയ്യണമെന്ന് പോലും അവരായിരിക്കണം തീരുമാനം. അത് മാനേജർ പറഞ്ഞു ശരി എന്നാൽ സൈൻ ചെയ്തേക്കാം, അല്ലെങ്കിൽ മാനേജർ പറഞ്ഞു ഇന്നത്തെ സാധനം മേടിക്കാൻ ചെയ്യരുത്. കാരണം എൻ്റെ ഒരു അഭിപ്രായമാണ്, കാരണം എനിക്കത് മിസ്റ്റേക്കായിട്ടാണ് തോന്നിയത്. അങ്ങനെ ആ മാനേജറുടെ മിസ്റ്റേക്ക് കൊണ്ട് എനിക്ക് അവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്ന സമയത്ത് ഞാൻ വളരെ മാന്യമായിട്ടാണ് പറഞ്ഞത്, ഞാൻ ഇറങ്ങുന്നു, എനിക്ക് ബുദ്ധിമുട്ടുകളുണ്ട് എന്ന് പറഞ്ഞു. ആക്ച്വലി അന്ന് ഞാൻ ആ ബുദ്ധിമുട്ട് പറഞ്ഞപ്പോൾ ആ ഓണർ ഒരു 2,000 രൂപ കൂടുതലാണ് എന്നെ അവിടെ നിർത്തിയിരുന്നത്. ഞാൻ ഇന്നും അവിടുത്തെ ജോലിക്കാരിയായിട്ട് ഇന്നാണ്. പക്ഷേ പുള്ളി സ്ട്രിക്റ്റായിട്ട് തീരുമാനിച്ചു എനിക്ക് കോംപ്രമൈസ് ചെയ്യാൻ താല്പര്യമില്ല. സോ പുള്ളി അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ബിസിനസ് ചെയ്തു. അപ്പോൾ എനിക്ക് എപ്പോഴും ആ മാനേജരോടും നന്ദിയാണുള്ളത്, ഓണറിനോടും നന്ദിയാണ്. കാരണം അവരങ്ങനെ നോ പറഞ്ഞത് കൊണ്ടാണ് എനിക്ക് ബിസിനസ് ചെയ്യാൻ തുടങ്ങിയത്. പിന്നെ ഞാൻ പ്ലാൻ ചെയ്തത് മൊത്തവും ഒരു 2 വർഷത്തിന് ശേഷം ബിസിനസ് സ്ഥാപനം ഇടണം. പക്ഷെ എങ്ങനെ എന്നുള്ളൊരു ചോദ്യമായിരുന്നു. അപ്പോൾ ഇത് ഈ ഒരു ഗ്യാപ്പിലാണ് ഫ്രീലാൻസിങ് വർക്ക് ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ ഒരു ചോട്ടെ, നേരത്തെ പറഞ്ഞല്ലേ നിറം എന്നുള്ളൊരു വലിയൊരു പ്രശ്നമാണ്. ശരിക്കും ഈ ഒരു നിറം ഈ ഒരു മേഖലയിൽ വലിയൊരു ഫാക്ടറാണോ? അത് മനസ്സിലായത് ഒരു ദിവസം ഞാൻ വർക്ക് ചെയ്യുന്ന ടൈമിൽ ഒരു ക്ലയൻറ്റ് വന്നിട്ട് ഞങ്ങളുടെ ഓണറിനോട് പറയാണ്, കറുത്ത ആ കുട്ടി ചെയ്യണ്ടെന്ന്. അപ്പം ഞാൻ അത് കേട്ടോണ്ട് നിൽക്കുക. അപ്പം എൻ്റെ കൂടെയുള്ള ചേച്ചി കറുത്ത ഒരു ചേച്ചിയുണ്ട്, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞങ്ങൾ കേട്ടപ്പോൾ ഭയങ്കര വിഷമമായി. കാരണം എന്താ വെച്ചാൽ എല്ലാവരും ഈ പറയുന്ന മേക്കപ്പ് ആർട്ടിസ്റ്റ്, ബ്യൂട്ടീഷ്യൻ നല്ല സുന്ദരിയായിരിക്കണം, നല്ല ഫീച്ചേഴ്സ് ആയിരിക്കണം, നല്ല ഭംഗിയായിരിക്കണം, നല്ല വടിവത്ത ശരീരം, ഇതെല്ലാവർക്കും കാണത്തില്ല. ഒരു മനുഷ്യനെ നോക്കി നിന്ന് അവൻ നന്നായിട്ട് വർക്ക് ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. നമുക്ക് വർക്ക് ചെയ്താലേ പറ്റത്തുള്ളൂ. അപ്പം നമുക്ക് അവസരം തരാതെ നമ്മൾ വർക്ക് ചെയ്യുന്ന അങ്ങനെ പ്രൂവ് ചെയ്യുന്നത്. അപ്പം നമുക്കിത് പ്രൂവ് ചെയ്യാൻ പ്ലാറ്റ്ഫോമുകൾ ഇല്ലായിരുന്നു. അത് വലിയൊരു പ്രശ്നമായിരുന്നു. പക്ഷേ എനിക്കൊന്ന് ഞാൻ റീൽസ് ഒക്കെ ചെയ്യുന്നില്ലേ ഇൻസ്റ്റാഗ്രാമിൽ? ചെറുതായിട്ട് ഞാൻ റീൽസ് ചെയ്യുന്നതിനും പണ്ടൊക്കെ എന്തുവാ സ്മ്യൂളെന്ന് പറഞ്ഞ സാധനമായിരുന്നു. ഞാൻ അന്ന് അതിനകത്ത് വീഡിയോ ചെയ്യുമ്പോൾ എന്നെ കളിയാക്കുമായിരുന്നു, വിദ്യ നിന്റെ ഫീച്ചേഴ്സ് കൊള്ളാത്തതുകൊണ്ട് ഇനി ചെയ്യരുത് കേട്ടോ, ഭയങ്കര ബോറാ, കണ്ണെഴുതുന്നത് ലിപ്സ്റ്റിക് ഇടുന്നത് ഭയങ്കര ബോറാന്ന് പറയാം. അപ്പം ഞാൻ പറയാണോ ശരി എന്നാൽ ഇനി ഞാൻ ചെയ്യുന്നില്ല. പക്ഷേ എനിക്ക് എന്താണ് ഒരാൾ ചെയ്യരുതെന്ന് പറയുന്ന കാര്യം ഞാൻ ചെയ്യും. കാരണം എന്ന് വെച്ചാൽ അതാണ് ശരിയെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഈ പറയുന്ന ആളുകൾ ഇതൊന്നും ചെയ്യാത്ത ആൾക്കാരാണ്. എനിക്ക് പലപ്പോഴും തോന്നുന്നുണ്ട് ഈ കമൻറ്റ് പറയുന്നവരൊക്കെ വീടിനകത്തിരിക്കുന്ന ആളുകളാണ്. ഇറങ്ങി നടക്കുന്നവരും ലൈഫിൽ എന്തെങ്കിലും ചെയ്യുന്ന ഒരു ആവശ്യമില്ലാത്ത കമൻറ്റ് പറയാറില്ല. അപ്പോൾ ഇരിക്കുന്നവരുടെ കമൻറ്റ് ഞാനെന്തിനാണ് ശ്രദ്ധിക്കുന്നത്? അങ്ങനെ ഞാൻ അതൊക്കെ ചെയ്യാൻ തുടങ്ങി. ഇപ്പം പിന്നെ അത്യാവശ്യം നമുക്ക് ചെറിയ പ്രൊമോഷൻസ് വരുന്നുണ്ട്. ഈ പ്രൊമോഷൻസ് പോലും ഞാൻ ചെയ്യുന്നതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ചാരിറ്റി പരിപാടിയുണ്ട്. ഓട്ടിസം ബാധിച്ച കുഞ്ഞുങ്ങളെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതി ഞാൻ നോക്കുന്നുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നുണ്ട് നമ്മുടെ കോഴഞ്ചേരി മിനിമം ഒരു 50 പേര് പട്ടിണി കിടക്കുന്നുണ്ട് രാവിലെ ഉച്ചയ്ക്കും ഒക്കെ ആയിട്ട്. അപ്പം ഞാൻ ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ തുടങ്ങി. അപ്പം ഈ കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റിയത് ഈ പറഞ്ഞ പോലെ എൻ്റെ പഴയ അവസ്ഥകൾ മോശമായിരുന്നു, അന്ന് ഞാൻ അനുഭവിച്ച സാധനങ്ങളൊക്കെ കൊണ്ട് തന്നെ. നമ്മുടെ ഇത്രയും പേര് പട്ടിണി കിടക്കണം എന്ന് പറയുന്നത് ഞാൻ ഫുഡും കൊണ്ട് ഇറങ്ങിയപ്പോഴാണ്. അപ്പം പിന്നെ ഓട്ടോമാറ്റിക്കലി ഞാൻ ഫ്രീലാൻസായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് നമ്മുടെ ദീപ്തി ചേച്ചി, ചേട്ടൻ്റെ കസിൻ അറിയാമല്ലോ, അപ്പോൾ ചേച്ചിയാണ് എന്നെ ആദ്യം ശ്വേത ചേച്ചിയെ കണക്ട് ചെയ്ത് തരുന്നത്.
എടി ശ്വേതയ്ക്ക് ഇതുപോലെ ചെയ്യണം, നീ ഒന്ന് വീട്ടിൽ ചെന്ന് ചെയ്ത് കൊടുക്കുമോ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി, കാരണം ശ്വേത ചേച്ചി കാണാൻ പോവാം, ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്. അന്ന് എനിക്ക് 2 വീലറാണ് ഉള്ളത്. അപ്പോൾ ഈ 2 വീലറിൽ ഒരു ബാഗ് തോളത്ത് വിട്ട് ഈ പെഡിക്യൂറിൻ്റെ മെഷീനുണ്ട്, അത് ഫ്രണ്ടിലും വെച്ചാണ് വർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് വർക്ക് ചെയ്യാൻ പോകുമ്പം ഈ പറഞ്ഞ പോലെ ഭയങ്കര മഴയത്ത് റെയിൻകോട്ടൊക്കെ ഇട്ടാണ് പോകുന്നത്. അപ്പോൾ ചേച്ചി, ഞാനിപ്പോഴും പറയുന്നത്, വിദ്യ നീ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ പറയുന്ന എമൗണ്ട് ആണെങ്കിലും ഒരു മടി കൂടാതെ ആളുകൾ തരാൻ തുടങ്ങി, ആർക്കും ഒരു എന്താ കൂടുതല അങ്ങനെയൊന്നും പറയുന്നില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഞാനൊരു 2-2.5 വർഷം കൊണ്ട് പിന്നെ ഞാനപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഇതുപോലെ എനിക്ക് എന്താ ഫ്രീലാൻസായിട്ട് ഞാൻ തുടങ്ങിയതേ ഉള്ളൂ ചേച്ചി, എനിക്ക് വർക്കുകളൊക്കെ ആയി വരുന്നേ ഉള്ളൂ. ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഈ 2-2.5 വർഷം കൊണ്ട് ഞാനൊരു ബിസിനസ്സിനുള്ള എൻ്റെ ഷോപ്പിനുള്ള പേര് ഞാൻ ഇട്ടായിരുന്നു. അതെൻ്റെ ഒരു ഫ്രണ്ടാണ് എനിക്ക് സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അവനാണ് എന്നോട് പറഞ്ഞത്, ആദ്യം ഞാൻ വിദ്യാസ് മേക്ക് ഓവർ എന്നിട്ട് പറഞ്ഞത് അത് വേണ്ട വിദ്യ, മാറ്റി പിടിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്ത് ഇടും. അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട് ജോബി എന്ന് പറഞ്ഞ കുട്ടി, അപ്പോൾ അവൾ പറഞ്ഞു ചേച്ചി യുണീക്ക് എന്നിടാന്ന് പറഞ്ഞു. ഞാൻ യുണീക്ക് അപ്പോൾ നോക്കിയപ്പോൾ നമ്മൾ ഇൻസ്റ്റ നോക്കി യുണീക്കൊക്കെ ഉണ്ട്. അപ്പം എൻ്റെ ഫ്രണ്ട് ഫോട്ടോഗ്രാഫർ അമൽ എന്ന പേര്, അപ്പോൾ അവൻ എന്നോട് പറഞ്ഞ് എടി വി ചേർക്കാം അതിൻ്റെ അറ്റത്ത്. അപ്പോൾ ഞാൻ വി യുണീക്ക് മേക്ക് ഓവർ എന്നിടാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ആദ്യം തുടങ്ങിയത് പേരാണ്, സ്ഥാപനത്തിനുള്ള പേരിട്ടിട്ടാണ് സ്ഥാപനം തുടങ്ങുന്നതിനെ പറ്റി ചിന്തിച്ചത് പോലും. കാരണം പേര് ഫേമസ് ആയി കഴിഞ്ഞാൽ ആളുകൾക്ക് ഇപ്പോൾ ഒരു ഷോപ്പ് അവിടെ കണ്ട അത് വിദ്യയുടെ ഷോപ്പാണല്ലോ. അപ്പം ഞാൻ ആദ്യം ചെയ്തത് പ്രൊമോഷൻ ചെയ്തിട്ടാണ് സ്ഥാപനം ഇട്ടത്. അപ്പോൾ എനിക്ക് ഓട്ടോമാറ്റിക്കലി ടെൻഷൻ അടിക്കേണ്ട, പുതിയ സ്ഥാപനമാണെന്നുള്ള പേടിയും വേണ്ട, എല്ലാവരും പതുക്കെ ആൾക്കാർ വരും. പിന്നെ ഞാൻ ഓരോ വീടുകളിലും വർക്ക് ചെയ്യുന്ന ടൈമിലാണെങ്കിലും ഈ 2 വീലറിന് ചിറ്റാറ് സീതത്തോട് മഴയത്താണ് പോകുന്നത്. അപ്പം എൻ്റെ വീട്ടിൽ നിന്നൊക്കെ എന്നോട് ചോദിക്കും ഇവിടെ ഒറ്റയ്ക്കല്ലേ പോകുന്നത്. ഞാൻ അമ്മ ഞാൻ ഒറ്റയ്ക്കാന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഇരുന്നാൽ എനിക്ക് നിങ്ങളെ നോക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഒരു 20 വയസ്സ് മുതൽ ഞാൻ വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കുന്ന ഒരാളായിരുന്നു. അങ്ങനെ ഞാൻ ഫ്രീലാൻസ് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ടൈമിലാണ് എൻ്റെ ബ്രദർ മരിക്കുന്നത്. അപ്പം ബ്രദറിൻ്റെ മരണം ഞങ്ങളെല്ലാം ഭയങ്കരമായിട്ട്, എൻ്റെ ബ്രദർ മരിക്കുന്നത് വൈഫിൻ്റെ വീട്ടിൽ വെച്ചാണ്. അപ്പം ആൾ പറയുന്നത് ഈ പറഞ്ഞ പോലെ അറ്റാക്ക് വന്നെന്നും കോവിഡ് വന്നെന്നൊക്കെയാണ്. പക്ഷേ മരിച്ച് ഒരു 2 ദിവസത്തിനുള്ളിൽ ആൾ കൊണ്ട് കേസ് ഫയൽ ചെയ്ത്, അതായത് ഞങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്ത് 31 വയസ്സിലാണ് മരിക്കുന്നത്. സ്വാഭാവികമായിട്ടും നമ്മൾ പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പം ചെയ്യുന്നത് ഈ ഒരു 31 വയസ്സുള്ള ഒരാൾ മരിച്ച എന്തിനാണ്, പെട്ടെന്ന് തന്നെ പുള്ളിക്കാരൻ്റെ വൈഫ് കൊണ്ട് കേസ് ഫയൽ ചെയ്തു. ഞങ്ങൾ അവളെ ഗാർഹികമായിട്ട് പീഡിപ്പിച്ചു, അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞ് കേസ് കൊടുത്ത്. അച്ഛന് ആ സമയത്ത് അറ്റാക്ക് വന്നു. അപ്പം എനിക്ക് പ്രായം 26 വയസ്സാണ്. അപ്പം അച്ഛന് 5 ബ്ലോക്കാണ്. അച്ഛൻ ട്രിവാൻഡ്രത്തായി മെഡിക്കൽ കോളേജിലായി. വീടിന് ജപ്തി നോട്ടീസ് വന്നു. ബ്രദർ മരിച്ചതിൻ്റെ ബ്രദറിനൊരു ബുട്ടിക്കുണ്ടായിരുന്നു, അതിനൊരുപാട് കടങ്ങളായി. അത്യാവശ്യം നല്ലൊരു എമൗണ്ട് കടമുണ്ടായി. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ ഇപ്പോൾ പറയുന്ന മൈക്രോ ഫിനാൻസ് കുഞ്ഞു ലോണുകൾ ഇങ്ങനെയുള്ളവരെല്ലാം വീട്ടിൽ കയറി ഇറക്കാൻ തുടങ്ങി. കാരണം ഇതെല്ലാം തിരിച്ചടയ്ക്കണം, ഓപ്ഷനില്ല നമുക്ക്. ആളും പോയി, കേസായി, അപ്പൻ ആശുപത്രിയിലായി, വീട് ജപ്തിയായി, എനിക്കൊന്നുമില്ല ചെയ്യാൻ. പക്ഷെ ഞാൻ ഇപ്പോഴും എൻ്റെ ക്ലയൻസിനോടൊക്കെയാണ് നന്ദി പറയുന്നത്. കാരണം ഇവരെല്ലാവരും എന്തെങ്കിലുമൊക്കെ, ഇപ്പോൾ ശ്വേത ചേച്ചി ആണെങ്കിലും ഒരാളെ കണക്ട് ചെയ്ത്, ദീപ്തി ചേച്ചി ഒരാളെ കണക്ട് ചെയ്യും, ബ്ലെസ്സി എന്ന് പറഞ്ഞ ചേച്ചിയാണ് ആൻമരിയ ബട്ടിക്കിൻ്റെ ഓണറാണ്, ചേച്ചിയെ കണക്ട് ചെയ്ത് തരും. അപ്പോൾ എല്ലാവരും, അതായത് എൻ്റെ പ്രശ്നങ്ങൾ ഇവരുടെ പ്രശ്നങ്ങൾ പോലെ എടുത്ത് എനിക്ക് ഒരുപാട് വർക്കുകൾ തരാൻ തുടങ്ങി. അപ്പം ഞാൻ ഒരുപാട് വർക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പം പിന്നെ ഈ പറഞ്ഞ പോലെ അച്ഛനും വയ്യാതായി കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് ഹോസ്പിറ്റലിലെ ചിലവുണ്ട്, കടങ്ങൾ വീട്ടണം. അങ്ങനെ ഞാൻ കുറേ അങ്ങനെ ലാസ്റ്റ് ബാങ്കിൽ ജപ്തി നോട്ടീസ് വന്ന സമയത്ത് ഞാൻ ബാങ്കിൽ ചെന്നിട്ട് മാനേജറോട് പറഞ്ഞു, സാറേ ഇതാണ് അവസ്ഥ, എനിക്കൊരു 6 മാസം സമയം തരുമോ. എന്തോ എനിക്കറിയത്തില്ല, ആ സാറ് നല്ലൊരു മനുഷ്യനായിട്ട് പുള്ളി പറഞ്ഞു, വിദ്യ നിനക്ക് 6 മാസം ടൈം തരാം, പക്ഷേ ജപ്തി നോട്ടീസ് വന്ന് കിടക്കുകയാണ്, എനിക്കൊരു ഓപ്ഷൻ ഇല്ല, പക്ഷേ നിൻ്റെ ഈ ഗതികേട് കണ്ടിട്ട് ഞാനങ്ങ് സമയം തരാമെന്ന്. ഞാൻ ഓരോ ദിവസവും കിട്ടുന്ന കല്യാണവർക്കിൻ്റെ പൈസ ചേർത്ത് വെച്ച് കടങ്ങളെല്ലാം വീട്ടാൻ തുടങ്ങി. ദൈവാനുഗ്രഹത്തിൽ ജപ്തി നോട്ടീസ് മാറി. പിന്നെ അച്ഛൻ്റെ ചികിത്സയും അത് ഞാൻ തന്നെയാണ് നടത്തിയത്. പിന്നെ ഈ സമയത്ത് തന്നെ ചേച്ചി മാരീഡാണ്. കാരണം പുള്ളിക്കാരിക്ക് ചെയ്യുന്നതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. ആൾ ഭയങ്കര സാധുവാണ്, എൻ്റെ ഓപ്പോസിറ്റ് ക്യാരക്ടറാണ്, ആരോടും ദേഷ്യപ്പെടാറില്ല, ഒരു ശല്യവും ചെയ്യത്തില്ല. കാരണം ആളിങ്ങനെ ഒരു 22 വയസ്സിലും 22-23 വയസ്സ് കെട്ടിച്ച് വിട്ടതാണ്. അപ്പോൾ അറിയത്തില്ല വീട്ടിൽ ഇത്രയും പ്രശ്നങ്ങളുണ്ടെന്നുള്ളത്, എങ്ങനെ തരണം ചെയ്യണമെന്ന്. അപ്പം ഞാനാണ് ഈ വീട്ടിൽ ഇങ്ങനെ കുഞ്ഞു പ്രായം മുതലേ നിന്ന് ഇതിലെല്ലാം ഹാൻഡിൽ ചെയ്തത്. അങ്ങനെ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ബ്രദറിൻ്റെ ബോഡി എടുക്കാൻ ആരും ആ പുള്ളിക്കാരൻ്റെ വൈഫിൻ്റെ വീട്ടിൽ നിന്നൊന്നും ആരും അങ്ങനെ വന്നില്ല. ഞാൻ ഈ ബോഡിയും കൊണ്ടൊരു ഇരിപ്പിരുന്നു. എന്ത് ചെയ്യണമെന്ന് എനിക്ക് ധാരണയില്ല. കാരണം പുള്ളിയുടെ ബോഡി കൊണ്ടുപോകണമെങ്കിൽ പോലും ഒരു ആംബുലൻസ് വിളിക്കണമെങ്കിൽ പോലും പൈസ എൻ്റെ കയ്യിലില്ല. അപ്പോൾ കയ്യിലുണ്ടായിരുന്ന സ്വർണ്ണമൊക്കെ കൊണ്ടുപോയി ഞാൻ പണയം വെക്കുന്നു, ഇതൊക്കെ ഡീൽ ചെയ്യേണ്ടത്. ഞാനിങ്ങനെ ഇരുന്ന സമയത്ത് ആലപ്പുഴയുള്ള എൻ്റെ ഫ്രണ്ടുണ്ട്, പുള്ളിക്കാരൻ്റെ വൈഫ് ഓടി വന്നു, എന്താ വിദ്യ ആവശ്യം എന്താ. അന്നേരം അതും ഓൺലൈനിൽ നിന്നാണ്
പരിചയപ്പെടുന്ന ഒരു ഫ്രണ്ടാണ്. എല്ലാവരും എന്നെ ഹെൽപ്പ് ചെയ്യാനേ വന്നിട്ടുള്ളൂ. അങ്ങനെ പുള്ളി എന്നെ ഹെൽപ്പ് ചെയ്തു. പിന്നെ നമ്മൾ ബോഡിയും കൊണ്ട് വരുന്ന സമയത്തും ഇവിടെ വന്നപ്പോഴാണേലും നാട്ടിൽ നിന്ന് നല്ല പ്രതികരണമല്ല. കാരണം എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് ഞാനൊരു ഒരു മോശം പേഴ്സണായിട്ടാണ് എന്നെ ചിത്രീകരിച്ച മൊത്തത്തിൽ. കാരണം ബ്രദർ മരിച്ചു, ഇവള് കാരണമാണ്, ഇവള് ടോർച്ചർ ചെയ്തു, അങ്ങനെയൊക്കെ ആയി. അപ്പം എല്ലാവരിൽ നിന്നും എനിക്ക് മോശം പ്രതികരണം ഉണ്ടായത്. പിന്നെ ഞാൻ പതുക്കെ കാര്യങ്ങളെല്ലാം ആൾക്കാർക്ക് ബോധ്യമായി വന്നപ്പോഴത്തേന് ഒത്തിരി ടൈം എടുത്തു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു വലിയ ബ്രേക്കപ്പ് ഉണ്ടായി. കാരണം കടവും കയറി ഇങ്ങനെ നിൽക്കുന്ന ഒരാളെ ആരും ഏറ്റെടുക്കത്തില്ല. അത് ആരെയും നമുക്ക് തെറ്റു പറയാൻ പറ്റത്തില്ല. കാരണം എല്ലാവരും നല്ല ഒരാളെ നോക്കത്തുള്ളൂ, കടങ്ങളും ബാധ്യതയുള്ള ഒരാളെ ചൂസ് ചെയ്യത്തില്ല. അപ്പം അതൊക്കെ ആളും എൻ്റെ ലൈഫിൽ നിന്ന് പോകാൻ തുടങ്ങിയപ്പോഴത്തേനും മൊത്തത്തിൽ പിന്നെ അതൊന്നും അന്നേരം എനിക്കൊരു പ്രശ്നമല്ലായിരുന്നു. പിന്നെ ഞാനിങ്ങനെ 2022 ഈ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്ന ആളുമായിട്ട് കല്യാണം ഉറപ്പിക്കുന്നത്. പിന്നെ അതങ്ങ് മുടങ്ങിപ്പോവുകയും അതിൻ്റെ കുറച്ച് ഇഷ്യൂസ്, ആക്ച്വലി അത് മുടങ്ങിപ്പോകാൻ റീസൺ വെച്ചാൽ കാസ്റ്റ് വലിയൊരു പ്രശ്നമാണ്. ഞാൻ പറഞ്ഞില്ലേ ചേട്ടനോട്, കാരണം എല്ലാവർക്കും SC കാസ്റ്റിൽ പെട്ട ഒരു പെങ്കൊച്ചിനെ പെട്ടെന്ന് കൊണ്ടുപോകാൻ ഒരു ബുദ്ധിമുട്ടാണ്. 2 കാസ്റ്റ് അതിൻ്റെ ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഞാനതൊന്നും വലിയ കാര്യമാക്കില്ല, കാരണം അതെല്ലാം കഴിഞ്ഞു ഞാൻ മുന്നോട്ട് മൂവ് ഓൺ ആയി. സ്ഥാപനം ഇടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഇതുപോലെ ഞാനിങ്ങനെ ഫുൾ ഡൗൺ ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഡിപ്രഷൻ ഭയങ്കരമായിട്ട് കൂടി. ഡിപ്രഷനുണ്ട്, പക്ഷേ എന്നാലും എനിക്ക് ഡിപ്രഷൻ അടിച്ച് പരിക്കാതിരിക്കാൻ പറ്റുന്നൊരവസ്ഥയല്ലായിരുന്നു. അപ്പം ഇങ്ങനെ ഇരുന്ന സമയത്ത് എന്നോട് ആൻമരിയ ബുട്ടിക്ക് നടത്തുന്ന ചേച്ചിയുണ്ട്, ബ്ലെസ്സി എന്ന് പറഞ്ഞാൽ ചേച്ചി. അപ്പോൾ പറഞ്ഞ്, വിദ്യ നീ വിചാരിക്കുന്ന പോലല്ല കാര്യങ്ങൾ, കുറച്ചുകൂടെ നിനക്ക് ലൈഫിൽ ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞു, ചേച്ചി ഞാൻ എന്തോ ചെയ്യാൻ, എൻ്റെ പൈസ ഇല്ല, എന്നെ ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല, എന്നെ ട്രസ്റ്റ് ചെയ്യുന്ന ഒരാൾ പോലും ഇല്ല. ഒരു കടമുറി തരണം, നമ്മളെ ട്രസ്റ്റ് ചെയ്യണ്ടേ. പക്ഷേ പുള്ളിക്കാരുടെ ബിൽഡിങ്ങിൽ എനിക്കൊരു ചെറിയ കടമുറി തന്നു. അപ്പം ചെറിയൊരു കടമുറി തന്നപ്പോഴത്തേന് അപ്പം ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേച്ചി എന്നെ ട്രസ്റ്റ് ചെയ്യുന്നു, അപ്പോൾ പിന്നെ നീ നന്നായിട്ട് ബിസിനസ് ചെയ്യും. അതായത് എൻ്റെ അപ്പനും അമ്മയ്ക്കും പോലും ഇല്ലാത്ത വിശ്വാസമായിരുന്നു ചേച്ചിക്ക് ഉണ്ടായിരുന്നത്. അങ്ങനെ എനിക്ക് സ്ഥാപനം ഇടാൻ വേണ്ടി ഒരു കടമുറി തന്നു കഴിഞ്ഞപ്പോഴത്തേനും അങ്ങനെയാണ് ഞാൻ അതുവരെ എനിക്ക് ദൈവത്തിൽ വിശ്വാസം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ലേന്ന് ചോദിച്ചാൽ ഇല്ല, ആ ഒരു മൈൻഡിൽ പോയതാണ്. അങ്ങനെ ഞാൻ കൃപാസനം എന്ന് പറഞ്ഞൊരു പള്ളിയിൽ പോയി. ഞാൻ അവിടെ ഇന്ന് മാതാവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പം ഞാൻ പറഞ്ഞു, മാതാവ് എനിക്ക് വയ്യ, ഒരു ശകലം പോലും മുന്നോട്ട് പോകാൻ വയ്യ, മുന്നോട്ട് ഫുൾ ഇരുട്ടാണ്, ഞാൻ ആരോട് പോയി ഹെൽപ്പ് ചോദിക്കാൻ, ആരും ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്യാൻ എന്നെ ഇല്ല, എനിക്ക് ആകെയുള്ള എൻ്റെ തൊഴിൽ മാത്രമാണെന്ന് പറഞ്ഞു. എനിക്കറിയില്ല, ഒരു അത്ഭുതം പോലാണ് എനിക്കിപ്പോഴും ഓർക്കുന്നത്. അവിടുന്ന് എനിക്ക് സ്ഥാപനം കിട്ടിയതും പിന്നെ ഞാൻ സ്ഥാപനം അവിടെ സ്റ്റാർട്ട് റൺ ചെയ്തൊക്കെ ഭയങ്കര കോസ്റ്റ് കുറഞ്ഞ 2 ചെയറൊക്കെ ഇട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഷേർ ചേച്ചിയാണ് വന്ന് വിളക്ക് എത്തിച്ച് തന്നതും എല്ലാം. അപ്പം അന്ന് എൻ്റെ സുഹൃത്തുക്കൾ ഭയങ്കര അസറ്റായിട്ടോ. അപ്പം എൻ്റെ അപ്പനെ എല്ലാ ഹോസ്പിറ്റലിൽ കൊണ്ട് പ്രീജിത്ത് എന്ന് പറയുന്ന ഒരു ഫ്രണ്ടാണ്. കാരണം അവനറിയില്ല ഈ കടവും അങ്ങനെ വീട്ടിൽ നിന്ന് എങ്ങനെ അടി വീട്ടിൻ്റെതൊന്നും അറിയത്തില്ല. പക്ഷെ ഞങ്ങൾ രണ്ടുപേരും എന്ത് ചെയ്ത്, നമുക്ക് കിട്ടുന്ന ഫണ്ടെല്ലാം നമ്മൾ ചേർത്ത് വെച്ചിട്ട് അപ്പോൾ ഇവൻ പറയും, ഇന്നടത്ത് ഇന്ന പൈസ കൊടുക്കണം കേട്ടോ, നമുക്ക് വേറെ ഒന്നും എടുക്കരുത്. കാരണം എനിക്ക് പറഞ്ഞു തരാൻ ഒരു ആങ്ങളെയോ ഒന്നും ഇല്ല അവിടെ, കാരണം ഞാൻ ഒറ്റയ്ക്കാണ്. അപ്പം ഞങ്ങൾ രണ്ടുകൂടാണ് പൈസയെല്ലാം സേവ് ചെയ്ത് അവിടെ ഇവിടെയെല്ലാം എത്തിക്കുന്നതെല്ലാം. അപ്പോൾ കടങ്ങളെല്ലാം വീട്ടി, ജപ്തി നോട്ടീസ് മാറി, അച്ഛൻ്റെ ചികിത്സ കഴിഞ്ഞ് പിന്നെ അടുത്ത ഘട്ടം എന്നിട്ട് സ്ഥാപനം ഇട്ട് കഴിഞ്ഞ് കുറച്ചാൾ കഴിഞ്ഞപ്പോഴാണ് എൻ്റെ കല്യാണം വന്നു. കല്യാണം അങ്ങ് മുടങ്ങിയും പോയി. അത് കുറച്ച് ഇഷ്യൂസൊക്കെ ആയത് അങ്ങ് മുടങ്ങിപ്പോയി. അതെല്ലാം കഴിഞ്ഞ് ഞാൻ അതിൻ്റെ പേര് കുറച്ച് നല്ല രീതിയിൽ എന്നെ നാട്ടിൽ നിന്ന് കളിയാക്കാൻ തുടങ്ങി. എന്നുവെച്ചാൽ എല്ലാവരും പറയുന്നത് കാശുള്ള വീട്ടിലെ ചെറുക്കനെ നോക്കിയത് കൊണ്ടല്ലേ നിനക്ക് ഈ അവസ്ഥ വന്നത്, അവനോൻ്റെ നില മറന്ന് നോക്കിയെന്നുള്ള. അപ്പം ഞാൻ പറഞ്ഞു, ശരി, എനിക്ക് എങ്ങും പോകാൻ പറ്റില്ല, നാട്ടിൽ നിൽക്കുന്ന ഒരു ബുദ്ധിമുട്ടായി തുടങ്ങിയപ്പോൾ ഞാൻ പതുക്കെ എന്ത് ചെയ്ത് വീടെല്ലാം വിട്ടിട്ട് ഞാൻ ഒരു വാടക വീട് തപ്പി. കാരണം എനിക്ക് എല്ലാ ദിവസവും ഇവരെയൊക്കെ ഫേസ് ചെയ്യുന്ന എനിക്കൊരു ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ എനിക്ക് നാട്ടിലൊരു വീട് പോലും കിട്ടാതായി. അങ്ങനെ നമ്മുടെ ഒരു ഫ്രണ്ട് എനിക്ക് കണക്ട് ചെയ്ത് നമ്മുടെ അവിടെ ഒരു വീട് എനിക്ക് ചെയ്തു തന്നു. ലീബ എന്ന് പറഞ്ഞ ചേച്ചിയാണ് എനിക്ക് ആ വീട് എടുത്തു തരുന്നത്. അത് ഭയങ്കര ബ്ലെസ്സിങ് ആയി. നമ്മൾ വീട് മാറിക്കഴിഞ്ഞപ്പോൾ തന്നെ പിന്നെ എനിക്ക് ബിസിനസ്സിൽ കുറച്ചുകൂടെ ശ്രദ്ധ കൊണ്ടുവരാൻ തുടങ്ങി. ബിസിനസ് പിന്നെ ഈ പറഞ്ഞ പോലെ അതിനകത്തും എനിക്ക് ഒരുപാട് പേര് നമ്മുടെ സ്റ്റാഫുകളൊക്കെ ആദ്യം നിന്നൊക്കെ ചീറ്റ് ചെയ്ത് കേട്ടോ, പൈസ അടിച്ചുകൊണ്ട് പോയി. ഞാനത് ക്യാമറ വഴി കണ്ടുകൊണ്ടിരുന്നിട്ട് പോലും ഞാൻ പ്രതികരിച്ചില്ല. ഞാൻ അന്നേരം ചിന്തിക്കുന്നത് അവരെടുത്തത് അവരുടെ എന്തെങ്കിലും അത്ര അത്യാവശ്യമായിട്ടായിരിക്കും, അങ്ങനെ ഞാനങ്ങ് ചിന്തിക്കുക. അപ്പോൾ ഇവരൊക്കെ എന്നോട് പറഞ്ഞു, വിദ്യ നീ അങ്ങനെയൊന്നും ചെയ്യരുത്. ചേച്ചി എന്നെ എപ്പോഴും വഴക്ക് പറയും, വിദ്യ നീ എല്ലാത്തിനും ശ്രദ്ധ വെക്കണം. ഞാൻ ഉണ്ട് ചേച്ചി, പക്ഷേ ടെൻഷൻ കൊണ്ടായിരിക്കാം ശ്രദ്ധ വിട്ടു പോകുന്നതെന്ന് പറഞ്ഞു. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഇതെങ്ങനെ റണ്ണ് ചെയ്യണം എന്നുള്ളത് എനിക്കൊരു വലിയ പലപ്പോഴും എൻ്റെ ചിലപ്പോൾ ഇതുപോലെ ഈ പറഞ്ഞ പോലെ നമുക്ക് സെക്കൻഡ് ഒരു വരുമാനം ഇല്ല, നമ്മളെ ഒരാൾ ഹെൽപ്പ് ചെയ്യാനായിട്ട് വരുന്നില്ല. പിന്നെ പതുക്കെ കച്ചവടമായി തുടങ്ങി. പിന്നെ അടിസ്ഥാനപരമായിട്ട് എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ സെലിബ്രിറ്റികൾ ഒരുങ്ങുന്നിടത്തേ വരത്തുള്ളൂ. കാരണം ഇപ്പം ഞാൻ ഒരു വലിയൊരു സെലിബ്രിറ്റി സിനിമാ നടികളെയോ ഒക്കെ ഒരുക്കിയാലേ എനിക്ക് വർക്ക് കിട്ടത്തുള്ളൂ. ആ ലെവലായി, അങ്ങനെയൊക്കെ ആയി തുടങ്ങി. അപ്പോൾ എന്നെ ആരും വിളിക്കുന്നില്ല, എന്നെ ഒരു സെലിബ്രിറ്റിയും വിളിക്കുന്നില്ല. അങ്ങനെ നമ്മുടെ ലക്ഷ്മി സഞ്ജു എന്ന് പറഞ്ഞ ചേച്ചിയുണ്ട്, ലക്ഷ്മി ചേച്ചിയെ എല്ലാവർക്കും അറിയാം. അപ്പോൾ ചേച്ചി എന്നെ ഒരുക്കാൻ വേണ്ടി വിളിച്ചു. പിന്നെ ശ്വേത ചേച്ചിയുടെ അങ്ങനെ കുറേ ആൾക്കാർ വിളിച്ചു തുടങ്ങിയപ്പം എന്നെ കുറച്ചുകൂടി ഇപ്പം ശ്വേത ചേച്ചിയുടെ വ്ളോഗൊക്കെ കണ്ട ആളുകൾ എന്നെ കോൺടാക്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കുറച്ചുകൂടെ കച്ചവടമായി തുടങ്ങി.
പിന്നെ ഈ പറഞ്ഞ പോലെ ഞാനും ബ്ലസ് ചേച്ചിയും അത് ആൻമേരിയുടെ ഓണറൂടെ എപ്പോഴും ഡിസ്കഷനാണ്. ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെ സ്ഥാപനം എങ്ങനെ ഉയർത്താം. അപ്പം പിന്നെ ഞാൻ കൂടുതലും പെൺപിള്ളേരെ പ്രൊമോട്ട് ചെയ്യാൻ തുടങ്ങി. പ്രൊമോട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞിട്ടില്ലേ, ഒരു 90% പെൺപിള്ളേരുടെ വിചാരം എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല, അത് ചേട്ടനുണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. അതായത് ഒന്നെങ്കിൽ ഹസ്ബൻഡ് ആയിരിക്കും, ഒന്നെങ്കിൽ ആങ്ങളായിരിക്കും, അപ്പനായിരിക്കും. ഇത്രയും പേര് ഉണ്ടെങ്കിലേ അത് മുന്നോട്ട് പോകത്തുള്ളൂ. പക്ഷേ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം, നമ്മളൊരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചാൽ അത് ചെയ്തോണം. അവർ വരും, നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നൊരു മെൻറ്റാലിറ്റി വേണ്ട. അപ്പം പിന്നെ ഞാനിങ്ങനെ പതുക്കെ നമ്മുടെ സ്റ്റാഫുകളിൽ നിന്നൊക്കെ ബുദ്ധിമുട്ടുണ്ടായി തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ അവരോടാണ് മാന്യമായിട്ട് പറഞ്ഞു എനിക്കിങ്ങനെ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ അവർക്കും കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങിയപ്പോൾ പിന്നെ ഇപ്പോഴും കുട്ടികളുണ്ട് കേട്ടോ, നല്ലതായിട്ട് നിൽക്കുന്ന പിള്ളേരും എൻ്റെ കൂടെ ഉണ്ട്. അവരുടെയൊക്കെ സപ്പോർട്ടാണ്. ഇപ്പം ഞാൻ ഇങ്ങോട്ട് മാറി നിന്നപ്പോൾ പോലും അവരുടെയൊക്കെ സപ്പോർട്ടാണ് ആ സ്ഥാപനം റൺ ചെയ്യുന്നത്. പിന്നെ എൻ്റെ കല്യാണം മുടങ്ങിയ ടൈമിൽ തൊട്ട് എനിക്ക് ഡിപ്രഷൻ ഭയങ്കരമായിട്ട് കൂടി. ഒന്നാമത്തെ കാര്യം, നമ്മൾ ഇത്രയും വർഷം സ്നേഹിച്ച ഒരാൾ പോയി എന്നുള്ളൊരു വിഷമം. പിന്നെ ബിസിനസ് മൊത്തം കയ്യിൽ നിന്ന് പോയി. കാരണം ഞാൻ മാറി നിന്നപ്പോൾ തൊട്ടേ മൈൻഡ് ഔട്ടായാൽ നമുക്ക് ഒരിക്കലും കച്ചവടം ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഡിപ്രഷൻ ഭയങ്കരമായിട്ട് കൂടി. ഞാൻ എറണാകുളത്ത് ട്രീറ്റ്മെൻറ്റിലായി, സൈക്കോളജി. അതായത് ഒരു 6 മണിക്കൂറൊക്കെ ഞാൻ സൈക്കോളജിസ്റ്റിന് എടുത്തിരിക്കുക. ഒരേ കാര്യം തന്നെ റിപ്പീറ്റേഷനായി. പിന്നെ ഞാൻ അതായത് മെഡിസിൻ എടുക്കേണ്ടി വന്നു ഉറങ്ങാൻ. ഞാനിപ്പോഴും എല്ലാവരും പറയും ഡിപ്രഷൻ ഒരാൾക്കും വരരുതെന്ന്. 3-4 മാസത്തോളം ഞാൻ ഡിപ്രഷൻ്റെ മെഡിസിൻ കഴിച്ച് ഒരു റൂമിൽ തന്നെ ഇരിക്കേണ്ട അവസ്ഥ വന്നായിരുന്നു. അപ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കും, വിദ്യ ഇതെങ്ങനെ നീ സർവ് ചെയ്യും, അങ്ങനല്ല, നീ ഇറങ്ങണം. ഞാൻ പറയും എനിക്ക് പറ്റുന്നില്ല, കയ്യിലൊന്നും ഇല്ല. കാരണം എനിക്ക് ഞാൻ പറയുന്നതിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്, അതെല്ലാം എനിക്ക് പറയാനും തോന്നുന്നില്ല. അപ്പം ആ ഡിപ്രഷനിൽ നിന്ന് ഞാൻ കുറേ ടൈം എടുത്ത് പുറത്ത് വരാൻ വേണ്ടി. പിന്നെ ഞാൻ തീരുമാനിച്ചു, അന്ന് മുതലേ ഞാൻ കുറച്ചുകൂടെ പെൺപിള്ളേർക്ക് ഇന്നതൊക്കെ കുറച്ച് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യം ആളുകളിലേക്ക് എത്തിക്കാൻ തുടങ്ങി. പിന്നെ ഞാൻ കൂടുതലും ചെയ്തത് കാരുണ്യ പ്രവർത്തനങ്ങളാണ്. എൻ്റെ ഡിപ്രഷനിൽ നിന്ന് ഞാൻ പുറത്ത് കിടക്കാനായിട്ടാണ് ഞാൻ വ്ളോഗുകൾ ചെയ്യാൻ തുടങ്ങിയത്. അപ്പം ഡേ ഇൻ മൈ ലൈഫ് അങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങുമ്പോൾ അത്യാവശ്യം വീഡിയോയ്ക്കൊക്കെ വ്യൂസ് കൂടി. പിന്നെ ഞാൻ ഓട്ടിസം ബാധിച്ച കുഞ്ഞുങ്ങളെ കാണാൻ പോകാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് ഭയങ്കര മനസ്സമാധാനം കിട്ടി. കാരണം ആ കുഞ്ഞുങ്ങളെ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായി ദൈവം എനിക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ടെന്നുള്ളത്. പിന്നെ ധ്യാനങ്ങൾക്ക് പോകാൻ തുടങ്ങി. എനിക്ക് വലിയൊരു മെഡിറ്റേഷൻ, അതായത് ബൈബിള് തന്നെയാണ് എന്നെ മാറ്റിയത്, പ്രാർത്ഥനയിലൂടെ തന്നെയാണ്. പിന്നെ ഞാൻ ഓക്കെ ആയത് ശരിക്കും ആഹാരം ഉണ്ടാക്കി ആളുകളിലേക്ക് എത്തിക്കാൻ തുടങ്ങിയപ്പോഴാണ്. അപ്പം ആളുകളുടെ പട്ടിണിയെപ്പറ്റി അറിയാൻ തുടങ്ങി. പിന്നെ ഞാൻ ചെയ്യുന്ന ബിസിനസ്സിൻ്റെ ഒരു ഇത്ര ശതമാനം ക്യാൻസർ പേഷ്യൻറ്റിനും ഓട്ടിസം ബാധിച്ച കുഞ്ഞുങ്ങൾക്കും ഓർഫനേജുകളും ഓൾഡ് ഏജ് ഹോമുകൾക്കും വേണ്ടിയാണ്. അത് എനിക്ക് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്. ഇപ്പം ഞാൻ വ്ളോഗ് ചെയ്യുന്നത് പോലും നമ്മൾ ഫുഡ് കൊടുക്കുന്ന സ്ഥലങ്ങളെപ്പറ്റി പറഞ്ഞാണ്. ഞാൻ നമ്മുടെ കിടങ്ങന്നൂർ കരുണാലയം എന്ന് പറയുന്ന ഓൾഡ് ഏജ് ഹോമുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഓൾഡ് ഏജ് ഹോമുകളെ കുറ്റം പറയാറുണ്ട്. ഞാൻ എപ്പോഴും പറയും, നമ്മുടെ വീട്ടിലുള്ള ഒരു പ്രായമായ ഒരാളെ നോക്കാൻ പോലും നമ്മൾ ഭയങ്കരമായിട്ട് സഫർ ചെയ്യാറുണ്ട്. അപ്പോൾ 10-250 അച്ഛനമ്മമാരെ നോക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല, അത് വൻ റിസ്ക്കാണ്. അപ്പം അതിനെല്ലാം ഞാൻ കൂടെ നിന്ന് അവരെല്ലാം ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങിയപ്പോഴൊക്കെ പതുക്കെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജുകളും അത്യാവശ്യം റീച്ച് ആവാൻ തുടങ്ങി. പിന്നെ ആളുകൾ എന്നെ കോണ്ടാക്ട് ചെയ്യാൻ തുടങ്ങി, അങ്ങനെ കച്ചവടം വരാൻ തുടങ്ങി. അപ്പോൾ ആദ്യം ഒരു മുറി തുടങ്ങിയത് 2ാമത്തെ മുറിയിലോട്ടായി. പിന്നെ ഈ പറഞ്ഞ പോലെ അന്നൊക്കെ 2 വീലറായിരുന്നു ഉണ്ടായിരുന്നത്. പതുക്കെ ഞാൻ കാറെടുത്തു, 1 കാറായി, 2 കാറായി, പിന്നെ വീടായി. അങ്ങനെ ഓരോരോ കാര്യങ്ങളായിട്ടാവാൻ തുടങ്ങി. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ വിവാഹം എന്ന് പറയുന്നത് ദൈവം കൊണ്ടുവന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഇനി വിവാഹം കഴിക്കുമോ, കാരണം ഇത്രയൊക്കെ പ്രശ്നങ്ങളുള്ള ഒരാളല്ലേ. ഞാൻ പറഞ്ഞു എന്ത് പ്രശ്നം, നോർമലി ഉള്ളവർക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇതൊന്നും വലിയ കാര്യമല്ല. അതായത് ഞാൻ എൻ്റെ പ്രശ്നം മാത്രം ഫോക്കസ് ചെയ്യുന്നതുകൊണ്ടാണ് ഇതൊക്കെ വലിയ പ്രശ്നമാകുന്നത്. പിന്നെ എനിക്കതൊന്നും പ്രശ്നം, ഞാൻ വിവാഹം കഴിച്ചു, ദൈവം സഹായിച്ച് നല്ലൊരു വ്യക്തിയാണ്, ആളും എന്നെ നന്നായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്, വലിയ കുഴപ്പങ്ങളില്ലാതെ ഇപ്പോൾ പൊയ്ക്കൊണ്ടേയിരിക്കുന്നു. അങ്ങനെയാണ് ഇപ്പോൾ റൺ ചെയ്യുന്ന കാര്യങ്ങൾ. ഓക്കെ. അപ്പോൾ ഇപ്പം എന്തൊക്കെ ആക്ടിവിറ്റീസാണ് ഉള്ളത്? ഇപ്പം മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് കാരുണ്യ പ്രവർത്തനമാണ്. സത്യം പറഞ്ഞാൽ അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. മേക്കപ്പിൻ്റെ ഒരു ഫണ്ട്, കഴിഞ്ഞ ഇടയ്ക്ക് ഒരു സ്റ്റോറി എന്ന് വെച്ചാൽ, ഞാൻ ഒരു ഓട്ടോയിൽ കയറിയ സമയത്ത് അപ്പോൾ ആ പയ്യൻ എന്നോട് പറഞ്ഞ്, വിദ്യ ചേച്ചി നമുക്ക് മാലക്കര ഒരു സ്ഥലത്തൊരു കാല് വയ്യാത്ത ഒരാളുണ്ട്, അയാൾക്കൊരു വീൽ ചെയർ മേടിച്ച് കൊടുക്കാമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു വീൽ ചെയർ മേടിച്ച് കൊടുക്കാമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ 6500 രൂപ ചേച്ചി, ഞാൻ കുറച്ച് പേരോട് ചോദിച്ചിട്ടുണ്ട്, അവരെല്ലാം പറഞ്ഞ് ഈ പേഷ്യൻറ്റിൻ്റെ ഫോട്ടോ അയച്ചു തരാൻ പറഞ്ഞെന്ന്. ഒരു വീൽ ചെയർ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ഗതികേടിൻ്റെ അങ്ങേയറ്റം നിൽക്കുന്നുണ്ട് അവനത് ചോദിക്കുന്നത്. അപ്പം തന്നെ ഞാൻ പോയിട്ട് വീൽ ചെയർ മേടിച്ചു. അപ്പം നമ്മുടെ ഒരു ഗ്രൂപ്പുണ്ട് നമുക്ക്, അപ്പം കൃപാസനത്തിൻ്റെ ഒരു ഗ്രൂപ്പുണ്ട്. അപ്പം ഞാൻ ആ ഗ്രൂപ്പ് മെസ്സേജ് ഇട്ട് ഇങ്ങനെ ഒരാളുണ്ട്, നിങ്ങൾക്ക് പറ്റുമോ ആർക്കെങ്കിലും ഹെൽപ്പ് ചെയ്യാം. അപ്പം തന്നെ എല്ലാവരും 500-1000 ഒക്കെ ഇട്ട് ഫണ്ട് റെഡിയായി. അപ്പം ഞാനിവിടെ ബാക്കി ഇട്ടിട്ട് ഞങ്ങൾ അപ്പം തന്നെ പോയി വീൽ ചെയർ മേടിച്ചു. അവിടുത്തെ സിറ്റുവേഷൻ കാണുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമായി. അതായത് പുള്ളിയുടെ മുട്ടിന് താപ്പോട്ട് ഫുള്ള് ഇങ്ങനെ പൊട്ടി എളിഞ്ഞ് വ്രണമായിട്ടിരിക്കുകയാണ്. അപ്പം ഞാൻ പറയുന്നത്, നിങ്ങളൊക്കെ പൈസ ഉണ്ടാക്കുന്നവരാണെങ്കിൽ
അതിനകത്ത് നിന്ന് ഒരു പങ്ക് ഇതുപോലുള്ള ആളുകൾക്ക് കൊടുക്കണം. അതുപോലെ എൻ്റെ ബ്രൈഡ്സ് എനിക്ക് ഗിഫ്റ്റ് തരാൻ വരും. അതായത് ബ്രൈഡ്സ് ഒരുങ്ങി കഴിയുമ്പോൾ ചേച്ചി ഞങ്ങൾ ഗിഫ്റ്റ് തരാം, സാരിയും ചോക്ലേറ്റും ഒക്കെ തരാമെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു എനിക്കത് വേണ്ട, ഒരു 500-1000 രൂപ വെച്ചിട്ട് നിങ്ങൾ തന്നാൽ, അല്ലെങ്കിൽ ഒരു 5 കിലോ അരി വെച്ച് തന്നാൽ ഇന്ന ഓർഫനേജുകളുണ്ട്, ഓൾഡ് ഏജ് ഹോം, അവിടെ കൊടുക്കാൻ പറ്റുന്നത്. അപ്പോൾ എൻ്റെ ബ്രൈഡ്സ് എല്ലാം എനിക്കിപ്പോൾ തരുന്നത് അരിയും അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്കുള്ള മെഡിസിൻസിനുള്ള ഫണ്ടുമാണ്. അപ്പോൾ നേരിട്ട് അവർ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും. അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ എൻ്റെ ബിസിനസ്സിലൂടെ എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് വലിയ അച്ചീവ്മെൻ്റ് ആണ്. വെരി ഗുഡ്. വിദ്യയുടെ ബിസിനസ്സിൽ ഇപ്പോൾ എന്തൊക്കെയാണുള്ളത്, എന്തൊക്കെയാണ് ചെയ്യുന്നത്? നമുക്ക് മെയിനായിട്ട് ഹെയറിൻ്റെ ട്രീറ്റ്മെൻറ്റുകളും മേക്കപ്പുമാണ്. ബ്രൈഡൽ മേക്കപ്പുകൾ, അതായത് ഗ്ലോ ഫിനിഷിങ്, എയർ ബ്രഷ് മേക്കപ്പ്, ഇതെല്ലാമാണ് നമ്മുടെ മെയിനായിട്ടുള്ളത്. വിദ്യയാണോ അതൊക്കെ ചെയ്യുന്നത്? വിദ്യക്ക് വേറെ എല്ലാം ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. ഞാൻ തന്നെ ചെയ്യണം എന്നുള്ളവർക്ക് ഞാൻ ചെയ്യും. അസിസ്റ്റൻ്റ് ഉണ്ട്, നമുക്ക് 3-4 സ്റ്റാഫ് ഉണ്ട്. അവർ ചെയ്യണമെങ്കിൽ അവർ ചെയ്യും. എങ്ങനെയാണെങ്കിലും നമ്മൾ ചെയ്യുന്നുണ്ട്. എവിടെയൊക്കെ ഉണ്ട്? ഇപ്പം കോഴഞ്ചേരി മാത്രമേ ഉള്ളൂ. കോഴഞ്ചേരി. എന്നോട് ഒരിക്കൽ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, നീ എന്തിനാ ഈ കോഴഞ്ചേരി കിടന്ന് കറങ്ങുന്നത്? എറണാകുളത്ത് നല്ല കച്ചവടം കിട്ടുന്നു. എനിക്ക് മനസ്സിലായ ഒരു കാര്യം പറയട്ടെ, നമ്മൾ എവിടെ നിന്നാലും കച്ചവടം കച്ചവടം കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നത് നമ്മളെ തേടി വരും. ആദ്യം ഞാൻ ഫ്രീലാൻസായിട്ട് സ്റ്റാർട്ട് ചെയ്തത് എൻ്റെ വീടിൻ്റെ ഒറ്റ മുറിയെന്ന് പറഞ്ഞാൽ കുഞ്ഞു മുറിയാണ്. അപ്പോൾ ആ കുഞ്ഞു മുറിക്കകത്താണ് ഞാൻ ഈ ക്ലയൻസ് മൊത്തം എൻ്റെ വീട്ടിൽ വരും. അപ്പോൾ ഞങ്ങൾ അവിടെ ഉള്ള ഇതെന്തു കാറൊക്കെ കിടക്കുന്ന വിദ്യയുടെ വീട്ടിലോട്ട് എന്തു ഇത്ര ആൾ പോകുന്നത്, സ്മൂത്തനിങ്, ഫേഷ്യൽ, പെഡിക്യൂർ എല്ലാം ഞാൻ എൻ്റെ മുറിക്കകത്ത് 2.5 വർഷം ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഞാൻ വീടുകളിൽ പോവുകയും ചെയ്ത്. അപ്പോൾ അന്നേരം എനിക്കൊരു കാര്യം മനസ്സിലായത്, നമുക്ക് ബിസിനസ്, അതായത് തിരക്കുള്ള സ്ഥലത്ത് സ്ഥാപനം ഇട്ട് തിരക്കുണ്ടാക്കുന്ന നല്ല കാര്യം, തിരക്കില്ലാത്ത സ്ഥലത്ത് സ്ഥാപനം ഇട്ട് അവിടെ തിരക്കുണ്ടാക്കുന്ന നല്ല കാര്യം. ഇപ്പം ഞാൻ സ്ഥാപനം ഇടാൻ നേരം ഈ ഷോപ്പ് എടുക്കുമ്പോൾ എന്നോട് എല്ലാവരും പറഞ്ഞു, വിദ്യ നെഗറ്റീവാണ് ബിൽഡിങ്, കാരണം കച്ചവടമൊന്നും കിട്ടത്തില്ലെന്ന്. കാരണം ആ ഭാഗത്തോട്ട് ആളുകൾ അങ്ങനെ വരും, വൺ വേ ആണ്. ഒന്നാമത്തെ കാര്യം വൺ വേ ആണത്. അപ്പോൾ കച്ചവടം വരത്തില്ല എന്ന്. അപ്പോൾ ഞാൻ ഇങ്ങനെ വെച്ചാൽ എന്താ ചെയ്യാൻ പറ്റുന്നത്, കാരണം നമുക്ക് ക്രൗഡ് ഉണ്ടാക്കണം, വേറെ ഓപ്ഷനൊന്നുമില്ല. അപ്പം ഞാൻ ബ്ലെസ്സി എന്ന് പറഞ്ഞ ചേച്ചിയുടെ ബിൽഡിങ്, അതിൻ്റെ തൊട്ട് താഴെ കടമുറിയുണ്ട്. അപ്പോൾ ഈ കടമുറി അങ്ങോട്ട് പോകുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഒരുപാട് ആൾക്കാരെ കോൺടാക്ട് ചെയ്ത് അങ്ങനെ ഇപ്പോൾ നമ്മുടെ കിങ്സ് കഫേ എന്ന് പറയും, ബൂസ്റ്റർ കോഫി അങ്ങനെയുള്ള. അപ്പം ഞാൻ അവിടെ പോയി കോഫി കുടിച്ചോണ്ട് ഷവർമ കഴിച്ചപ്പോൾ നല്ല ഷവർമയാണ്. അപ്പം ഞാൻ പറഞ്ഞ് ഇവരോടൊന്ന് ചോദിക്കാറുണ്ട് നമ്മുടെ അവിടെ ഇടാവുന്നത്, എനിക്ക് ഷവർമ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നേരെ ഞാൻ അവിടുത്തെ, എനിക്കറിയില്ല അതിൻ്റെ ഓണറാവുന്നത്. നമ്മൾ ഈ പറഞ്ഞ പോലെ വരുംവരാഴികൾ അന്വേഷിച്ച് സംസാരിക്കാൻ നമ്മളത്ര ബുദ്ധിയൊന്നുമില്ല. അപ്പം നമ്മൾ നേരെ പറഞ്ഞ്, ചേട്ടാ നിങ്ങൾ ഒരു കാര്യം ചെയ്യും, ഞങ്ങളുടെ താഴെ ഷോപ്പുണ്ട്, അവിടെ വന്ന് ഷോപ്പ് ഇടാൻ പറഞ്ഞു. അപ്പോൾ പുള്ളി ചിരിച്ചിട്ടങ്ങ് പോയി. ഞാൻ പറഞ്ഞു ചേട്ടാ അവിടെ ഇട്ടാൽ ഞാൻ എന്ന് ഷവർമ കഴിച്ചോളാം, നമുക്ക് നല്ലൊരു ക്ലയൻറ്റിനെ കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി ചിരിച്ചിട്ട് പോയിട്ട് എന്തായാലും ഞാൻ പറയാം ഇറങ്ങാൻ തന്നെ ഞാൻ കാർഡ് കൊടുത്തിട്ട് ചേട്ടാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കണേന്ന് പറഞ്ഞു. വൈകിട്ടായപ്പോൾ പുള്ളി മെസ്സേജ് ഇട്ട് ഇന്നതുപോലെ വിദ്യ ആ കടമുറി നാളെ ഒന്ന് കാണാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതിനെന്താ കാണാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പം പിറ്റേ ദിവസം പുള്ളി വന്നു. അപ്പോൾ ഞാൻ ചേച്ചിയോട് പോയി കടമുറി എല്ലാം കാണിച്ചു കൊടുത്ത് പുള്ളി എല്ലാം നോക്കിയിട്ട് പറഞ്ഞു ഞാനൊരു ഉച്ച കഴിഞ്ഞ് പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി ഒരു 1:30 ആയപ്പോൾ വന്നിട്ട് പറഞ്ഞു എൻ്റെ പാർട്ട്ണറാണ്, ഞാൻ ഓക്കെയാണ് കടമുറി എടുക്കാനെന്ന്. അപ്പോൾ തലേദിവസം ഷവർമ കഴിച്ച് ഒറ്റ ബന്ധമുള്ളൂ പുള്ളിയായിട്ട് എനിക്ക്, അല്ലാതെ പുള്ളിക്ക് എന്നെ അറിയില്ല. 10 മിനിറ്റ് ഞാൻ പുള്ളിയോട് സംസാരിച്ചിട്ടുള്ളൂ. അപ്പം നേരെ പുള്ളി വന്ന് കടയെടുത്തു. ഒരു മാക്സിമം 1 മാസം കൊണ്ട് അവിടെ ബൂസ്റ്റർ ചായ കിങ്സ് കഫേ എന്ന് പറഞ്ഞ സ്ഥാപനം വന്നു. എനിക്ക് മെയിൻ ഈ വാം ലൈറ്റ് ഭയങ്കര ആളുകൾക്ക് ഭയങ്കര നോക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളൊരു സംഭവമാണത്. അപ്പോൾ ഇവിടെ ഫുള്ള് ലൈറ്റ് ഇട്ടപ്പം രാത്രി 11:30 വരെ ഈ ബിൽഡിങ്ങിൽ ലൈറ്റും വെട്ടമാണ്. അപ്പോൾ എന്ത് ചെയ്തു, ഓട്ടോമാറ്റിക് ക്രൗഡായി. അപ്പോൾ അന്ന് വരെ ആൻമരിയ ബുട്ടിക്കും വിയൂണിക് മേക്ക് ഓവർ സ്റ്റുഡിയോ ഉള്ള ബിൽഡിങ്ങിൽ ബൂസ്റ്റർ ചായ എന്ന് പറയുന്ന സ്ഥാപനം വന്നപ്പോൾ ഭയങ്കര തിരക്കായപ്പോൾ ഈ നാട്ടിലെ മുഴുവൻ ആൺപിള്ളേർ വരുമ്പോൾ കൂടെ പെൺപിള്ളേരും അവരുടെ റിലേറ്റീവ്സും എല്ലാം വരാൻ തുടങ്ങി. അപ്പം ആണും പെണ്ണും അച്ഛനമ്മമാരും കുഞ്ഞുങ്ങളും എല്ലാം വന്ന് ആ ബിൽഡിങ് ഫുൾ തിരക്കായി. അതുവരെ ഉറങ്ങിക്കിടന്ന സ്ഥലം തൊട്ട് ഓപ്പോസിറ്റ് ഷെയ്ഖ് കഫേ എന്ന് പറഞ്ഞൊരു സ്ഥാപനം വന്ന് അവിടെ ഓൾറെഡി ഉണ്ടായിരുന്ന അവർ കുറച്ചുകൂടെ ഇറക്കി ഷെയ്ഖ് കഫേ എന്ന് പറഞ്ഞ സ്ഥാപനം തുടങ്ങി. ഇപ്പുറത്തെ ചിക്കൻ കടയെന്ന് പറയുന്നത് അത്രയും നാൾ വലിയ പ്രയോറിറ്റി ഇല്ലായിരുന്നു. അവർ ബോർഡ് വെക്കുന്നു, പെയിൻ്റ് അടിക്കുന്നു, വൻ വിഷയം. ഇപ്പുറത്തെ ഒരു മീൻകടയാണ്, അവർ ബോർഡ് വെക്കുന്നു, പെയിൻ്റ് അടിക്കുന്നു, അവരും അടിപൊളിയാക്കി. അങ്ങനെയുള്ള സമയത്ത് ഇത്രയും കടകൾ പോരാ. അപ്പം ഞാൻ നോക്കുന്ന അവിടെ ഒരു കട എന്നും അടഞ്ഞു കിടക്കുക. അപ്പം എൻ്റെ ഹസ്ബൻഡ് ഭയങ്കര അത്ര ഭ്രാന്തനാണ്. അപ്പോൾ ഈ അത്ര മേടിക്കാൻ ആളുടെ വീട് തൊടുപുഴ വരെ പോകും. അപ്പം ഞങ്ങൾക്ക് ടു എക്സ്പെൻസീവ്, നമ്മളവിടെ വരെ പോകുന്നത് എല്ലാ ദിവസവും പോകാനും പറ്റത്തില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത്, അപ്പോൾ ഞാൻ അത്ര മേടിക്കുന്ന സമയത്ത് അവരോട് സംസാരിച്ച് നിങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ വാ, ഞങ്ങളുടെ കോഴഞ്ചേരിയിൽ അത്തർ കടയും പെർഫ്യൂം കടയും ഇല്ലെന്ന്. അപ്പോൾ എല്ലാവരും ഉണ്ട് പറഞ്ഞു വിദ്യ ഇവിടെ പണ്ട് അത്തർ കട ഉണ്ടായിരുന്നു, അത് അടച്ചു പോയതാണ്, നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലെന്ന് ചോദിച്ചു. ഞാൻ പറയില്ലേ ചേച്ചി, അതുകൂടെ വന്നു കഴിഞ്ഞാൽ ഞാൻ നോക്കുന്നിടത്ത് എല്ലാ സ്ഥാപനങ്ങൾ കണ്ടത്. അപ്പോൾ അത് ആ ഏരിയ മൊത്തം നമുക്ക് കച്ചവടമാവുമല്ലോ എന്ന്. അപ്പോൾ പറഞ്ഞു ഞാനിത് പറഞ്ഞു തിരിച്ചിങ്ങ് പോയിരുന്നു. അത് ഞാൻ ഈ സംസാരിച്ചത് അവിടെ സ്റ്റാഫിനോടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പം അതിൻ്റെ ഓണർ എന്നെ വിളിച്ച്
അവർ പറഞ്ഞ് വിദ്യ ഇന്ന ആളാണ്, അവിടെ കടമുറി ഉണ്ടെന്ന് പറഞ്ഞില്ലേ. ഞാൻ പറഞ്ഞു ആ ഉണ്ട്, ഒന്ന് ചോദിക്കുമോ റെൻ്റ് എത്രയാണ്. അപ്പം ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു 1,00,000 രൂപ സെക്യൂരിറ്റി, 4,000 രൂപ റെൻറ്റും, കുഞ്ഞൊരു കടമുറിയാണ്. അപ്പം ഞാൻ പറഞ്ഞാണ് എന്നാൽ ഞങ്ങൾ ഞായറാഴ്ച വന്നാൽ കാണാൻ പറ്റും. ഞാൻ പറഞ്ഞാൽ ശരി പോര്. അപ്പോൾ ഇവരെല്ലാം എന്നോട് 10-15 മിനിറ്റ് സംസാരിക്കുന്നുള്ളൂ. എൻ്റെ സൗണ്ട് മാത്രം ട്രസ്റ്റ് ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ ഞാൻ ദൈവമേ ഇതെന്താ ഇങ്ങനെ. എന്നിട്ട് ഇവർ വന്നു കണ്ടു. എനിക്ക് നല്ല ഫണ്ട് ഇറക്കിയാണ് അവർ ആ പെർഫ്യൂം ഷോപ്പ് തുടങ്ങിയേക്കുന്നത്. അപ്പോൾ ഞാൻ അപ്പം തന്നെ പെർഫ്യൂം ഷോപ്പ് വന്നപ്പോൾ തന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടു. ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് നല്ല കച്ചവടമുണ്ട് പുള്ളിക്ക്, വലിയ കുഴപ്പമില്ലാതെ പുള്ളി പോകുന്നുണ്ട്. അപ്പം ആ ഏരിയയിൽ ഏറ്റവും വലിയ പ്രത്യേകത, ഇപ്പം ഒരു കാര്യത്തിന് വന്നാൽ 9 കാര്യങ്ങൾ കഴിഞ്ഞ് പോകും ആൾക്കാർക്ക്. ഇപ്പം ഫ്ലവർ ഷോപ്പുണ്ട്, പെർഫ്യൂം ഷോപ്പുണ്ട്, ചിക്കൻ കട, മീൻ കട, സൂപ്പർ മാർക്കറ്റ്, പിന്നെ നമ്മുടെ ഇതുപോലെ കഫേ, തൊട്ടിപ്പുറത്ത് ഈയിടയ്ക്ക് ഒരു റെസ്റ്റോറൻറ്റ് കൂടെ വന്നു. പിന്നെ ഇപ്പുറത്തെ ഷവർമ്മയുടെ ഈ ഷവർമ്മ മാത്രം ഇവരുടെ മാത്രമല്ല, വേറെ ഷവർമ്മ കടകളുണ്ട്. പക്ഷേ എത്ര ആൾ വന്നാലും ആ ഭാഗത്തുള്ള എല്ലാവർക്കും കച്ചവടമുണ്ട്. അപ്പം അത് നല്ല കാര്യം. കാരണം നമ്മളെപ്പോഴും സെൽഫിഷായിട്ട് ചിന്തിച്ച കാര്യമില്ല. എൻ്റെ മാത്രം സ്ഥാപനം ഉയരണം എന്നൊരു മെൻറ്റാലിറ്റി നിനക്കുണ്ടെങ്കിൽ നീ ഒരിക്കലും ഗതി പിടിക്കത്തില്ല. ഞാൻ എന്നും പ്രാർത്ഥിക്കുമ്പോഴാണെങ്കിൽ പോലും ഞാൻ പറയുന്നത് എല്ലാവരും നന്നായിട്ടിരിക്കണം. കാരണം ഞാൻ മാത്രം നന്നായിട്ട് അപ്പുറത്തുള്ള മുടിഞ്ഞു പോയ കാര്യമില്ല. എൻ്റെ തൊട്ടിപ്പുറത്ത് പാർലറുണ്ട്, ഇങ്ങനെ സൈഡിലും പാർലറുണ്ട്. ഞാൻ ഇവരുടെ ആരുടെയും പേജ് വിസിറ്റ് ചെയ്യാറില്ല, ഇവർക്ക് കച്ചവടം ഉണ്ടോ ഞാൻ നോക്കാറില്ല. കാരണം എൻ്റെ നന്നായിട്ട് മര്യാദയ്ക്ക് ഞാൻ നടത്തിയാൽ ഇവരെ കുശുമ്പ് കുത്തേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഉർവശി എന്ന് പറഞ്ഞ സ്ഥാപനമുണ്ട് നമ്മുടെ. അപ്പം അവിടുത്തെ ആളുകളും എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഒരു വർക്ക് വന്നാലാണെങ്കിലും അവർ പറയാറുണ്ട്. അപ്പം അങ്ങനെ പിള്ളേരുകളൊക്കെ എന്നെ നല്ലതായിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. പിന്നെ എൻ്റെ സുഹൃത്തുക്കളാണ് എൻ്റെ ഏറ്റവും വലിയ അസറ്റ് എന്ന് പറഞ്ഞാൽ. അവരൊക്കെയാണ് ഇപ്പം ഞാനൊരു വർക്കിൻ്റെ സ്റ്റോറി ഇട്ട് ഇവരെല്ലാം മെൻഷൻ ബാക്ക് ചെയ്യും. പിന്നെ കുറേ പേര് വെളിയിലാണ്. ആ വെളിയിലുള്ളവരാണെങ്കിൽ പോലും ഒരു വർക്ക് വന്നാൽ, അതായത് എൻ്റെ സ്ഥാപനം എന്നാണ് അവർ പറയുന്നത്. ഞാൻ ചോദിച്ചു ഞങ്ങളുടെ സ്ഥാപനം, ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ സ്ഥാപനം എന്നാണ് അവർ പറയുന്നത്. അത് തന്നെ വലിയൊരു അസറ്റാണ്. നല്ല സുഹൃത്തുക്കളെ കിട്ടുന്ന ഭയങ്കര ഒരു ഭാഗ്യമാണ്. പിന്നെ വേറൊരു സംഭവമല്ലേ, ഇത് ഏറ്റവും കൂടുതലായിട്ട് ഇപ്പോൾ നമ്മൾ കാണുന്നൊരു സാധനമുള്ളൂ, ഈ സാരി ഡ്രൈപ്പിംഗ്. സാരി ഡ്രൈപ്പിംഗ് ആക്ച്വലി ഞാൻ പഠിച്ചതല്ലായിരുന്നു. ഞാൻ പറഞ്ഞു ചേട്ടാ, ഞാൻ മേക്കപ്പ് പഠിച്ചിട്ടില്ല, ഹെയർ സ്റ്റൈലിങ് പഠിച്ചിട്ടേ ഇല്ലായിരുന്നു, സാരി ഡ്രൈപ്പിംഗ് ഞാൻ പഠിച്ചിട്ടില്ലായിരുന്നു. ഇതെല്ലാം ഈയിടയ്ക്കൊക്കെയാണ് ഞാൻ പഠിച്ചു തുടങ്ങുന്നത്. പക്ഷേ എനിക്കറിയില്ല. ഞാൻ പറയും ദൈവത്തിൻ്റെ അനുഗ്രഹം എന്ന് തന്നെ പറയാം. എപ്പോഴും ഞാൻ പറയും നമ്മളൊരു ബിസിനസ് നമ്മുടെ കഴിവിൽ റൺ ചെയ്യുന്ന പറയുന്നത് തെറ്റിദ്ധാരണയാണ്. എപ്പോഴും നമുക്ക് പ്രാർത്ഥനാപരം വേണം. പലരും വിചാരിക്കും എൻ്റെ കഴിവിൽ പോവും. നമുക്കൊരു ഭാഗ്യവും വേണം. ഭാഗ്യം വരണമെങ്കിൽ നമുക്ക് ആ ഒരു, അതായത് പറഞ്ഞത് നമുക്ക് ഒന്ന് കിട്ടി പിന്നെ അതുപോലെ സ്റ്റാഫിനെ നന്നായിട്ട് ട്രീറ്റ് ചെയ്യണം. സാരി ഡ്രൈപ്പിംഗ് ആണെന്ന് പഠിച്ചത്? ഞാൻ പഠിച്ചത് ലാസ്റ്റ് ടൈം ദൃശ്യ എന്ന് പറഞ്ഞ ചേച്ചിയുടെ അടുത്ത്, അത് എറണാകുളത്തുള്ള ചേച്ചിയാണ്, നന്നായിട്ട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഓരോ ടൈമിൽ ആളുകൾ ഇങ്ങനെ സാരി ഡ്രൈപ്പിങ്ങിൻ്റെ സ്റ്റൈലുകൾ മാറ്റിക്കൊണ്ടേ ഇരിക്കുകയാണ്. പിന്നെ ചില ആളുകൾ പറയും സാരി നമുക്ക് ഇങ്ങനെ ഷേപ്പിലിരിക്കണം, നമ്മളും അതുപോലെ ഷേപ്പായിരിക്കണം. ഇപ്പം നയൻതാരയുടെ ഫോട്ടോ കൊണ്ടുവന്നിട്ട് എനിക്ക് ഇങ്ങനെ സാരി ഉടുക്കണമെന്ന് പറഞ്ഞാൽ എൻ്റെ ബോഡി ലാംഗ്വേജ് അങ്ങനെയല്ല. സോ എനിക്ക് അങ്ങനെ എടുക്കാൻ പറ്റത്തില്ല. അപ്പം അതുപോലെ മെറ്റീരിയൽസ് ഇപ്പം സെലിബ്രിറ്റികളുടെ എല്ലാം കൊണ്ടുവന്നിട്ട് ആൾക്കാർ പറയും ഇങ്ങനെ സാരി ഉടുക്കണം. പക്ഷേ അതുപോലെ അവർ ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ മേക്കപ്പുകൾ മെയിനായിട്ട് മിക്കവരും അമ്പലങ്ങളിലായിരിക്കും കല്യാണം നടത്തുന്നത്. വിയർപ്പിനെ നമുക്കൊരിക്കലും പിടിച്ചു നിർത്താൻ പറ്റത്തില്ല. അപ്പം വിയർക്കുമ്പോൾ പിന്നെ ആൾക്കാർ സാധാരണക്കാർ, അവരാരും ഒരു ലിപ്സ്റ്റിക്ക് പോലും ഇടുന്നവരായിരിക്കത്തില്ല. നമുക്ക് അവിടെ നിന്ന് പറഞ്ഞാൽ ഇച്ചിരി സാധാരണക്കാരൊക്കെയാണ് കൂടുതലും വരുന്നത്. അവരുടെ വലിച്ചങ്ങ് തുടയ്ക്കും. ഞാൻ എപ്പോഴും പറയും മേക്കപ്പ് ഇടുമ്പോൾ മെയിൻറ്റെയിൻ ചെയ്യണം. അങ്ങനെ ഒരു AC ഓഡിറ്റോറിയെങ്കിലും ആണെങ്കിൽ നമുക്ക് നല്ലതാണ്. അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. ഇപ്പം സാരി ഉടുപ്പിക്കുന്നതിന് മെറ്റീരിയൽ വലിയൊരു ഘടകനയാണ്. പിന്നെ നല്ല പ്ലീറ്റ്സ് വരണമെങ്കിൽ നമുക്ക് എക്സ്ട്രാ തുണി വെക്കേണ്ടി വരും. അപ്പോൾ ഇതൊക്കെ ഇവരോട് പറയുമ്പോൾ അയ്യോ അതൊക്കെ ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? നമുക്ക് ജോലി ചെയ്യണമെങ്കിൽ നല്ലൊരു പ്ലാറ്റ്ഫോം വേണമല്ലോ. അപ്പോൾ സാരി നമുക്ക് നന്നായിട്ട് ഡ്രൈപ്പ് ചെയ്യണമെങ്കിൽ പോലും നല്ല മെറ്റീരിയൽ വേണം. ഇതൊക്കെ ഇവരോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ഇച്ചിരി പാടാണ്. പിന്നെ കുറേ ആളുകളുടെ വിചാരം എന്താ വെച്ചാൽ ബന്ധുക്കളൊക്കെ വരും. അപ്പോൾ ഒരിക്കൽ എൻ്റെ ഒരു ബന്ധു വന്നിട്ട് പറഞ്ഞ് വിദ്യ കല്യാണം ഒരുക്കണം കേട്ടോ. ഞാൻ പറഞ്ഞു ശരി. ഞാൻ അഡ്വാൻസ് തരണം. അയ്യോ അഡ്വാൻസ് എന്തിനാ? ഞാൻ പറഞ്ഞ് ആര് വന്നാലും ഞാൻ അഡ്വാൻസ് മേടിക്കും. അപ്പം ഞാൻ പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ നമുക്ക് അങ്ങനെ ഫ്രീ സർവീസ് ഞാൻ ചെയ്യാറില്ല. എൻ്റെ സുഹൃത്തുക്കൾ ഒരു ത്രെഡ് ചെയ്തപ്പോഴും ഞാൻ പൈസ മേടിക്കും. കാരണം ബന്ധങ്ങൾ നിലനിൽക്കുന്ന എപ്പോഴും ഫ്രീ സർവീസ് കൊടുത്താൽ അതൊരിക്കലും നിലനിൽക്കത്തില്ല. അതുകൊണ്ട് എൻ്റെ ഞാൻ എന്താ പറയുക, എൻ്റെ സുഹൃത്തുക്കൾ അടിപൊളിയാണ്. കാരണം ഇവരൊക്കെ ഒരു വർക്ക് ചെയ്ത് അപ്പം തന്നെ പേയ്മെൻറ്റ് ചെയ്യുന്നവരാണ്. അപ്പം ഞാനിങ്ങനെ പറഞ്ഞ പേയ്മെൻറ്റ് തരണം പറഞ്ഞു. അയ്യോ അതിൻ്റെ ആവശ്യമുണ്ടോ? ഞാൻ ചേച്ചി കൺഫർമേഷൻ പറഞ്ഞില്ലേ നമ്മൾ വർക്ക് എടുക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. പിന്നെ കൂടുതലും നമ്മൾ ഷോപ്പിലോട്ട് തന്നെയാണ് വിളിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കെപ്പോഴും ഈ ഒരു ചെയർ അല്ലെങ്കിൽ മിറർ വെട്ടം ഇതെല്ലാം വേണ്ടതാണ്. വീടുകളിലോട്ട് ചെല്ലുമ്പോൾ ഈ പറഞ്ഞ പോലെ പ്ലഗ് കുത്തണം, നമുക്ക് അതിന് പവർ കാണത്തില്ല. പക്ഷേ ചില ആളുകളോട് ഇത് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. അതിനെന്താ ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് തന്നെ ഒരുങ്ങി ഇറങ്ങണം. ഇങ്ങനെ കുറച്ച് സാധനങ്ങളുണ്ട്. ഒരിക്കലും എന്നെ ഒരു പുള്ളിക്കാരി കോൺടാക്ട് ചെയ്തിട്ട് പറഞ്ഞ് എൻ്റെ മോളെ ഒന്ന് ഒരുക്കണേ. ഞാൻ പറഞ്ഞു ശരി ചേച്ചി. അപ്പോൾ ഒരു മര്യാദയില്ലാത്ത സംസാരങ്ങൾ ചില ആളുകളിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇവർ പറയുന്നത് എന്താ, ഞങ്ങളൊരു ഓട്ടോ വിളിച്ചു തരാം, നിങ്ങൾ ഇങ്ങോട്ട് വന്നാൽ മതി.
അപ്പം ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ആൻറ്റി അങ്ങനെ നമുക്ക് വണ്ടിയുണ്ട്, നമ്മൾ വന്നോളാം, എനിക്ക് ഒരുക്കണമെങ്കിൽ റൂമിലൊരു AC വേണം, വെട്ടം വേണം, അന്നൊരു കാര്യം ചെയ്യും ഹാളിലോട്ടിരുന്നങ്ങ് ഒരുങ്ങിക്കോ. ഞാൻ പറഞ്ഞു അങ്ങനെ അല്ല ഉദ്ദേശിക്കുന്നത്, ഞങ്ങളുടെ കൊച്ചിന് 8 മണിക്ക് ഇറങ്ങണം, നിങ്ങളൊരു 7 മണിയാകുമ്പോൾ വാ. അപ്പം ഇതിങ്ങനെ പറഞ്ഞ് നമുക്കത് പറഞ്ഞ് മനസ്സിലാക്കി അറിയില്ലായിരിക്കും. അപ്പം ഇത് പറയുമ്പോഴത്തേന് പറയും നിൻ്റെ വീട് ഇവിടെ അടുത്തല്ലേ, നീ ഇങ്ങോട്ട് വരുന്നതിന് നിനക്ക് ഇത്ര സർവീസ് ചാർജ്. അപ്പം ഞാൻ ചെയ്യുന്ന എൻ്റെ ടൈമിന് ഇവർ വില തരുന്നില്ല. അപ്പം നീ ഇവിടെ അടുത്തുള്ളതല്ലേ, അപ്പം നിനക്ക് എന്തിനാണ് ഞാൻ ഇത്രയും പൈസ തരുന്നത്. അപ്പം ഞാൻ മേടിക്കുന്ന പ്രൊഡക്റ്റുകൾ, അപ്പോൾ ചിലർ പറയും അത് ഒരു പ്രൊഡക്റ്റ് മേടിച്ചാൽ നിങ്ങൾ എത്ര പേർക്ക് ചെയ്യും. ഇതൊക്കെയാണ്. പക്ഷെ ഒരിക്കലും ഒരു സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റും ഇതൊന്നും ചോദിക്കാറില്ല. അപ്പം ഞാൻ ചോദിക്കാം അതെന്താ ചോദിക്കാത്ത. ഇപ്പം ഒരു സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് ചെയ്തൊരു മിസ്റ്റേക്ക് വന്നാൽ ആരും കുറ്റം പറയത്തില്ല. പക്ഷേ സാധാരണക്കാരൻ ഒരാൾ ഒരുക്കിയാൽ അത് എത്ര നല്ലതാണേലും ഒരു റിവ്യൂ പോലും പറയത്തില്ല, റിവ്യൂ പോലും പറയാതെ പോകാറുണ്ട്. അപ്പം ഞാനിങ്ങനെ ആലോചിക്കും, ഇപ്പോഴാണ് എനിക്ക് ആളുകൾ റിവ്യൂ തരാൻ തുടങ്ങിയത്. കാരണം എന്താ വെച്ചാൽ എൻ്റെ ഇൻസ്റ്റ വീഡിയോ ഒക്കെ കയറി തുടങ്ങിയപ്പം അപ്പോഴെന്നെ പറഞ്ഞു ചേച്ചി ഞങ്ങൾ റിവ്യൂ, ഒന്നെങ്കിൽ ഒരു സെലിബ്രിറ്റിയെ മേക്കപ്പ് ചെയ്യുന്ന ഒരാളാവുക, ഇല്ലെങ്കിൽ നമ്മളൊരു സെലിബ്രിറ്റി ആവുക. അപ്പം ഇത് രണ്ട്. അപ്പം ഞാൻ പറഞ്ഞ് ഞാൻ ഒരിക്കലും ഞാൻ ഈ വീഡിയോസൊക്കെ ഇടുന്നതും ചാരിറ്റിയുടെ വീഡിയോസൊക്കെ ഇടുന്നതൊക്കെ എനിക്ക് സെലിബ്രിറ്റി ആകാൻ വേണ്ടി അല്ല ഞാൻ ഒരിക്കലും ഇടുന്നത്. ഞാനൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഇപ്പം ഞങ്ങളുടെ ഓർഫനേജ് എന്ന് പറഞ്ഞാൽ ഓട്ടിസം ബാധിച്ച കുഞ്ഞുങ്ങളുടേത് പ്രൊവിഡൻസ് എന്ന പേര്. അപ്പോൾ അവിടെ ആരും അങ്ങനെ കോഴഞ്ചേരി വലുതായിട്ട് അറിയാത്തൊരു സ്ഥാപനമായിരുന്നു. ഞാൻ വീഡിയോ ഇട്ട് കഴിയുമ്പോൾ കുഞ്ഞുങ്ങളുടെ അധികം വീഡിയോസ് ഇടാൻ പറ്റത്തില്ല. പക്ഷേ എൻ്റെ വിവാഹത്തിന് ഞാൻ ആദ്യം ഒരുങ്ങിപ്പോയത് അവിടെയാണ്. അപ്പം ഞാൻ എപ്പോഴും ഓർക്കുന്നുണ്ട്, എല്ലാവരും കല്യാണം ഒരുങ്ങുമ്പോൾ വെപ്രാളമാണ്, അയ്യോ ഫോട്ടോ എടുക്കണം, എന്തോ ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല, ദക്ഷിണ കൊടുക്കണം, ഇതൊക്കെ പറയും. ഞാൻ എൻ്റെ കല്യാണത്തിന് എൻ്റെ ബന്ധുക്കളെ വിളിച്ചിട്ടില്ലായിരുന്നു. അപ്പം ബന്ധുക്കളെ വിളിക്കാതായ അയ്യോ പിണങ്ങും. എനിക്ക് അങ്ങനെയില്ല. കാരണം ഞാനൊരു ക്രൈസിസ് ചെയ്യുന്നപ്പം എൻ്റെ ബന്ധുക്കളില്ലായിരുന്നു, ഒന്നുമില്ല. എൻ്റെ സുഹൃത്തുക്കൾ മാത്രമാണ് എൻ്റെ കൂടെ നിന്നിട്ടുള്ളത്. എൻ്റെ സുഹൃത്തുക്കളും എൻ്റെ ക്ലയൻസും മാത്രമുള്ള ഒരു 250 പേരുടെ വിളിച്ചൊരു വിവാഹമായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ആറന്മുളയമ്പലത്തിന് ലോട്ടറി വിൽക്കുന്ന ഒരു അങ്കിളുണ്ട്, ഒരു കാലില്ലാത്ത മനുഷ്യനാണ്. അവിടെ നിന്ന് എല്ലാവരും ഞാൻ കല്യാണം വിളിച്ച്, ഭജനയ്ക്ക് ഇരിക്കുന്ന അങ്കിൾമാരെ ആൻറ്റിമാരെ എല്ലാവർക്കും ഞാൻ ഓട്ടോ കൂലി കൊടുത്തിട്ട് പറഞ്ഞു എല്ലാവരും എൻ്റെ കല്യാണത്തിന് വരണം. എനിക്കങ്ങനെ വലിയ സെലിബ്രിറ്റികളായിട്ടുള്ളവർ വരണം എന്ന് നിർബന്ധമില്ലായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഇവരെയൊക്കെ ആരുമില്ലാത്തവരെ ശ്രദ്ധിക്കുന്നതിന് എപ്പോഴും നല്ലതാണ്. അവർ നമുക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കും. അപ്പോൾ പുള്ളി എൻ്റെ കല്യാണത്തിന് വന്നിട്ട് മാറി നിന്ന്. അപ്പം ഈ പറഞ്ഞ പോലെ നമ്മുടെ സ്റ്റേജിലെ ഹസ്ബൻഡ് ബെന്നിച്ചേട്ടൻ അപ്പോൾ പറഞ്ഞ് അയ്യോ കയറി വാ, സ്റ്റേജിലോട്ട് കയറി വരാം. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാരൊക്കെ ചോദിച്ചു ഇത് ആരാന്ന് ചോദിച്ചത്. അപ്പോൾ ആർക്കും മനസ്സിലാവുന്നില്ല ഈ മനുഷ്യൻ ആരാന്ന്. അന്ന് ആറന്മുളയമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ ആ മനുഷ്യൻ എന്ന് ലോട്ടറി വയ്ക്കുന്നത്. കഴിഞ്ഞ 3 വർഷമായിട്ട് ഞാൻ അടുപ്പിച്ച് ആ മനുഷ്യൻ്റെ 100 രൂപ കൊടുത്ത് ലോട്ടറി എടുക്കും, 50 രൂപയുള്ള ലോട്ടറിക്ക്. അപ്പം ഞാൻ 3 വർഷം 100 രൂപ കൊടുത്ത് ലോട്ടറി എടുത്തതെന്ന് വെച്ചാൽ ഞാൻ കൊടുക്കുന്ന 100 രൂപ അദ്ദേഹത്തിന് ഒരു വലിയ വരുമാന മാർഗ്ഗമാണ്. അപ്പം എനിക്ക് ലോട്ടറി ഞാൻ ഇന്ന് വരെ ലോട്ടറി നോക്കിയിട്ടുമില്ല കേട്ടോ, ഇന്ന് ഈ നിമിഷം വരെ നോക്കിയിട്ടില്ല. പക്ഷേ ആ മനുഷ്യൻ എനിക്ക് ഒരു ഭഗവാന്റെ ഫോട്ടോയൊക്കെ ആയിട്ടാണ് കാണാൻ വന്നത്. അപ്പം വിയർത്ത് കുളിച്ച് ആ മനുഷ്യനോട് വന്നിട്ട് പറഞ്ഞ് മോളെ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എന്നെ ഇത്രയും കാര്യമായിട്ടൊരാൾ കല്യാണത്തിന് വിളിക്കുന്നത്. എനിക്കത് ഭയങ്കര സന്തോഷമായി. ഞാൻ ആ ഫോട്ടോ പോസ്റ്റ് ചെയ്തപ്പോൾ എല്ലാവരും ചോദിച്ചു ഇതാരാ. കാരണം എല്ലാവർക്കും ഇങ്ങനെ ഉടയാത്ത ഡ്രസ്സിട്ട് നിൽക്കുന്ന VIP സെൻറ്റർ നടത്തുന്നതാണ് എപ്പോഴും ഇഷ്ടം. പക്ഷേ എനിക്ക് ഇവരൊക്കെ തന്നെയാണ് VIP. കാരണം ഇവരൊക്കെയാണ് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുള്ള മനുഷ്യർ. ഞാൻ പറയാം, ഞാനൊരു ഇരുട്ടുമുറി കുറേ നാൾ ഇരുന്നിട്ടുണ്ട്. ആ ഇരുന്ന സമയത്തൊക്കെ ഞാൻ ഓക്കെ ആവണമെന്ന് പ്രാർത്ഥിച്ച മനുഷ്യരാണ്. അപ്പോൾ ഞാൻ എപ്പോഴും ആ മനുഷ്യർക്ക് ഒത്തിരി പ്രയോറിറ്റി കൊടുക്കും. അതുപോലെ ഞാൻ കല്യാണം ഒരുങ്ങി ആദ്യം നമ്മുടെ ഓർഫനേജിലാണ് പോയത്. ഈ കുഞ്ഞുങ്ങളാരും അതായത് ഓട്ടിസം എന്ന് പറഞ്ഞാൽ ചേട്ടൻ അറിയാമായിരിക്കുമല്ലോ, അവർക്ക് സംസാരിക്കാൻ തനിയെ ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല അധികം. എല്ലാ കുട്ടികൾക്കും ഫുഡ് കഴിക്കും. പിന്നെ അതുപോലെ ഭയങ്കര ബലമാണ്. ഇവർക്ക് മുടി വെട്ടിക്കൊടുക്കുന്നത് ഞാനും എൻ്റെ ഹസ്ബൻഡും പിന്നെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, ഇവരോട് ചേർന്നാണ് മുടി വെട്ടിക്കൊടുക്കും, നഖം വെട്ടിക്കൊടുക്കും, ഇവർക്ക് ആഹാര സാധനങ്ങൾ എത്തിച്ചു കൊടുക്കും. അപ്പം ഇവർ ഈ പറഞ്ഞ പോലെ ഞാൻ ചെന്നപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ സിസ്റ്റർ ഇപ്പോഴും പറയും ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ ഒരു മോളെ കെട്ടിച്ച് വിട്ട സന്തോഷമായിരുന്നു. ഞാൻ ചെന്ന് അവരോടെല്ലാം ഇരുന്ന് ഫോട്ടോ എല്ലാം എടുത്ത് അതിന് ശേഷം ഞാൻ പറഞ്ഞു ഫോട്ടോ എനിക്ക് അധികം എടുക്കണ്ട, കാരണം എനിക്ക് ഫോട്ടോ കാണുന്നതിനെക്കാട്ടി എനിക്ക് വേണ്ടപ്പെട്ടവരെ നേരിട്ട് കാണുന്ന സന്തോഷം എന്ന് പറഞ്ഞു. അപ്പം എൻ്റെ വേണ്ടപ്പെട്ടവർ മാത്രമുള്ള ഒരു ചെറിയ വിവാഹമായിരുന്നു. അതെന്തായാലും ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് നന്നായിട്ട് നടന്നു, ഒരു കുഴപ്പമില്ലാതെ. അത് നല്ല. പിന്നെ എൻ്റെ ലൈഫിൽ ഒരു അച്ചീവ്മെൻറ്റ്, എനിക്കൊരു വള്ളസദ്യ നടത്താൻ പറ്റി. കാരണം ഞാൻ വള്ളസദ്യക്ക് ക്യൂ നിന്നാൽ വള്ളസദ്യയുടെ എന്താ പറയാ കോസ്റ്റ് ഒക്കെ അറിയാവുന്നവർക്ക് അറിയാം, അതൊരു അച്ചീവ്മെന്റ് തന്നെയാണ്. എല്ലാവർക്കും പറ്റത്തില്ല, നല്ല ചെലവാണ്. അതെ, ഞാനപ്പം എൻ്റെ വലിയൊരു ആഗ്രഹം, ഞാൻ എപ്പോൾ ക്യൂ നിന്നാൽ ലാസ്റ്റ് ഒരു സദ്യ കിട്ടത്തില്ല. അപ്പം ഭയങ്കര വിഷമമാവും. അപ്പം ഭയങ്കര വിഷമമായിട്ട് അപ്പം ഈ സദ്യ പറഞ്ഞാൽ ചില സമയത്ത് ഇൻസൾട്ട് തോന്നും.
ഭയങ്കരമായിട്ട് ഇൻസൾട്ട് ചെയ്യുന്ന പോലെ എനിക്ക് കാണാണ്. ഞാനപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം എന്നാ പിന്നെ ഒരെണ്ണം നടത്തണം. ഞാൻ വിളിച്ച് ഫുഡ് അതെ അതെ അതെ. എന്നിട്ട് ഞാൻ അത് നടത്തി. എനിക്കത് ഭയങ്കര സന്തോഷമായി. അപ്പം വള്ളസദ്യ നടത്താൻ ഇങ്ങനെ നിന്ന സമയത്ത് നമ്മുടെ അടുത്തുള്ള ഒരു പുള്ളി പറയാം, നീ എന്താ അപ്പം ഒരുങ്ങി നിൽക്കുന്നത്, നീ എന്താ ഇങ്ങനെയൊക്കെ നിൽക്കുന്നതെന്ന് വെച്ച്. ഞാൻ പറഞ്ഞു ഒന്നുമില്ല, സദ്യ നടത്താൻ വന്നാന്ന് പറഞ്ഞു. ആ സദ്യ കഴിക്കാൻ വന്നു. സദ്യ കഴിക്കാൻ ഇപ്പോഴേ എന്തിനാ നീ വന്നേന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു അല്ല ഇച്ചിരി നേരത്തെ വന്ന് ക്യൂ നിൽക്കാമെന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു കളിയാക്കിയിട്ട് അങ്ങ് പോയി. അപ്പം അതായത് പുള്ളിക്ക് പോലും ഇവൾ നടത്തും എന്നൊരു മെൻറ്റാലിറ്റി ഇല്ല. അപ്പം ഞാൻ സദ്യ നടത്തിയ സമയത്ത് ഞാനൊരു 50-60 കൂപ്പണേ എടുത്തുള്ളൂ. ബാക്കി കൂപ്പണെല്ലാം ഞാൻ ആ വള്ളക്കാരെ കൊടുത്തിട്ട് പറഞ്ഞു ആര് സദ്യ കഴിക്കാൻ വന്നാലും കൂപ്പൺ കൊടുത്തോളം പറഞ്ഞു. അതിൻ്റെ കൂടെ ഞാൻ കൂപ്പണിൻ്റെ കൂടെ വി യൂണിക് മേക്ക് ഓവർ സ്റ്റുഡിയോ കോഴഞ്ചേരി എന്നൊരു ചെറിയ ഒരു പേപ്പർ കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു ടാഗ് കൊടുത്ത എന്തിനാണെന്ന് വെച്ചാൽ അതെൻ്റെ സ്ഥാപനത്തിൻ്റെ പ്രൊമോഷനായിരുന്നു. അപ്പം ഈ എന്തായാലും ആൾക്കാർ ചോദിക്കും ഇതെന്താ സംഭവം എന്നുള്ളത്. ഇപ്പം നമ്മളൊരു 500 പേർക്കുള്ള സദ്യ നടത്തി 500 പേരുടെ കയ്യിൽ നീ കൂപ്പൺ താഴെ പോയാലും ഒരാളെങ്കിലും എടുത്ത് നോക്കും, ചോദിക്കും ഈ വി യൂണിക് മേക്ക് ഓവർ സ്റ്റുഡിയോ എന്താ. അപ്പോൾ ആ ചോദ്യം അവരുടെ ഉള്ളിൽ വരാൻ വേണ്ടിയാണ് ഞാൻ ആ പ്രൊമോഷൻ അവിടെ ചെയ്തത്. അപ്പോൾ ഒരിക്കലും അതൊരു നേർച്ചയാണെന്നാണ് പറയുന്നത്, പക്ഷേ ഞാൻ നേർച്ചയല്ല ചെയ്തത്. ഞാൻ ഒരിക്കലും ഭഗവാന് കൊടുത്ത വാക്കായിരുന്നില്ല സദ്യ നടത്തുമെന്നുള്ളത്. ഞാൻ പറഞ്ഞു ഭഗവാനെ എനിക്കൊരു പ്ലാറ്റ്ഫോമാണ് പ്രൊമോഷൻ ചെയ്യാനായിട്ട്, നീ എന്നെ ഹെൽപ്പ് ചെയ്യണം. ആ ഒരു ഹെൽപ്പായിരുന്നു ദൈവം എനിക്ക് നന്നായിട്ട് ചെയ്തു തന്നു. അപ്പോൾ ആ ഒരു ഇത് കഴിഞ്ഞ് ഞാനൊരു ഫോട്ടോ പോസ്റ്റ് ചെയ്യും. പിന്നെ ഒരുപാട് പേര് ചോദിച്ച് വിദ്യ ഞങ്ങളെ എന്താ വിളിക്കാഞ്ഞെന്ന്. അപ്പം ഞാൻ പറഞ്ഞ് ഇതാണ് വിളിക്കാത്തതിൻ്റെ റീസൺ എന്താ വെച്ചാൽ ഞാനൊരു ക്രൈസിസ് ചെയ്യുന്ന സമയത്ത് ഞാൻ കടം കയറി ഫുൾ തകർന്ന് നിന്നപ്പം എൻ്റെ അടുത്തൊരു സുഹൃത്ത് എന്നോട് പറഞ്ഞാണ് വിദ്യ നീയുമായിട്ട് കമ്പനി ഉണ്ടെന്ന് നീ ആരോടും പറയണ്ട കേട്ടോ. അപ്പം ഞാൻ ചോദിച്ചു അതെന്താ. അല്ല വേറൊന്നും കൊണ്ടല്ല, ഇത്ര ഇഷ്യൂസൊക്കെ നിൽക്കുമല്ലേ അതുകൊണ്ടാണ്. അപ്പം നമുക്കൊരു പ്രശ്നം ഉണ്ടായി നമ്മൾ ആദ്യം ഒഴിവാക്കാൻ നമുക്ക് അടുത്ത് നിന്നവരൊക്കെ ഉണ്ട്. പിന്നെ അതൊക്കെ ഞാൻ പറയില്ലേ ചേച്ചി, ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് ഒരാളെയും വിളിക്കാനായിട്ട് ഉദ്ദേശിച്ചില്ല. വളരെ ചെറിയ ഒരു പരിപാടിയായിരുന്നു. അല്ല ഈ നാട്ടിലെല്ലാവരും പറയുന്നുണ്ട് വിദ്യ നടത്തിയത്. അന്ന് എനിക്ക് കുറേ മെസ്സേജ് വന്നു, ചേച്ചി അപ്പോൾ സാധാരണക്കാരൻ നടത്താൻ പറ്റുമല്ലേ വള്ളസദ്യ. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എല്ലാവർക്കും നടത്താൻ പറ്റും, ആണിനും പെണ്ണിനും എല്ലാവർക്കും നടത്താൻ പറ്റും, അതിന് വലിയ സംഭവമൊന്നും അല്ല. പിന്നെ അധ്വാനിക്കണം, മടി പാടില്ല. മടി ഉണ്ടായി ഞാൻ വെളുപ്പിനെ ഏറ്റവും ലേറ്റ് ഞാൻ 1 മണിക്കൊക്കെയാണ് ഉറങ്ങുന്നത്. ഇപ്പം സ്ഥാപനത്തിൽ നിന്നൊക്കെ വന്നിട്ട് പണ്ട് ഫ്രീലാൻസായിട്ടായിട്ട് വരുമ്പോഴും എല്ലാം ഞാൻ തന്നെ. ഇപ്പം എൻ്റെ കടയിലെന്ന് പറഞ്ഞാൽ വീഡിയോ എടുക്കുന്നത് ഞാൻ തന്നെ, വോയിസ് ഓവർ ഞാൻ ചെയ്യുന്നത് ഞാൻ തന്നെയാണ്, എഡിറ്റ് ചെയ്യുന്നത്. എനിക്ക് വീഡിയോ എടുക്കാനൊന്നും അറിയത്തൊന്നുമില്ല, എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങ് ചെയ്യും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം ചെയ്ത് ഞാൻ രാത്രി 1 മണിക്കാണ് കിടക്കുന്നത്. വെളുപ്പിന് 5 മണി എന്ന് പറഞ്ഞ സമയമുണ്ട് ഞാൻ എഴുന്നേക്കും, വർക്കുണ്ടെങ്കിൽ 3 മണിക്ക് എഴുന്നേക്കും. അപ്പോൾ എനിക്ക് ഉറക്കം എന്ന് പറഞ്ഞ സാധനമില്ല. അപ്പം ഞാൻ ഇത്ര ഉറക്കം കളഞ്ഞത് കൊണ്ടാണ് ഇന്ന് ഇപ്പം ചേട്ടൻ്റെ മുന്നിൽ പോലും ഇരിക്കാൻ പറ്റിയത് എൻ്റെ ഉറക്കം കളഞ്ഞതുകൊണ്ട് തന്നെയാണ്. നന്നായിട്ട് ഉറങ്ങുന്നവൻ ലൈഫിൽ എങ്ങും എത്തില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കൃത്യസമയത്ത് ഉറങ്ങുകയും കൃത്യസമയത്ത് എഴുന്നേൽക്കുകയും ചെയ്യുന്നവൻ എങ്ങും എത്തിയിട്ടില്ല, സത്യമായിട്ടോ. അങ്ങനെ പറയാൻ പറ്റില്ല. അപ്പം കാരണം എന്താ വെച്ചാൽ എനിക്കെന്ന് പറഞ്ഞാൽ ഞാനിപ്പം 3 മണിക്ക് ഒരു ബ്രൈഡിനെ സ്റ്റാർട്ട് ചെയ്താൽ എങ്ങനെ പോലെ 8 മണി വരെയൊക്കെ നമ്മുടെ പണി കഴിയണത്തുള്ളൂ. 8 മണിക്ക് വന്ന് കിടന്ന് ഉറങ്ങാമെന്ന് വെച്ചാൽ അതും പറ്റത്തില്ല, നമുക്ക് വീട്ടിലെ പണികൾ കാണും. അതും കഴിഞ്ഞ് സെക്കൻഡ് സാരി ചേഞ്ചിങ്ങിന് പോകും. അപ്പോൾ സെക്കൻഡ് സാരി ചേഞ്ച് എന്ന് പറഞ്ഞാൽ ചിലപ്പം ചില റൂം ഇപ്പം ഹാളിൽ എന്ന് പറഞ്ഞാൽ റൂം ഗ്രീൻ റൂം ചിലപ്പോൾ വെട്ടം കാണത്തില്ല, ഫാൻ കാണത്തില്ല, നമ്മളവിടെ ഇരുന്നേ പറ്റത്തുള്ളൂ. അപ്പം കെട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 2 മണി വരെയൊക്കെ ഇരിക്കണം. അപ്പം അവിടെയൊക്കെ അത്രയും സ്ട്രഗിളുണ്ട്. പക്ഷേ ഈ സ്ട്രഗിളെല്ലാം ഞാൻ സഹിക്കും, കാരണം എനിക്കിഷ്ടമാണ് ഈ ജോലി. അപ്പം ഞാൻ എൻ്റെ ഉറക്കം കളഞ്ഞത് കൊണ്ടൊക്കെ തന്നെയാണ് ഇന്ന് എൻ്റെ പ്രായത്തിലുള്ള പിള്ളേർ ഉറങ്ങിയ സമയത്ത് ഞാൻ ഉണർന്നിരുന്നത് കൊണ്ടാണ് എനിക്കിന്ന് സ്ഥാപനം ഇടാൻ പറ്റി. ദൈവം എനിക്കൊരു നല്ല കുടുംബജീവിതം തന്നു, നല്ല സുഹൃത്തുക്കളെ തന്നു. എല്ലാം വിദ്യയുടെ ജീവിതത്തിൽ വിദ്യ പല ഇൻസൾട്ടുകൾ നേരിട്ടിട്ടുണ്ടല്ലോ. ഒരിക്കലും മറക്കാത്തൊരു ഇൻസൾട്ട് എന്തായിരുന്നു? ഒരിക്കലും മറക്കാൻ പറ്റാത്തതെന്ന് പറഞ്ഞാലും അതായത് എന്നോട് ഒരിക്കൽ ഒരാൾ എന്നോട് പറഞ്ഞു നിനക്ക് പറയത്തക്ക പേരുണ്ടോ, അല്ല അതായത് പറഞ്ഞാൽ അറിയപ്പെടുന്ന ഒരു പേരുണ്ടോ, എന്താ ഒരു ലേബലില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് വിഷമമായി. കാരണം എൻ്റെ വീട്ടുപേര് പറഞ്ഞാൽ ആർക്കും അറിയത്തില്ല, എൻ്റെ അപ്പൻ്റെ പേര് പറഞ്ഞാൽ അറിയത്തില്ല, എൻ്റെ പേര് പറഞ്ഞാലും അറിയത്തില്ല. ശരി, ഒരു വലിയ ലേബലില്ലായിരുന്നു, അതെനിക്കൊരു വിഷമമായിരുന്നു. അങ്ങനെ ഒരു സമയത്ത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് ബ്ലെസ്സി എന്ന് പറഞ്ഞ ചേച്ചിയാണ് എന്നോട് പറയുന്നത്, പക്ഷെ നിനക്ക് നല്ല തൊഴിലറിയാമെന്ന് പറഞ്ഞു, ആ തൊഴിലിലൂടെ നിനക്ക് ഇതെല്ലാം തിരിച്ചു കിട്ടുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഓർത്തെ ആ തൊഴിലിലൂടെ എങ്ങനെ കിട്ടാൻ. ശരിയാണ്, ആ തൊഴിൽ ഞാൻ മുന്നോട്ട് വെച്ചു, സ്ഥാപനം ഇട്ടു, ഞാൻ തന്നെ ഇത് പ്രൊമോട്ട് ചെയ്തു. ഇപ്പോൾ എൻ്റെ പേര് പറഞ്ഞാൽ അത്യാവശ്യം ആൾക്കാർക്ക് അറിയാൻ തുടങ്ങി. അപ്പോൾ ഇവർ പറഞ്ഞ ആ ഒരു ലേബൽ എനിക്ക് തിരിച്ചു പിടിക്കാൻ പറ്റി. അതെനിക്ക് വലിയൊരു ഇൻസൾട്ടായിരുന്നു, അതൊരു വലിയ പ്രശ്നമായിരുന്നു. അപ്പോൾ അതെല്ലാം എനിക്ക് തിരിച്ചു പിടിക്കാൻ പറ്റി. പിന്നെ നഷ്ടപ്പെട്ട മുഴുവൻ സാധനങ്ങളും എനിക്ക് തിരിച്ചു കിട്ടിയിട്ടുണ്ട്. എന്താണ് ഈ വിദ്യയുടെ ഡ്രീം? ഇനി എൻ്റെ ഡ്രീം എന്ന് പറഞ്ഞാൽ തൊഴിൽ രഹിതരായിട്ടുള്ള പെൺകുട്ടികൾക്ക്
എൻ്റെ ഈ ഒരു ബ്യൂട്ടീഷ്യൻ കോഴ്സ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് സ്റ്റാർട്ട് ചെയ്യണം. അതിൻ്റെ ഒരു ഭയങ്കര ഡ്രീമാണ്. കാരണം കൂടുതലും പെൺപിള്ളേർ ഏറ്റവും കൂടുതൽ സഫർ ചെയ്യുന്നത് ഇഷ്ടപ്പെട്ട ആളുടെ കൂടെ ഇറങ്ങിപ്പോകുന്ന പെൺപിള്ളേരെയാണ്. ഒരു 19-20 വയസ്സിൽ ഇവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പം അവർക്ക് ഇങ്ങനൊരു സ്ഥാപനം അല്ലെങ്കിൽ ഇങ്ങനൊരു തൊഴിൽ പഠിക്കാൻ നിങ്ങൾക്ക് പറ്റും എന്ന് പ്രൂവ് ചെയ്യാനും, പിന്നെ ഈ പറഞ്ഞ പോലെ സ്കൂളിൽ ചിലർ പറയും +2 കഴിഞ്ഞ് നീ തോറ്റു ഇനി എന്ത് പഠിക്കും, ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന കുറച്ച് ആളുകളുണ്ട്. അപ്പോൾ അവരോടെല്ലാം എനിക്ക് പറയാനുള്ളത്, എനിക്ക് മുന്നോട്ട് ഇങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യമുണ്ട്. അപ്പോൾ തൊഴിൽരഹിതരായിട്ടുള്ള സ്ത്രീകളെ എനിക്ക് മുന്നോട്ട് കൊണ്ടുവന്ന് ഭയങ്കര ശരിക്കും ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ പഠിക്കാനായിട്ട് നല്ല ചിലവല്ലേ ഇപ്പോഴത്തെ കാലത്ത്? ഇപ്പോൾ എങ്ങനെ പോയാലും എനിക്കൊരു 10-50,000 രൂപ ആ ഒരു റേഞ്ചൊക്കെ വരും. പക്ഷെ നമ്മൾ അത്രയും ചാർജ് ചെയ്യുന്നത്, നമ്മളൊരു 30,000 രൂപയാണ്. 6 മാസത്തെ കോഴ്സാണ്. അപ്പോൾ പതുക്കെ സ്റ്റാർട്ട് ആവുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ ചിന്തിക്കുന്ന സാധനം, ഇപ്പോൾ എനിക്ക് 32 വയസ്സാണ്. എൻ്റെ 40 വയസ്സ് ഞാൻ ആൻറ്റിയാവും. ആൻറ്റിയെ ട്രസ്റ്റ് ചെയ്ത് അത്രയും കല്യാണ വർക്കുകൾ കിട്ടത്തില്ല. അങ്ങനെ പ്രശ്നമുണ്ടല്ലേ? അങ്ങനെ പ്രശ്നം, അതായത് ഇത് സൗന്ദര്യ മേഖലയാണല്ലോ. ഇപ്പൊ ഞാൻ സൗന്ദര്യം വേണം, ജാതി പ്രശ്നം, പിന്നെ പ്രായം പ്രശ്നം, എല്ലാം പ്രശ്നമാണ്. അപ്പൊ അതായത് ആളുകൾ ഒഴിവാക്കുന്ന സംഭവം. അപ്പം ഞാനത് എന്താണെന്ന് ചിന്തിച്ചേ, അത് ഞാൻ മറ്റേ സഞ്ജു ലക്ഷ്മിന്റെ ഒരു വീഡിയോ കണ്ടായിരുന്നോ, അമ്മയും മോളും കൂടെ ചെയ്യുന്നൊരു വീഡിയോ, മേക്കപ്പ് ആർട്ടിസ്റ്റിന്റെ. ശരിക്കും അതുപോലൊക്കെ അല്ലേ? ശരിക്കും റിയാലിറ്റി ആട്ടോ, ഞാൻ അനുഭവിച്ച സാധനമാണ്. അപ്പോൾ ഒരിക്കൽ എൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ ഒരു കുട്ടി വന്നു. അപ്പോൾ ആ കുട്ടിയെ പറഞ്ഞു, മോളെ പെഡിക്യൂർ ചെയ്തേക്കാൻ പറഞ്ഞപ്പോൾ എടുത്തോ പറയും, ചേച്ചി ഞാൻ പെഡിക്യൂർ ചെയ്യത്തില്ല കേട്ടോ. ഞാൻ ചോദിച്ചാൽ അതെന്താ മോളെ? അത് ഞാൻ വർക്ക് ചെയ്തിട്ട് താഴ്ന്ന കാസ്റ്റുള്ളവരായിരുന്നു പെഡിക്യൂർ ചെയ്യുന്നതെന്ന്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഞെട്ടിപ്പോയി. ഞാൻ പറഞ്ഞത് എന്താ ഇങ്ങനെ? അപ്പോൾ ഞാൻ പറഞ്ഞു ശരി മോളെ കുഴപ്പമില്ല. ഞാൻ പിറ്റേ ദിവസം പറഞ്ഞു മോൾ ഇനി തൊട്ട് വരണ്ടെന്ന് പറഞ്ഞു. താഴ്ന്ന ജാതിയുള്ള ഒരാളാണ് സ്ഥാപനം ഇട്ടേക്കുന്നത്. അപ്പോൾ എൻ്റെ നിന്ന് ശമ്പളം മേടിക്കണ്ട. അപ്പോൾ ആളിനെ ഞാൻ പറഞ്ഞു വിട്ടു. അപ്പോൾ ഈ ആളുകളുടെ, അതായത് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, മൈൻഡ് വളരുന്നില്ല. എല്ലാവരും കാണാൻ ലുക്കാണ്, കാര്യങ്ങളൊക്കെ ശരിയാണ്. എല്ലാവരും പറയും അതിനെന്താ ഇപ്പോൾ ഒരു പ്രണയം, മിക്കവർക്കും പ്രണയ വിവാഹങ്ങളാണ്. അല്ല, ആ പുള്ളിക്കാരിയെ കൊണ്ട് നിങ്ങളൊന്ന് പെഡിക്യൂർ ചെയ്യിപ്പിച്ചിട്ട് വിടണമായിരുന്നു. 2 ടെസ്റ്റ് നീ ഒന്ന് ചെയ്തേ, നീ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഡയലോഗ് അടിച്ചിട്ട് വിടണമായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പം അതുപോലെ ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന, ഞാൻ താണ ജാതിയാ, നീ എന്ത് ജാതിയാ, നിനക്ക് പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ഡയലോഗ് പറഞ്ഞപ്പോ അങ്ങനെയൊക്കെ ചെയ്തേ. ഞാൻ പറയാം, ഞാൻ മാക്സിമം ഒരാളെ ഇൻസൾട്ട് ചെയ്തില്ല. കാരണം അല്ല, നമ്മളെ കുറെ ഇൻസൾട്ട് ചെയ്യുമ്പോൾ ചെയ്യാമല്ലോ. അല്ല, ഞാൻ ഇൻസൾട്ട് ചെയ്താൽ നാളെ എനിക്ക് റിഗ്രറ്റ് ചെയ്യാൻ പാടില്ല. ഞാൻ അത് ചെയ്തു പോയല്ലോ. എനിക്ക് ഇന്ന് ഈ നിമിഷത്തിൽ ഇവിടെ ഇരിക്കുമ്പോഴും ഞാൻ കാരണം ഒരാളും കരഞ്ഞിട്ടില്ല. ഞാൻ മനഃപൂർവ്വം ഒരാളെ വേദനിപ്പിച്ചിട്ടില്ല. ഞാൻ എപ്പോഴും പറയും, ഇൻ കേസ് ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവമേ എന്നോട് ക്ഷമിക്കണം. ഞാൻ എന്നും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഞാൻ 5:30 എന്ന് പറഞ്ഞ ടൈമുണ്ട്, ഞാൻ പ്രാർത്ഥിക്കും. പിന്നെ അതുപോലെ എൻ്റെ ബ്രൈഡ്സ് ഇറങ്ങുന്ന ടൈമിൽ ഞാൻ പ്രാർത്ഥിച്ചിട്ടേ ഇറക്കാറുള്ളൂ. കാരണം നല്ല കുടുംബജീവിതം. പക്ഷേ ഒരു കാര്യമുണ്ട്, വിദ്യ അങ്ങനെ ചെയ്യത്തില്ല എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? വിദ്യ അത് അനുഭവിച്ചിട്ടുള്ളതുകൊണ്ടാണ്. ഇവരത് അനുഭവിച്ചിട്ടില്ല. ഇവരത് അനുഭവിക്കുമ്പോഴേ പിന്നെ അവരും അങ്ങനെ പറയുള്ളൂ. തീർച്ചയായിട്ടും. അപ്പോൾ അത് ചെയ്യണം ആരെങ്കിലും ഒക്കെ. വിദ്യയോട് അങ്ങനെ പലരും ചെയ്തത് കൊണ്ടാണ് വിദ്യ അങ്ങനെ ചെയ്യില്ല എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള മൈൻഡ് സെറ്റ് ഉള്ളവരോട് അത് ചെയ്യണം. അത് ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ അവർ പഠിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ അവരെങ്ങനെ പഠിക്കും? അവരവരുടെ ജീവിതകാലം മൊത്തം അതും വെച്ചുകൊണ്ടിരിക്കും. എൻ്റെ സ്റ്റാഫിനോട് അതിന് ഞാൻ പറയും, ആരെയും ഭരിക്കണ്ട. എനിക്കത് ഇഷ്ടമല്ല. ഒരു സാധനം ക്ലീൻ ചെയ്യണം, നീ കണ്ടാൽ ക്ലീൻ ചെയ്യുക, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് പറയാം, ഞാൻ വന്ന് ക്ലീൻ ചെയ്തോളാം. അതുകൊണ്ട് എൻ്റെ സ്ഥാപനത്തിനകത്ത് അങ്ങോട്ട് ഈഗോ എന്ന് പറയുന്ന സാധനം ഞാൻ പറഞ്ഞിട്ട് എനിക്കതില്ല, നിങ്ങൾക്കും അത് പാടില്ല. കാരണം ഓണർ കാണിച്ചാൽ സ്റ്റാഫ് കാണിക്കും. അപ്പം ഞാൻ വന്നാൽ തന്നെ പിള്ളേരോടെല്ലാം ഞങ്ങൾ ഒന്നിച്ചാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. പിന്നെ ഞാൻ പറയും, നിങ്ങൾക്ക് എന്ത് കാര്യം പറയാനുണ്ടെങ്കിലും അകത്തിരുന്ന് പറയണ്ട, നിങ്ങൾ എന്നോട് പറഞ്ഞു. കാരണം എല്ലാ ഓണേഴ്സും അത് പഠിച്ചിരിക്കണം. കാരണം നമ്മുടെ സ്റ്റാഫ് എന്ന് പറയുന്നത് നമ്മുടെ അസറ്റാണ്, ഒരു ടീം വർക്കാണ്. എൻ്റേതെന്ന് പറയാൻ എനിക്ക് ഒരിക്കലും ആ സ്ഥാപനം പറ്റത്തില്ല, ഞങ്ങളുടേന്നേ പറയാൻ പറ്റത്തുള്ളൂ. കാരണം ഇത്രയും പേര് ഉള്ളത് കൊണ്ടാണ് റൺ ചെയ്ത് പോകുന്നത്. അത് ഭയങ്കര എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പലയിടത്തും ഞാൻ അനുഭവിച്ച സാധനം ആയതുകൊണ്ടായിരിക്കും. പിന്നെ എനിക്ക് മെയിനായിട്ട് പറയാനുള്ള ഒരു ബ്രൈഡ്സിനോടൊക്കെ ഞാൻ പറയാറുണ്ട്. എനിക്കൊരു ബ്രൈഡ് എന്നോട് പറഞ്ഞു, ചേച്ചി സ്വർണ്ണം കുറവാണ് കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു അതെന്താ? അല്ല ഇച്ചിരി 5 പവനേ ഉള്ളെന്ന്. ഞാൻ പറഞ്ഞു, മോളെ 5 പവൻ ഒരു വലിയ സ്വർണ്ണമല്ലേ? ഞാൻ ചോദിച്ചു മോള് മേടിച്ചാണോ? അല്ല ചേച്ചി, അമ്മ തന്നാ. അപ്പം പോലും ഇല്ലാതെ കൊച്ചിന് മേടിച്ചു കൊടുത്താൽ. ഞാൻ ചോദിച്ചു മോളെ, നീ ഒരു പവൻ അധ്വാനിച്ചു കൊണ്ട് നിൻ്റെ കഴുത്തിലിട്ടിരുന്നെങ്കിൽ നീ ഞാൻ അത് പ്രൗഡായിട്ട് കണ്ടേനോ. നിൻ്റെ അമ്മയുടെ ചോരയും നീരും കളഞ്ഞ് അവർ നിനക്ക് വേണ്ടി തന്നതാണ്. അതിനെ നീ ഏറ്റവും എളിമയോടുകൂടി അത് സ്വീകരിക്കണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇപ്പോഴും പെൺപിള്ളേരോട് പറയുന്നത്, നിങ്ങൾ കല്യാണം കഴിക്കണം, ആഡംബരത്തിൽ തന്നെ കഴിക്കണം. അതുപോലെ സ്വയം കഷ്ടപ്പെട്ട പൈസ കൊണ്ടേ കല്യാണം കഴിക്കാവൂ, എൻ്റെ ഒരു ഒപ്പീനിയൻ. അതുപോലെ ജോലി കിട്ടിയ ശേഷം പെൺപിള്ളേരെ കെട്ടിക്കാവൂ. കാരണം പലരും ഉണ്ടല്ലോ, കല്യാണം കഴിപ്പിക്കാൻ ലക്ഷങ്ങളും കോടികളും മുടക്കും, പഠിപ്പിക്കാൻ മുടക്കത്തില്ല. ഇഷ്ടപ്പെട്ട ഒരു കോഴ്സ് പഠിപ്പിക്കാം. എൻ്റെ ചേച്ചിയുടെ മോള് ചേച്ചിയുടെ മോള് പൈലറ്റാണ്. അവളോട് 8ാം ക്ലാസ്സിൽ ചേച്ചി ചോദിച്ചു നിനക്ക് എന്താവണമെന്ന്. 10ാം ക്ലാസ് ആയപ്പോൾ അവൾ പറഞ്ഞു പൈലറ്റ് ആവണമെന്ന്. അപ്പോൾ 10ാം ക്ലാസ്സിൽ അവൾ പറഞ്ഞു പൈലറ്റ്. അവൾക്ക് ഇത്രയും വർഷമുണ്ട്. 8 മുതലേ പെൺപിള്ളേർക്ക് അതിൽ ആൺപിള്ളേർക്ക് ലക്ഷ്യം വേണം. ലക്ഷ്യമില്ലാത്തത് കൊണ്ടാണ് +2 കഴിയുമ്പോൾ നമ്മൾ എന്ത് അറിയത്തില്ല, എല്ലാവരും ഡിഗ്രിക്ക് പോകുന്നു, ഞാനും ഡിഗ്രിക്ക് പോകുന്നു. ഇപ്പം നമ്മുടെ ഇവിടെ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ തൊഴിൽ രഹിതർ കൂടുതലാണ്.
കാരണം ഒരു ബജിക്കടയിൽ കയറി നിൽക്കാൻ പറ്റത്തില്ല, കുടുംബപ്പേര് പോകും. ഒരു ചായക്കടയിൽ പോയി നിൽക്കാൻ പറ്റത്തില്ല, നാട്ടുകാർ നാണം കെടുത്തും. പെട്രോൾ പമ്പിൽ നിൽക്കാൻ പറ്റില്ല. ഇതെല്ലാം കാനഡയിലും UK യിലും ചെയ്യും. അത് ശരിയാ. അല്ല ഇവിടെ എന്തുകൊണ്ട് ചെയ്തുകൂടാ? നല്ലതല്ലേ? ഞങ്ങളുടെ അവിടെ ഒരു നല്ല ഭംഗിയുള്ള ഒരു ചെറുക്കൻ ചായക്കട ഇട്ടിട്ടുണ്ട്. എന്ത് രസമായിട്ട് അവൻ ആ വർക്ക് ചെയ്ത്. ഞാൻ അവനോട് പറഞ്ഞു, എടാ നീ എന്ത് രസമായിട്ട് ചായയുടെ ഒക്കെ പരിപാടി. ചേച്ചി അവൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ പയ്യനാ. അവൻ പറയും ചേച്ചി നാട്ടുകാരെ നോക്കിയെന്ന് എനിക്കാരും തരത്തില്ല, സോ ഞാൻ ഇറങ്ങുന്നു. അപ്പം എപ്പോഴും എഡ്യൂക്കേഷൻ ഉണ്ട് എന്ന് വിചാരിച്ച് ഇന്ന ജോലി ചെയ്യില്ല. മാന്യമായിട്ടുള്ള ഒരാളെ പറ്റിക്കാത്ത എന്ത് ജോലി ചെയ്യും. അതുപോലെ തന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വർക്കൗട്ട് ആവുന്ന സാധനം മണി ചെയിൻ പോലുള്ള സാധനങ്ങൾ. എനിക്കൊന്ന് മലയാളികൾക്ക് എപ്പോഴും പെട്ടെന്ന് പൈസക്കാരാവണം, പക്ഷേ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അന്നേരമാണ് മറ്റേ പണ്ട് ഞങ്ങളുടെ വീട്ടിലും വന്നിട്ടുണ്ട് ഒരു ഇതുപോലെ. മണിച്ചേനെ സപ്പോർട്ട് ചെയ്താണോ പറയുന്നത്? അല്ലല്ല, പിന്നെ തെറ്റാണ്. കാരണം ഇവർ പറഞ്ഞ സാധനം എന്താ അറിയാമോ, എന്താ നിങ്ങൾ ഒരാളെ ചേർത്താൽ ബാക്കി ഒരു 3 പേര് ഞാൻ ചേർക്കാം, പിന്നെ വീട്ടിൽ ഇരുന്നാൽ പൈസ വരും. അതെങ്ങനെ പൈസ വരുന്നത്? നമ്മൾ പണിയെടുക്കാതെ 1 രൂപ ഉണ്ടാക്കാൻ പറ്റത്തില്ല. അപ്പം ഞാൻ ഇപ്പോഴും പറയുന്നത് എല്ലാം നല്ല മാന്യതയുള്ള ജോലികളാണ്, അതെല്ലാം നിങ്ങൾ ശ്രമിക്കുക. പിന്നെ നമ്മൾ ഒരിക്കലും കള്ളം പറഞ്ഞ് കച്ചവടം പിടിച്ചാൽ അത് നിലനിൽക്കത്തില്ല. ഇപ്പം എന്നോട് ചിലർ ചോദിക്കും, ചേച്ചി സ്മൂത്തനിങ് എന്താ കെമിക്കലാണോ? 100% കെമിക്കലാണ്. കെമിക്കൽ ആയതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് ബാക്കി ആഫ്റ്റർ കെയർ ചെയ്യണമെന്നുള്ളത്. ഇപ്പോൾ പലരും മെയിൻറ്റെയിനിങ് ഇല്ല. ഇപ്പം നമുക്ക് വണ്ണം വെക്കുന്നതാണ്. ഇപ്പം ഞാൻ നല്ല തടിച്ചയാണ്, മെയിൻറ്റെയിനിങ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ തടി വെക്കുന്നതും കൊഴുപ്പ് കൂടുന്നതും. അതുപോലെ തന്നെയാണ് എല്ലാ കാര്യം, മെയിൻറ്റെയിനിങ് വേണം. ഇപ്പോൾ ഒരു ഫാമിലി ലൈഫ് ആണെങ്കിൽ പോലും പലരും പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ഡൈവോഴ്സ് ചെയ്യും. അതിനെക്കാട്ട് നല്ലത് ഒരു കൗൺസിലിങ്ങിന് പോയി അത് മെയിൻറ്റെയിൻ ചെയ്ത് അത് കളയാൻ എളുപ്പം ആളുകൾക്ക്. പക്ഷേ ക്ഷമയില്ലാത്തതുകൊണ്ടാണ് കളഞ്ഞേക്കാം. പിന്നെ ഒട്ടും പറ്റാത്ത കാര്യങ്ങളും ഉണ്ടായിരിക്കും. അപ്പം ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺപിള്ളേരോടാണ് ഇത് പറയുന്നത്, ആഡംബരത്തിൽ തന്നെ നിങ്ങൾ കല്യാണം കഴിച്ചോ, മാക്സിമം ജോലി കിട്ടിയിട്ട്. പിന്നെ +2 കഴിഞ്ഞ് എന്ത് കോഴ്സ് പഠിക്കണം എന്ന് ചിന്തിക്കുന്ന പേരൻസിനോട് ഞാൻ പറയുകയാണ്, മക്കളെ ജനിപ്പിക്കുന്നത് ഞാൻ എപ്പോഴും പറയും എല്ലാവരോടും, നല്ല ബോധ്യം വേണം പേരൻസിന്. എന്നാലേ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് ബോധം പറഞ്ഞു കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഇന്നത് പഠിച്ചാൽ നീ ഇന്നതാകും. അപ്പോൾ 8ാം ക്ലാസ് തൊട്ടേ ഒരു ട്രെയിനിങ് കൊടുക്കണം കുഞ്ഞുങ്ങൾക്ക്. പിന്നെ ലാംഗ്വേജുകൾ, എനിക്ക് മലയാളം മാത്രമേ അറിയത്തുള്ളൂ, വേറെ ഒരു ലാംഗ്വേജും അറിയത്തില്ല. അതിൻ്റെ പല പ്രശ്നങ്ങളും എനിക്കുണ്ട്. കാരണം എൻ്റെ അമ്മയും അച്ഛനും സാധാരണക്കാരായിരുന്നു. അവരൊന്നും വിചാരിച്ചത് എന്താ, കുഞ്ഞുങ്ങൾക്ക് പട്ടിണിയില്ലാതെ ജീവിച്ചു പോകണം, അതേ ചിന്തിച്ചിരുന്നുള്ളൂ. അപ്പോൾ അത് മാത്രമാണ് അവർ നോക്കിയത്. എന്തായാലും വലിയ കുഴപ്പങ്ങളില്ലാതെ ഞങ്ങൾ ജീവിച്ചു പോകുന്നുണ്ട്. ഇതുവരെ ബിസിനസ്സും റൺ ചെയ്യുന്നുണ്ട്. ഞാനെന്നൊരു വ്യക്തിത്വം എനിക്ക് പലപ്പോഴും പലയിടത്തും പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് വലിയൊരു കാര്യമാണ്. ഇപ്പം വിദ്യ ഇപ്പോൾ എവിടെയാണോ നിൽക്കുന്നത് അത് വിദ്യയുടെ അച്ചീവ്മെൻ്റ് ആണ്, വിദ്യയുടെ കഴിവാണ്. വിദ്യ ഇത്രയും നാളുള്ള വിദ്യയുടെ ഹാർഡ് വർക്ക് വഴി നേടിയെടുത്തൊരു കാര്യമാണ്. എന്തായാലും ഇനിയിപ്പോൾ അങ്ങോട്ടും ഈ പറഞ്ഞ പോലെ ഇത്രയും നന്നായി സംസാരിക്കാൻ അറിയാവുന്ന വിദ്യയ്ക്ക് ഉയർച്ചകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ദാറ്റ്സ് ഫോർ ഷുവർ. അപ്പോൾ എൻ്റെ എല്ലാവിധ ആശംസകളും. പിന്നെ ചേട്ടനോട് എനിക്ക് സ്പെഷ്യൽ താങ്ക്സ് പറയാണ്. ഞാൻ ചേട്ടനോട് വന്നപ്പോൾ തന്നെ പറഞ്ഞായിരുന്നു, ഈ ഒരു ചെയറിലിരുന്നത് മൊത്തവും പ്രമുഖരായിട്ടുള്ള ആൾക്കാരാണ്. എനിക്ക് ഞാൻ മാത്രമല്ല, സാധാരണക്കാർ അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ചേട്ടാ എന്നാലും എന്നെ വിളിക്കാനുള്ള റീസൺ എന്താ, എന്നിൽ നിന്ന് ആളുകൾക്ക് ഗുണം ഉണ്ടാവുമോ അല്ലെങ്കിൽ എൻ്റെ വാക്കുകൾ ആൾക്കാരും പ്രയോജനം വരുമോ എന്ന് ഒന്നും എനിക്കറിയില്ല. പക്ഷെ എന്നാലും ഞാൻ എല്ലാവരോടും പറയാണ്, എന്നിൽ നിന്ന് എന്തെങ്കിലും ഒരു ഗുണം നിങ്ങൾക്ക് ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാൻ ഇപ്പോഴും ഈ ഒരു വാക്കുകൾ പറയുന്നത്. പെൺകുട്ടികളോട് സ്പെഷ്യലായിട്ട് ഞാൻ പറയുകയാണ്, വീട്ടിൽ സഹോദരൻ്റെ ദേഹത്ത് നമ്മുടെ ഭാരങ്ങൾ വെക്കാതെ, ഭർത്താവിലേക്ക് നമ്മുടെ ഭാരങ്ങൾ വെക്കാതെ, അച്ഛൻ്റെ തലയിൽ വെക്കാതെ സ്വയം ഏറ്റെടുക്കാനുള്ള ഒരു മെൻറ്റാലിറ്റി ഉണ്ടാവണം. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ എനിക്ക് ഭാവിയിൽ അച്ഛൻ ചെയ്തു തരും, ആങ്ങളെ ചെയ്തു തരും, ഭർത്താവ്, ഇത് വേണ്ട. സ്വയം ഞാനിത് ചെയ്യും, ഞാനിത് അച്ചീവ് ചെയ്യുന്നൊരു മെൻറ്റാലിറ്റി ജീവിച്ചു കഴിഞ്ഞാൽ ഏറെക്കുറെ എനിക്ക് തോന്നുന്നത് നമുക്ക് സാമ്പത്തിക ഭദ്രതയും കിട്ടും, വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടില്ലാതെ ജീവിക്കാനും പറ്റും. അതൊരു നല്ല കാര്യമാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും അത് പ്രയോജനപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നു. ഉറപ്പായിട്ടും. എന്തായാലും ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ ആൾക്കാർക്ക് എവിടെയെങ്കിലുമൊക്കെ സ്ട്രൈക്ക് ആവുമല്ലോ. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ടു ചാറ്റ് വിത്ത് ഭക്തൻ കോഴഞ്ചേരി. ഇത്രയും ദൂരം വണ്ടി ഓടിച്ച് ഇവിടെ വരെ ഇതിനു വേണ്ടി വന്നതിൽ താങ്ക് യു. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.